ഉലകം ഒരുവൻ്റെ കയ്യിലേക്ക് പോകുന്നു എന്നതിനെ ആസ്പദമാക്കി ഇൻ്റർനെറ്റിൻ്റെ അതിവേഗതയും ബൈബിളുമായി ഇന്നലെ രാത്രി കണക്ട് ചെയ്തു. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാദം ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. മേലാൽ എന്ത് സംഭവിക്കും? ആസ്പദമായി 1, ദൈവസഭ എടുക്കപ്പെടും. 2, ഇവിടെ ലോകമഹായുദ്ധമുണ്ടാകും, 3rd വേൾഡ് വാർ. അത് കഴിയുമ്പോൾ ഒരുവൻ ഭരണത്തിൽ വരുമെന്നും ഇൻ്റർനെറ്റിലേക്ക് ലോകം പോകുമെന്നും. വെളിപ്പാട് 13:1-2. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, ദൂഷണനാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിക്ക് സദൃശം, അതിൻ്റെ കാൽ കരടിയുടെ കാൽ, അതിൻ്റെ വായ് സിംഹത്തിൻ്റെ മുഖം. അതിന് മഹാസർപ്പം വലിയ ശക്തിയും അധികാരവും സിംഹാസനവും കൊടുത്തുവെന്ന് ഇന്നലെ രാത്രി. അപ്പോൾ ഈ മൃഗം ഇനി കടന്നു വരും. വെളിപ്പാട് 17:8-9. നീ കണ്ട മൃഗം ഇപ്പോഴില്ല, ഇനി അഗാധത്തിൽ കടന്നു വരുന്ന ഒരു മൃഗമാ, ഒരു ഭരണാധികാരി. ലോകസ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ ഈ മൃഗത്തെ കണ്ട് വിസ്മയിക്കും. ഇവിടെ ജ്ഞാനം കൊണ്ട് ആരംഭം, സ്ത്രീ ഇരിക്കുന്ന തല 7 മലയാകുന്നു. അതിനോടനുബന്ധിച്ച് ഈ ഭരണം എപ്പോൾ വരും? ദാനിയേൽ പ്രവചനം 8:23-24-25. അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവൻ്റെ അധികാരം വലുതായിരിക്കും. സ്വന്തം ശക്തിയാലല്ല, പിശാച് അതിനധികാരം കൊടുക്കും. അങ്ങനെ ഒരുവൻ 7 വൻകരകളെയും 262 രാഷ്ട്രങ്ങളെയും ഭരിക്കണമെങ്കിൽ ഇവിടെ ഒരു സംവിധാനം വരണം. ആ നെറ്റ്വർക്ക് WWW. അതിന് സ്വാഭാവികമായും ഇന്നത്തെ ഭാഷയിൽ ഇൻ്റർനെറ്റിൻ്റെ അതിവേഗത. അതിനാസ്പദമായി ഏത് കാര്യവും ലോകത്തിൽ എവിടെ നിന്ന് ദർശിക്കുവാൻ ഇന്ന് WW അടിക്കണം. വേൾഡ് വൈഡ് വെബ്സൈറ്റ്, ലോകം ഒരുവൻ്റെ കയ്യിൽ. അതിനോടനുബന്ധിച്ച് വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൽ ഇന്നലെ 5 W ഞാൻ പരിചയപ്പെടുത്തി. 1, തലകളിൽ മരണകരമായ മുറിവ്, അതാ വോണ്ട്. 2, മൃഗത്തെ കണ്ട് വിസ്മയിച്ചു, അതിശയം, അതിൻ്റെ പേര് വണ്ടർഫുൾ. അത് കഴിഞ്ഞ് അവനെ നമസ്കരിക്കണം, ആരാധന, വർഷിപ്പ്. 4, വമ്പും ദൂഷണവും പറയുന്ന വായ് അതിന് ലഭിച്ചു, അവൻ്റെ വേട് ഉലകൻ കേൾക്കാൻ പോന്നു. 5, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം, അതാ വാർ. അപ്പോൾ ഇൻഡിക്കേറ്റഡ് ദ കമ്പ്യൂട്ടർ ഓൺ ഗോയിങ് ഇൻ്റർനെറ്റ് സിസ്റ്റം 5W 5W ബൈബിൾ. വോണ്ട്, വണ്ടർഫുൾ, വർഷിപ്പ്, വേഡ്, ദെൻ വാർ. അങ്ങനെയെങ്കിൽ എതിർ ക്രിസ്തു ആര്? ഉൽപ്പത്തി 49:10. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോ ലഹൂദയിൽ നിന്നും രാജദണ്ഡവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങത്തില്ല. രാജാക്കന്മാരുടെ രാജാവായി കർത്താവ് മേഘത്തിൽ മടങ്ങി വരും. ദൈവസഭ എടുക്കപ്പെട്ടാൽ 7 വർഷത്തെ ഭരണത്തിന് വേണ്ടി ഒരുവൻ വരും. ഉൽപ്പത്തി 49:17. സിറിയയിൽ നിന്നാം ആൻറ്റി ക്രൈസ്റ്റ്. ദാൻ, വഴിയിലൊരു പാമ്പും പാതയിൽ ഒരു സർപ്പവും. അതിനോടനുബന്ധിച്ച് ഇന്നലെ നാം ചിന്തിച്ചു ദാനിയേൽ പ്രവചനം 7:8. നെബൂഖദ്നേസർ കണ്ട ദർശനം, ദാനിയേൽ പ്രതിപാദിക്കുന്നത് ഉലകഭരണം. അതിനകത്ത് ഇന്നലെ രേഖപ്പെടുത്തി രാത്രി ദർശനത്തിൽ ഘോരവും ഭയങ്കരവും 4മതൊരു മൃഗത്തെ ഞാൻ കണ്ടു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഈ ഭരണാധികാരി വ്യത്യസ്തനായിരുന്നു. തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. ഇന്നത്തെ ഭരണകൂടങ്ങൾ തകരാൻ കാര്യം യുദ്ധമല്ല, സാമ്പത്തിക മാന്ദ്യം ഉലകത്തിൽ വരും. ഈ മൃഗത്തിന് 10 കൊമ്പുണ്ടായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യൂറോപ്പിൻ്റെ അധീനതയിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളച്ചു വരുന്നു. ദാനിയേൽ, അതിൻ്റെ പേരാ എതിർ ക്രിസ്തു. ചെറിയ കൊമ്പ്, തുമ്പുകെട്ട ഇടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിൻ്റെ മർമ്മം. ആ കൊമ്പുകളിൽ 1 മനുഷ്യൻ്റെ കണ്ണുപോലെ കണ്ണ്. അതാ ഇന്നത്തെ ഇൻ്റർനെറ്റ് 4G ആകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മൊബൈൽ ക്യാമറ. വയറും കയറും വേണ്ട, ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും മനുഷ്യൻ തങ്ങളിൽ കാണുന്നു. അങ്ങനെയെങ്കിൽ ഈ ലോകഭരണം എതിർ ക്രിസ്തുവിൻ്റെ കിട്ടിയാൽ കോവിഡ് വാക്സിൻ്റെ മറവിൽ നമ്മുടെ ഡേറ്റയും ആധാറും മെയിൽ ID-യും വാക്സിൻ സ്ലോട്ടിൻ്റെ പിൻപിൽ അവൻ്റെ കയ്യിലെത്തിയെങ്കിൽ താമസം വിന ഇന്നത്തെ ലാപ്ടോപ്പ് വഴിയോ കമ്പ്യൂട്ടർ വഴിയോ അവൻ മനുഷ്യനെ ദർശിക്കാൻ കാലമായി. അവൻ്റെ ദർശനം നമ്മുടെ മൊബൈൽ സ്ക്രീനിലോ കമ്പ്യൂട്ടറോ വരുന്നതിന് മുമ്പ്
തൻ്റെ സഭയെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും, അഗ്നിജ്വാലയ്ക്കത്ത് കണ്ണുള്ളവൻ. അതിനോടൊപ്പം ദാനിയേൽ പ്രവചനം തൊട്ടുപുറകെ വായിച്ചു, വമ്പ് പറയുന്ന വായും. അതിനാസ്പദമായി ഇന്ന് മൊബൈലുകളെല്ലാം സംസാരിച്ചു തുടങ്ങി. ഇന്ത്യക്കാരൻ സുന്ദർ പിച്ച ഗൂഗിൾ എന്ന പ്രതിഭാസം കൊണ്ടുവന്നെങ്കിൽ ഇസ്രയേലിൻ്റെ മെഗിദോ താഴ്വരയിൽ 1000 മനുഷ്യൻ്റെ തലച്ചോറ് വലിപ്പത്തിൽ ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്നു. അതിൻ്റെ പേരാ വോയിസ് ട്രാൻസ്ലേറ്റർ. 1000 ഹ്യൂമൻ ബീയിങ് ബ്രെയിൻ സാച്ചുറേറ്റഡ് കമ്പ്യൂട്ടർ. ഇപ്പോൾ 600 ഭാഷകൾ മാറ്റി പറഞ്ഞു തുടങ്ങി. ജോയിസ് മേയർ എന്ന സഹോദരി കേരളത്തിൽ വന്നിട്ടില്ല. അവർ ഇംഗ്ലീഷിൽ പറയുന്നത് ഇസ്രയേലിൻ്റെ സോഫ്റ്റ്വെയർ മലയാളത്തിൽ കൊടുത്തെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സാത്താൻ സംസാരിക്കുന്നത് മനുഷ്യൻ്റെ കർണപടങ്ങളിൽ. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തും കേരള മുഖ്യമന്ത്രിയുടെ ഓണാശംസയും ഇവിടുത്തെ മത്സരിക്കുന്ന പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ വോട്ടവകാശവും നിങ്ങളുടെ മൊബൈലിൽ താമസമിന കേൾക്കുന്നുവെങ്കിൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ അവൻ്റെ ശബ്ദം കർണപടങ്ങളിൽ മുഴങ്ങും. അവൻ്റെ ശബ്ദം ഇവിടെ മുഴങ്ങുന്നതിന് മുമ്പ് ദൈവശബ്ദത്തിൻ്റെ കാഹളം മധ്യാകാശത്തിൽ മുഴങ്ങും. അതിനോടനുബന്ധിച്ച് മൂന്നാമത്തെ സയൻസ് വെളിപ്പാട് 13:15 മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. റോബോട്ട് രംഗപ്രവേശം ചെയ്തു. അതിനോടൊപ്പം നീരയും റാഡയും മിത്രയും. അതുപോലെ ഇന്ത്യക്കാരി വ്യോമമിത്ര വട്ടിയൂർക്കാവിലുണ്ടാക്കിയ പെൺകുട്ടി ISRO ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ തെളിവ്. അങ്ങനെയെങ്കിൽ സാത്താൻ്റെ ഇഷ്ടം ആരാധന. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിനധികാരം ലഭിച്ചു. എവിടെ? അമേരിക്കയിൽ IBM-ൽ ഒരു മലയാളി ഈ ഹൃദയം ആർക്ക്? റോബോട്ടിന് കൊടുക്കാൻ പോകുന്നു. സാത്താൻ്റെ ഇഷ്ടം ആരാധനയാണ്. ഇനി ഒരു കാലത്ത് അവൻ നമ്മുടെ മൊബൈലിലും ലാപ്ടോപ്പിലും വരുമ്പോൾ ക്യാമറ വഴി നോക്കും. ഒരു പക്ഷേ നമ്മൾ വണങ്ങിയില്ലെങ്കിൽ, ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, ശദ്രക് മേശക് അബേദ്നെഗോ ദുരാശോഷമ ഭൂമിയിൽ വന്നപ്പോൾ പിശാച് ഒറ്റക്കാര്യം നെബൂഖദ്നേസർ പറഞ്ഞ എന്താണെന്നറിയാമോ? ഒന്ന് വണങ്ങിയേക്കാൻ. സ്വോത്രകാഴ്ചയും ചോദിച്ചില്ല, പണവും ചോദിച്ചില്ല. യേശുവിനെ ഉയർന്ന മലയിൽ കൊണ്ടുപോയി പിശാച് ക്യാമറ വെച്ച് കാണിച്ചിട്ട് ഒന്ന് വണങ്ങിയേക്കാൻ. അതുപോലെ സാന്താറ്റ ഇഷ്ടം വണങ്ങാൻ. വണങ്ങാത്തവരുടെ സിസ്റ്റത്തിലേക്ക് ഒരു മെസ്സേജ് അയക്കും, വൈറസ് മെസ്സേജ്. അതിൻ്റെ പേരാ ഇൻ്റർനെറ്റ് മർഡർ. ഏഷ്യാനെറ്റ് അളകനന്ദ, PP ജെയിംസ് 24, മീഡിയ 1 നിഷാദ്, ഇവരെല്ലാം അടിക്കണം. ഇൻ്റർനെറ്റ് മർഡർ എന്നടിച്ചാൽ ബൈബിൾ സഹിതം അവർ കാണിച്ചു തരും. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക മെസ്സേജ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കടന്നു വന്നാൽ സിസ്റ്റം ചൂടാവും. മൈക്രോ പ്രോസസ്സർ ലാപ്ടോപ്പിലായാലും കമ്പ്യൂട്ടറിലായാലും അതിൻ്റെ താഴെ ബേസ് ബോർഡ്, ലിഥിയം ബാറ്ററിയിലൊക്കെ സ്പാർക്ക് അടിച്ചാൽ ഒരു ബൾബിൻ്റെ 240 വോൾട്ട് കഴിഞ്ഞിട്ട് സപ്ലൈ കയറി വന്നാൽ ദാണ്ട് ഈ ബൾബ് തെറിക്കുന്നത് പോലെ, ഇതിനകത്ത് ചെറിയ കണ്ണികൾ തെറിക്കുന്നത് പോലെ ഇങ്ക് സ്ക്രീനും അതിനകത്ത് പൊട്ടും. അത് മനുഷ്യൻ്റെ തലയിൽ പതിച്ചാൽ മരണമുറപ്പ്. തിരുവല്ലാമല തൃശ്ശൂർ ആദിത്യ എന്നൊരു പെൺകുട്ടി, ഒരപ്പനും അമ്മയ്ക്കും ഒരു മോൾ 8 വയസ്സുകാരി മൊബൈൽ പൊട്ടിത്തെറിച്ച് മരിച്ചു. കേരളം ഞെട്ടി. പോലീസുകാർ അന്ന് തൊട്ടാ പറഞ്ഞ ആവശ്യമില്ലാതെ മൊബൈൽ പോക്കറ്റിനകത്ത് പോലും ഇടരുത്, ചൂടാകാൻ സാധ്യത. കൃത്യസമയത്ത് ഇത് ചാർജ് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ അൺപ്ലഗ് ആയിട്ട് മൊബൈൽ തന്നെ എഴുതി കഴിയുന്നുണ്ട്. ഇപ്പോൾ സമയം കഴിഞ്ഞ് നിങ്ങൾ ചാർജ് ചെയ്യാൻ വെച്ചേക്കരുത്, ബാറ്ററി ചൂടാവാൻ സാധ്യത, അൺപ്ലഗ് യുവർ സർക്യൂട്ട്, അവർ തന്നെ എഴുതുക. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, വൈറസ് മെസ്സേജ് വന്നാൽ സിസ്റ്റം ഫെയിൽവറാകാൻ സാധ്യത. അതുകൊണ്ട് ഇന്നത്തെ കള്ളിക്കാട് പെട്രോൾ പമ്പിൽ സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ കമ്പനികൾ BSNL, ഐഡിയ, വോഡാഫോൺ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അറിയാത്ത മെസ്സേജുകൾ വന്നാൽ ഓപ്പൺ ചെയ്യരുത്. ചില രാജ്യങ്ങളിൽ നിന്ന് കോൾ വന്നാൽ എടുത്താൽ നിങ്ങളുടെ സിസ്റ്റം ഹാക്കാവും. പിന്നെ മൊബൈലിൽ യാതൊരു ഉപയോഗവും ഇല്ലാതെ വരും. അതുപോലെ അവസാന ദിവസങ്ങളിൽ ഇൻ്റർനെറ്റിൻ്റെ കൊലപാതകം എവിടെ വരും? പറഞ്ഞത് ഈ റോബോട്ടിനെ ഉണ്ടാക്കിയ ജെഫ്രി ഹിൻഡൻ. അങ്ങനെയെങ്കിൽ ഈ മൃഗത്തിൻ്റെ പ്രതിമ യെരുശലേമിൻ്റെ ദൈവാലയത്തിൽ വരുന്ന കാലവും വിദൂരമല്ല. അതുകൊണ്ട് ഇന്നലെ രാത്രി യഹൂദൻ ഒരു കാരണവശാലും പ്രതിമയെ വണങ്ങത്തില്ല. പുറപ്പാട് 24 മേലാകാശത്തിലും കീഴഭൂമിയിലും ഭൂമിക്കടിയിൽ വെള്ളത്തിലെയും യാതൊന്നിൻ്റെ വിഗ്രഹത്തെ ഉണ്ടാക്കരുത്. എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമ ഒരുപക്ഷെ ദേവാലയത്തിൽ വരുമ്പോൾ ഇതിനെ യഹൂദൻ വണങ്ങത്തിൽ. അവരുടെ കയ്യിലിരിക്കുന്ന പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണം അന്ന് യഹൂദൻ്റെ കഴുത്തിറക്കുന്നൊരു കാലം വരാറായി. അതാ മത്തായി 24 ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് കാണുമ്പോൾ മലകളിലേക്ക് ഓടിപ്പോടുന്ന കാലം. അങ്ങനെയെങ്കിൽ യെരുശലേമിൽ കൂട്ട നിലവിളി ഉയരും. യേശു പറഞ്ഞു മത്തായി 21:37, യെരുശലേമേ ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്റെ കുഞ്ഞുങ്ങളെ മറച്ച് കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സില്ലായിരുന്നു. ദൈവസഭ എടുക്കപ്പെടുന്നു, പീഡാകാലം. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ രാത്രി
മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ, അതിൻ്റെ പേരാ കമ്പ്യൂട്ടറിന് ഒരു പ്രത്യേക ആത്മാവ് കൊടുക്കാൻ അമേരിക്കക്കാർ ശരി, അതിൻ്റെ പേരാ ബ്ലൂ ബ്രെയിൻ. ആ ബ്ലൂ ബ്രെയിൻ വരുന്നതിന് മുമ്പിട്ട് ഇവിടെ ഒരു കളി വന്നായിരുന്നു, ബ്ലൂ വെയിൽ. അത് ആ കുഞ്ഞുങ്ങളെ മുഴുവൻ മരണത്തിലേക്ക് കൊണ്ടുപോയി. തൊട്ടടുത്ത് കാട്ടാക്കടയ്ക്കടുത്ത് നിങ്ങൾക്കറിയാം എവിടെയാണെന്നറിയാമോ? നേരെ പോങ്ങമൂടിനടുത്ത് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഒരു 80-ാം ക്ലാസ്സുകാരൻ കമ്പ്യൂട്ടറിനോട് ഗെയിം കളിച്ചാൽ തൂങ്ങി മരിച്ചത്. കാട്ടാക്കട മാർനല്ലൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ബ്ലൂ വെയിലിൻ്റെ കളി കളിച്ച് ഒരു 80-ാം ക്ലാസ്സുകാരൻ തൂങ്ങി മരിച്ച അതേ ബ്ലൂ വെയിൽ സംവിധാനം വരും, ബ്ലൂ ബ്രെയിൻ. അന്ത്യദിനങ്ങളിലേക്ക് അതൊക്കെ പ്രസംഗിച്ചാൽ സമയം കിട്ടത്തില്ല. അങ്ങനെയെങ്കിൽ പഴയ നിയമസഭയിൽ വിഗ്രഹാരാധന, ഇന്നലെ രാത്രി അത് പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്താ വിഗ്രഹാരാധന? മോശയോടുള്ള ബന്ധത്തിൽ സീനായുടെ മടിത്തട്ടിൽ പോയപ്പോൾ അഹരോനെ സഭയേൽപ്പിക്കുന്നു. അഹരോന്റെ ഉള്ളിൽ കാളക്കുട്ടിയ, ആ കാളക്കുട്ടി അവൻ വാർത്തെടുക്കുന്നു. മോശ മടങ്ങി വന്നപ്പോൾ ഇസ്രായേൽ ജനം കെട്ടഴിഞ്ഞ് കാളക്കുട്ടിയെ കുമ്പിടുന്നു. മോശ പറഞ്ഞൊരു കാര്യമുണ്ട്, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കലേക്ക് വരട്ടെ. അന്ന് രാത്രി പാളയത്തിനകത്തൊരു പട നടന്നു. 3000 പേർ പട്ടു വീണു. പഴയ നിയമ ആരാധനയിൽ വിഗ്രഹത്തെ സേവിച്ച 3000 പേർ പട്ടു വീണപ്പോൾ പുതിയ നിയമസഭയിൽ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഒരുവൻ ഉലകത്തിലേക്ക് വന്നു. കാൽവറിയുടെ കൊലക്കളത്തിൽ അവൻ പരമയാഗമായി. അതിനുശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം ശിഷ്യന്മാരുടെ നടുവിൽ അവൻ പാർത്തു. 40-ാം ദിവസം പോകുമ്പോൾ 10 ദിവസത്തെ വഴിദൂരമായി പെന്തക്കോസ് പെരുന്നാൾ വരുന്നു. 50-ാം ദിനം 120 പേർ സഹീവൻ മാളിക മുറിയിൽ മുട്ടുമടക്കി ദൈവത്തോട് 10 ദിനത്തെ വഴിദൂരം കരയുമ്പോൾ അതിൻ്റെ നടുവിൽ യോവേലിൻ്റെ പ്രവചനം നിവർത്തിയായി. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യുവാക്കൾ ദർശനങ്ങളെ കാണും. വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. മേലാകാശത്തിലും കീഴഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും. നാഥൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. കൃപായുഗം. ആ പ്രസംഗം കേട്ട് എത്ര പേർ? പത്രോസ്ലീഹയുടെ ഒറ്റ പ്രസംഗം പേർ 3000 പേർ കലക്കവെള്ളത്തിൽ കർത്താവിനെ സാക്ഷിച്ചു, വചനമേറ്റെടുത്തു. 3120 പേരാൽ ദൈവസഭ ആരംഭിക്കപ്പെട്ടു. പഴയ നിയമസഭ 3000 പേർ ആരാധനയിൽ വീണപ്പോൾ ആത്മാവിലും സത്യത്തിലും കരമുയർത്തി 3000 പേർ ദൈവസഭയോട് ചേർന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരുമെന്ന് ഇന്നലെ ബൈബിളുമായി ടച്ച് ചെയ്തു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കൾ പറയണം, മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ ലഭിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടും. ഒരിക്കൽ കൂടി ദൈവമക്കളെ, കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ കോവിഡിൻ്റെ മറവിൽ അന്ത്യകാല സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു. ഇന്നതിൻ്റെ 2ാം ഭാഗം അതാ മൈക്രോചിപ്പും എലോൺ മസ്കും ലോകം ഞെട്ടിയ കാഴ്ച. അതിനെ ബേസ് ചെയ്തായിരിക്കും ഈ രാത്രി ഇൻ്റർനെറ്റിൻ്റെ 2ാം ഭാഗം. 2 മുന്നറിയിപ്പുകൾ പറഞ്ഞുകൊണ്ട് ഈ രാത്രി വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലേക്ക്. ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ? പണ്ട് ഈ നമ്മുടെ കാട്ടാക്കട, അത് കഴിഞ്ഞ് കള്ളിക്കാട്, ഈ പട്ടകുളം, ഈ സ്ഥലങ്ങളിലെല്ലാം രാത്രിയിൽ കൊല്ലങ്ങളായി ഞാനിവിടെ പ്രസംഗിക്കുന്നത്. പണ്ട് ഞാനിവിടെ പ്രസംഗിച്ചിട്ട് പല ഭവനങ്ങളിലും ഇവിടെയുള്ള സഹോദരങ്ങളെല്ലാം എൻ്റെ സ്നേഹിതരാണ്. രാത്രി ഒരു ബസ് പോകുമായിരുന്നു, മായം എന്നൊക്കെ പറഞ്ഞ്, സ്വോത്രം പന്ത വഴി. ഇപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷം ആ ബസ്സും കാട്ടാക്കടക്കാർ കട്ട് ചെയ്ത്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ആ രാത്രി വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിലെ വണ്ടിയൊന്നുമില്ല. എനിക്കറിയാവുന്നേ, ഞാനിവിടെ കൺവെൻഷൻ കഴിഞ്ഞ് പലപ്പോഴും കട്ടൻ ചായ കുടിച്ച് വീട്ടുമുറ്റത്തിരിക്കുമ്പോൾ എല്ലാം ഞാൻ കാണുന്നതാണ്. പിന്നെ വെളുപ്പിന് 5:30-ക്കൊക്കെയാണ് വല്ലതും പോകുന്നത്. ഇന്ന് രാത്രി ഈ കള്ളിക്കാട് കാട്ടാക്കട വിട്, രാത്രി 12:30-ക്ക് നിങ്ങൾ റോഡിലിറങ്ങിയാലും വാഹനങ്ങൾ പടപടാ പൊക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ എവിടെയാണെന്നറിയത്തില്ല. കാറ് പോകുന്നു, തടിലോറി പോകുന്നു, വാഹനങ്ങൾ പോകുന്നു. വെള്ളറട വഴി വരുന്നു, കാട്ടാക്കട വഴിയായിരുന്നു. അത് മാത്രമല്ല, പണ്ടത്തെ കാലത്ത് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ കുറേ സമയം കഴിയും, 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ട്രെയിൻ. ആ സമയം പെൺകുട്ടി പാളത്തിൽ വെള്ളം ഒഴിക്കും, കുറേ ഒരു ചെറുപ്പക്കാരൻ വന്ന് ചുറ്റിയിലോട്ട് ജോയിൻറ്റിനടിക്കും. ഇതൊക്കെ അടിച്ചിട്ട് ആ ട്രെയിൻ പോകുന്നത്. ഇന്നൊന്ന് പോകുമ്പോൾ അതിൻ്റെ പുറകെ അടുത്തവൻ കാത്തേക്കുക, കൂകു കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി. സ്വോത്രം. അടുത്ത പോകാനായിട്ട് വന്ദേ ഭാരത്, തുരന്തോ എക്സ്പ്രസ്, ബുള്ളറ്റ് ട്രെയിൻ, പഴയ എയർപോർട്ട്, ശംഖുമുഖം. ഒരു രാത്രി 6 പ്ലെയിൻ വരും. 11 മണിക്ക് പ്ലെയിൻ എയർപോർട്ട് സ്റ്റാർട്ടാവും. 6 മണിക്ക് ശേഷം തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ആരുമില്ല. കുറേ പൂച്ചകളും കുറേ ടാക്സിക്കാരും ഒക്കെ അവിടെ കറങ്ങുമായിരുന്നു. സ്വോത്രം. പഴയ എയർപോർട്ടിൽ. ഇന്ന് ശംഖുമുഖം വിട്ട് ചാക്കയിൽ വരണം. ഫുൾ ടൈം രാത്രി മാത്രം 29 വിമാനങ്ങൾ ചാക്കയിൽ വന്നിറങ്ങുന്നു. മനുഷ്യൻ അങ്ങോട്ട് പഴയതിൽ എത്ര ഇറങ്ങുന്ന അറിയത്തില്ല. അമേരിക്കയിലൊരു വിമാനത്താവളം, അതിൻ്റെ പേരാ അറ്റ്ലാന്റയിലെ ജാക്സൺ അന്താരാഷ്ട്ര വിമാനത്താവളം. 12 റൺവേകൾ,
1 മിനിറ്റിൽ 2 വിമാനം, 2000 വിമാനം ആകാശത്തിലേക്ക്. ജാക്സൺ അന്താരാഷ്ട്ര വിമാനത്താവളം. മനുഷ്യനെവിടേക്ക്? അത് കഴിഞ്ഞ് എല്ലാ സംസ്ഥാനങ്ങളിലും അതിവേഗതയുള്ള മിന്നൽ ബസ്സുകൾ. 5 സ്റ്റോപ്പ് കൊണ്ട് കണ്ണൂരിൽ നിന്ന് പല ദിവസവും ഞാൻ കണ്ണൂരും കാസർഗോഡും പ്രസംഗിക്കും. രാത്രി 10 മണിക്ക് അവിടുന്ന് കയറിയാൽ 4 മണിക്ക് കോട്ടയത്ത് വരും. 5 സ്റ്റോപ്പ് കണ്ട് ഞാൻ കണ്ണടച്ചൊരു കട്ടനടിക്ക് വരുമ്പോഴത്തേക്ക് വണ്ടി കോട്ടയത്തെത്തി. എനിക്കും അറിഞ്ഞൂടെ മിന്നൽ ബസ് എങ്ങനെ പോകുന്നെന്നറിയത്തില്ല. അന്ത്യദിനങ്ങളിൽ 1 റോഡിനകത്ത് വാഹനങ്ങൾ, 2 ആകാശത്തിൽ വിമാനത്തിൻ്റെ ഹുങ്കാരം, മിനിറ്റ് കൊണ്ട് ട്രെയിൻ പാസ് ചെയ്യുന്നു, വേഗതയുള്ള ബസ്സുകൾ. ഇത് അന്ത്യദിനത്തിൽ വരുമോ? നഹൂം പ്രവചനം 2:4. രഥങ്ങൾ തെരുക്കളിൽ ചടിച്ചടി ചാടുന്നു, വീതികളിൽ അങ്ങുമിങ്ങും ഓടുന്നു, തീപ്പന്തങ്ങളെപ്പോലെ അത് കുതിച്ചു കൊണ്ടിരിക്കുന്നു, മിന്നൽ പോലെ പായുന്നു. അന്ത്യദിനം കോവിഡാനന്തര ലോകം മനുഷ്യരിത് ദർശിക്കുന്നു. രണ്ടാമത്തെ സംഭവമായി കോവിഡിനോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രി ഉലകത്തിൽ നടക്കുന്ന ഏറ്റവും നിർണായകമായ കാര്യം, ഏകദേശം 5 യുദ്ധങ്ങൾ നടക്കുന്നു സഹോദരങ്ങളെ. 1 ഇസ്രയേൽ ഗാസ, 2 ഇസ്രയേൽ സിറിയ, 3 ഇസ്രയേൽ ലബനോൻ, അതിനുശേഷം വീണ്ടും യുദ്ധം റഷ്യ ഉക്രൈൻ. ഇത് 4 നടക്കുമ്പോൾ ഇന്ന് രാത്രി ശാലേം ഗോസ്പൽ മിനിസ്ട്രീസിൻ്റെ മീറ്റിംഗ് നടക്കുമ്പോൾ യമനെ തകർക്കുവാൻ അമേരിക്കയും ബ്രിട്ടനും തയ്യാറെടുക്കുന്നു. സൗദിയിൽ അരംബഗോയ്ക്ക് ഭീഷണിയായി യമനിലെ ഹൂതി വിമതർ. അടുത്ത ദിവസങ്ങളിൽ കാണുന്നത് യമൻ്റെ മേൽ ആക്രമണം. ചൈന ഏത് സമയവും തൈവാനെ ആക്രമിക്കുവാൻ മുതിരുന്നു. ബൈബിളിനകത്തുണ്ടോ? ഇതെല്ലാം ഉലകത്തിൽ നടക്കും. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് കള്ളിക്കാട്ട ദൈവമക്കൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും. വി ആർ സേയിങ് ഇൻ ദ ഇന്റർപ്രിട്ടേഷൻ ഇൻ ദിസ് നൈറ്റ്, കൺട്രി ടു കൺട്രി, ദെൻ കാസ്റ്റ് ടു കാസ്റ്റ്. ആ കാസ്റ്റ് ഇന്ന് രാത്രിയും മണിപ്പൂർ. ആര് വിചാരിച്ചു? നമ്മുടെ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി അവിടെ പോയിട്ട് പോലും ഒരു രക്ഷയില്ല. കുക്കിയും മെയ്തയും നാഗയും ചുരാചന്ദ്പൂർ, ബിഷൻപൂർ, ഇമ്പാൽ താഴ്വര കത്തുന്നു. ജാതി ജാതിയോടും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭം. ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ മത്തായി 24:6-7 നമ്മുടെ ബൈബിളിലെ വാക്യങ്ങൾ കാണുമ്പോൾ ഒരു രാത്രി കൂടി കള്ളിക്കാട്ടിരിക്കുന്ന ദൈവമക്കൾ പറയണം, പ്രിയൻ്റെ വരവ് അടുത്തുപോയി. കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ നമ്മുടെ ബൈബിളും മീഡിയയും ഓൺലൈനും കാണുമ്പോൾ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കിടന്ന് അപ്പച്ചന്മാരും അമ്മച്ചിമാരും പ്രിയ കുഞ്ഞുങ്ങളും ഇന്ന് രാത്രി സ്വർഗമുഖത്തേക്ക് നോക്കി പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുവേ. പുസ്തകത്തിൻ്റെ വാക്കുകൾ അവസാനിക്കാറായി. നമ്മുടെ കാന്തൻ്റെ വരവ് ഏറ്റവും അടുത്തു പോയി. കള്ളിക്കാട് ദൈവമക്കളെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഏവർക്കും ബൈബിൾ തുറക്കാം. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം 2-ാമത്തെ വാക്യം. വളരെ സ്പീഡ് കുറഞ്ഞേ പ്രസംഗിക്കത്തോളൂ, കമ്പ്യൂട്ടറും ബൈബിളുമാ. വെളിപ്പാട് 15 2-ാമത്തെ വാക്യം. തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും കമ്പ്യൂട്ടറിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഒരിക്കൽ കൂടി, തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്ന്, മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോടും, ഒരു വാക്ക് കടത്തി, അതിൻ്റെ മുദ്രയോടും ജയിച്ചവർ കുഞ്ഞാടിൻ്റെ വീണകൾ മീട്ടിക്കൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്നത് ഞാൻ കണ്ടു. കണ്ണുകൾ ഒരു നിമിഷം കൂടി അടയ്ക്കാം. മഹത്വവാനായ ദൈവത്തിന് സ്തുതി കരേറ്റ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. പ്രിയ കുഞ്ഞുങ്ങളെ, എവിടെങ്കിലും കസേര ഒഴിവുണ്ടെങ്കിൽ അനേക ചെറുപ്പക്കാർ പുറകിൽ നിൽക്കുന്നു. നിങ്ങൾ 2 മണിക്കൂർ നിൽക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ കടന്നു വന്ന് വോളണ്ടിയേഴ്സ്, ശാലേം ഗോസ്പൽ മിനിസ്ട്രീസിലെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഫ്രണ്ടിൽ കസേര ഉണ്ടെങ്കിൽ ദയവേദ ബാക്കിൽ നിൽക്കുന്ന ചെറുപ്പക്കാരെ സഹായിക്കണം. ആ കസേര ഇട്ട് കൊടുക്കണം. നമ്മുടെ യോഗത്തിൽ 1-ാമത്തെ കാര്യം ചൂട് കാലാവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാവരും ഇരുന്ന് സമാധാനത്തിൽ പ്രസംഗം കേൾക്കണം. നിങ്ങൾ സഹകരിക്കണം.
ഇന്ന് രാത്രി കൂടെ നമ്മുടെ യോഗമുള്ളൂ. കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. ബഹുമാനപ്പെട്ട വോളണ്ടിയേഴ്സ് ആ കാര്യം ചെയ്യണം. എല്ലാ നല്ല ദാനങ്ങൾക്കായി ഈ രാത്രി നമ്മൾ ദൈവത്തെ വാഴ്ത്താം. കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി കർത്താവിൻ്റെ ദേശന്മാർ ഈ കള്ളിക്കാടിനെ, ഈ പട്ടകുളത്തിനെ, അതുപോലെ വീരണക്കാവിനെ, മൈലക്കരയെ, പന്തയും നിരപ്പുക്കാലയും കേന്ദ്രീകരിച്ച് ഓരോരോ ഗ്രാമങ്ങൾ തോറും സുവിശേഷ യോഗം നടക്കുകയും ഈ വർഷം കൃപയാൽ ഒരു യോഗവും കൂടെ നടത്തുവാൻ മഹാദൈവം ഇടയാക്കി. കോടാനുകൂടി സ്വോത്രം കരയറ്റുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും? മിച്ചപ്പണം കെട്ടിവെച്ചതിൻ്റെ മിടുക്കല്ല, കയ്യിൽ കുറെ കാശുണ്ടായതിൻ്റെ മിടുക്കല്ല, ആരെങ്കിലും കുറെ തന്നതിൻ്റെ മഹത്വമല്ല. ഇന്ന് രാത്രി ദേശമേ യഹോവയുടെ വചനം കേൾക്കുക എന്ന ദൈവമക്കളെ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ നിവർത്തിയായി 2024 മാർച്ച് മാസം ഒരു യോഗവും കൂടെ തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പോസ്തല പ്രവൃത്തി 1 ഏറ്റവും നിർണായകം. യേശു പറഞ്ഞു, കാര്യസ്ഥൻ്റെ ശക്തി, മഹത്വത്തിൻ്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ പട്ടണം വിട്ടു പോകുവാൻ. അപ്പോസ്തല പ്രവൃത്തി 2 വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പെന്തക്കോസ്ത് പെരുന്നാൾ അവർ കാത്തിരുന്നു. 120 പേരുടെ നടുവിൽ 3000 പേർ രക്ഷയുടെ പെട്ടകത്തിൽ കടന്നു. ആ ശക്തി പകരുവാൻ തുടങ്ങി. അപ്പോസ്തല പ്രവൃത്തി 3 നിങ്ങൾ മനസ്സിലാക്കണം. 9-ാം മണി നേരം സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി 2 പേർ പോകുന്നു. ആരാ? പത്രോസും യോഹന്നാനും. അതിൻ്റെ പിൻപിൽ ഒരുവനുണ്ട്. സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ ഗോപുരത്തിൽ അമ്മയുടെ ഉദരം മുതൽ കൊടുത്ത് മുടന്തനായി കിടപ്പുണ്ട്. അവൻ്റെ പ്രത്യേകത, കഴിഞ്ഞ 3.5 വർഷമായി പള്ളിപ്രമാണിമാർ അവനെ പുറത്തു കൊണ്ടുവരുന്നില്ല. അവരുടെ പേടി യേശു വരെ സൗഖ്യമാക്ക്. ഈ പള്ളിപ്രമാണിമാർ വിചാരിച്ചു യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയി. അവർ വിചാരിച്ചു അത്ഭുതം നടക്കത്തില്ല. പക്ഷേ ഈ ചെറുപ്പക്കാരനെ ദൈവാലയത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടിരുത്തി പ്രാർത്ഥനാ സമയത്ത് അഭിഷേകത്തിൻ്റെ കൃപ പ്രാപിച്ചവർ അവിടേക്ക് നടന്നു പോകുമ്പോൾ ഈ പൈതൽ ചോദിച്ചൊരു കാര്യമുണ്ട്, എനിക്ക് വല്ലതും തരണേ. മുട്ടുമടക്കി ദൈവദാസന്മാർ പറഞ്ഞു, കുഞ്ഞ്, ഞങ്ങളുടെ കൈ പൊന്നും വെള്ളിയും ഒന്നുമില്ല, എന്നാൽ ഞങ്ങളുടെ കയ്യിലൊന്നുണ്ട്, യേശുവിൻ്റെ വലിയ നാമം. ആ ചെറുപ്പക്കാരൻ്റെ കരങ്ങളിലേക്ക് ഈ കുഞ്ഞുങ്ങൾ പിടിച്ചപ്പോൾ അവൻ്റെ ശരീരത്തിനകത്ത് അഭിഷേകത്തിൻ്റെ ശക്തി ഇറങ്ങിയപ്പോൾ അവൻ്റെ കാലുകൾ ഉറയ്ക്കുവാൻ തുടങ്ങി, അവൻ്റെ നരയാണികൾ ഉറയ്ക്കുവാൻ തുടങ്ങി. ഇതുവരെ ആലയത്തിൻ്റെ മുമ്പിൽ ഭിക്ഷ യാചിച്ചവർ തുള്ളി ചാടി എഴുന്നേറ്റ് ദൈവാലയത്തിൽ കടന്നതുപോലെ 2024 ശാലോം ഗോസ്പൽ മിനിസ്ട്രീസിന്റെ കൺവെൻഷൻ ഈ അവസാന രാത്രി ഇവിടെ വെളിപ്പെടുമ്പോൾ, യേശുവിൻ്റെ വചനം ഇവിടെ ഇറങ്ങി വരുമ്പോൾ, ഇന്ന് രാത്രി ചില കുരുടായ കണ്ണുകൾ, ഈ രാത്രി ചില മുടന്തായ കാലുകൾ, ഇന്ന് രാത്രി പാപത്തിൻ്റെ കുഷ്ഠങ്ങൾ മാറി ദൈവജനം ദൈവസഭയിലേക്ക് കടന്നു വരുക, സത്യത്തിലും ആത്മാവിലും ആരാധിപ്പ ഒരു കൂട്ടം ജനത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വാർത്തെടുക്കുന്ന രാത്രിയാ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാദ പീഠത്തിലേക്ക് വരുന്നു. കഴിഞ്ഞ 3 രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച മഹാദൈവം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ടല്ലോ. ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുക. ഈ രാത്രി കരുണാമയനായ ദൈവത്തിൻ്റെ കരം ഈ രാത്രി ഇവിടെ വെളിപ്പെടട്ടെ. ഇന്ന് രാത്രി അങ്ങയുടെ ശബ്ദം അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്നു. അപ്പാ, അങ്ങയുടെ ശബ്ദം പെരുവെള്ളത്തിന് മീതെ മുഴങ്ങുന്നു. അങ്ങയുടെ ശബ്ദം കാദേശ് മരുഭൂവിനെ നടുക്കുന്നു. അപ്പച്ച, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന തിരുശബ്ദത്തിൻ്റെ ധ്വനി ഇന്ന് രാത്രി കള്ളിക്കാട് ഇവിടെ പെയ്തിറങ്ങുമ്പോൾ, ലെബനോനിലെ ദേവദാരുക്കളുടെ തോൽ ഉരിച്ചു മാറ്റിയതുപോലെ ഇന്ന് രാത്രി ചില മദ്യപാനികൾ കരമുയർത്തുക. ഇന്ന് രാത്രി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ കരമുയർത്തുക. ആത്മഹത്യക്ക് വേണ്ടി കള്ളിക്കാട് കാത്തിരിക്കുന്ന ചില കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി വീട്ടിനകത്ത് യേശുവിന് വേണ്ടി കരമുയർത്തുക. ഇന്ന് രാത്രി അങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തി ഇവിടെ വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ദേശത്ത് വ്യാപരിക്കുന്ന എല്ലാ അന്ധകാരക്കെട്ടുകൾ, എല്ലാ ദുഷ്ടന്റെ പോരുകൾ, എല്ലാ സാത്താന്യ ശക്തികൾ, എല്ലാ പാരമ്പര്യ ബന്ധനങ്ങൾ, എല്ലാ കുടിയിരുപ്പുകൾ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ രാത്രി അഴിഞ്ഞു മാറട്ടെ. ഇന്ന് രാത്രി ഉത്സവത്തിൻ്റെ മഹാദിനമായി ഒടുക്കത്തെ നാൾ എൻ്റെ നാഥൻ ചൊല്ലി, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ. എൻ്റെ ഉള്ളിൽ വിശ്വസിക്കുന്നവൻ്റെ അകത്ത് തിരുവെടുത്ത് ചൊല്ലുന്നത് പോലെ ഈ രാത്രി ജീവജലത്തിൻ്റെ നദി, അഭിഷേകത്തിൻ്റെ നദി, ഉണർവിൻ്റെ നദി, പുറപ്പാടിൻ്റെ നദി, അത്ഭുത രോഗശാന്തിയുടെ നദി ഈ രാത്രി ഒഴുകട്ടെ. ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ ചില കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ കള്ളിക്കാട് പെയ്തിറങ്ങി ആരാധനയുടെ വചനത്തിൻ്റെ ശക്തി ചില ദിവസങ്ങൾ ചില മുളകൾ പൊട്ടി ദൈവസഭയ്ക്ക് ആദായമുള്ള മക്കളായി തീരുവാൻ
ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിൻപിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് കാക്കണം. കള്ളിക്കാട്ട എല്ലാ ദേശനിവാസികളെയും തൊഴിലാളി സുഹൃത്തുക്കളെയും വ്യാപാരികളെയും എല്ലാ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ ദീപ ഓഡിറ്റോറിയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു ഓഡിറ്റോറിയം കൊടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് ജീവന്റെ വചനം ഇവിടെ ചൊരിച്ച് പ്രസംഗിപ്പാൻ കർത്താവെ കൃപ തന്നതിനായി സ്തോത്രം. മേൽക്കുമേൽ ഈ ഓഡിറ്റോറിയം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ ഇനിയും അനവധി യോഗങ്ങൾ നടക്കട്ടെ. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. അപ്പാ, കഴിഞ്ഞ രാത്രി പ്രസംഗിച്ചതിൻ്റെ മഹത്വമല്ല, കുറവും കുറ്റങ്ങളും ഉണ്ടെങ്കിലും കൃപാസനത്തിന് മുൻപാകെ വന്ന് ഒരിക്കൽ കൂടി നിലവിളിക്കുമ്പോൾ കരുണ കാണിക്കുന്ന കർത്താവ് ഈ രാത്രി അടിയനോട് കരുണ കാണിക്കണം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു ദൂത് പറയുവാൻ അടിയനെ ബലപ്പെടുത്തണം. ഞങ്ങളുടെ പേരും പ്രശസ്തിയും ഒന്നും ശാലേം ഗോസ്ബൽ മിനിസ്ട്രീസിന്റെ കൺവെൻഷനിൽ ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ഈ രാത്രിയും ഒരിക്കൽ കൂടി ഉയരണം. ശബ്ദം, വെളിച്ചം, പ്രകൃതിയെല്ലാം കാക്കും മക്കളെല്ലാം തിരുക്കരത്താൽ ഈ രാത്രി അനുഗ്രഹിക്കും. മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക്. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. കള്ളിക്കാട് ദൈവമക്കളുടെ സഹകരണത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്നലെ രാത്രി മുതൽ വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വേഗത കുറഞ്ഞേ പോകത്തുള്ളൂ. ഇത് ഗ്രഹിക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് അല്പ സ്പീഡ് താത്ത പ്രസംഗിച്ചാൽ ദൈവമക്കൾ പറയരുത് ദൈവദാസൻ എന്തെങ്കിലും പറ്റിയൊന്ന് സ്വോത്രം. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ എൻ്റെ സുഹൃത്തുക്കളെ കർത്താവിൻ്റെ വേലക്കാര് ഈ പ്രസംഗിക്കുന്നവർ അല്പം ഒന്ന് സ്പീഡ് കുറച്ചാൽ പറയും, ഓ പുള്ളിയുടെ പണ്ടത്തെ കൃപയൊക്കെ പോയി. വേണമെങ്കിൽ അച്ചായന്മാർ പറയും വീണ് പോയെന്നും പറയും. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് കമ്പ്യൂട്ടർ പ്രസംഗിക്കുന്നത് കൊണ്ട് ഇച്ചിരി താത്തയെ പ്രസംഗിക്കാൻ പറ്റൂ, മനസ്സിലാക്കണം. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു വിശുദ്ധ പുതിയ നിയമത്തിൽ 5 തലം: സുവിശേഷവും മശിഹാത്വവും ദാസത്വവും ദൈവത്വം പുത്രത്വം. 2 സഭയുടെ ചരിത്രം, അപ്പോസ്തല പ്രവൃത്തി. 3 വലിയ ലേഖനങ്ങൾ, 4 ചെറിയ ലേഖനങ്ങൾ. പുതിയ നിയമത്തിലെ ഏക രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം വിശുദ്ധ വെളിപ്പാട് പുസ്തകം. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ദൈവ കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണമെന്നൊരിക്കൽ കൂടി ഇന്ന് രാത്രി പൗലോസ് ലേഖ ധന്യൻ ചൊല്ലി 14 ലേഖനങ്ങൾ തിരുസഭയ്ക്ക് ആവിഷ്കാരമായി ഇതിനകത്ത് വരച്ച് കാട്ടി. പക്ഷേ അവൻ സുവിശേഷം എഴുതിയില്ല, പ്രവചനം എഴുതിയില്ല. അനുഗ്രഹിക്കപ്പെട്ട ലൂക്കോസ് വൈദ്യൻ അവനൊരു കാര്യം ചെയ്തു. 1 സുവിശേഷം എഴുതി, ലൂക്കോസിൻ്റെ സുവിശേഷം. 2 സഭയുടെ ചരിത്രം എഴുതി, അപ്പോസ്തല പ്രവൃത്തികൾ. സഭയുടെ ചരിത്രം എഴുതുവാൻ അവന് ഭാഗ്യം ലഭിച്ചു. പക്ഷേ അവൻ പ്രവചനം എഴുതിയില്ല. പക്ഷേ നമ്മുടെ യോഹന്നാൻ്റെ പ്രത്യേകത ബൈബിൾ കരങ്ങളിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. യോഹന്നാൻ്റെ പ്രത്യേകത 3 തലങ്ങളിൽ അവന് കരം വെക്കുവാൻ ദൈവം കൃപ കൊടുത്തു. 1, അവൻ സുവിശേഷത്തിൻ്റെ ഏടുകൾ എഴുതി. സുവിശേഷം യോഹന്നാൻ തുടങ്ങുന്നത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കാനാവിലെ കല്യാണ വീട് മുതൽ ലാസറിൻ്റെ കല്ലറ വരെ യാത്ര ചെയ്യുന്ന ഗംഭീരനാദത്തമായ കുഞ്ഞാടിനെ പരിചയപ്പെടുത്തുന്നു സുവിശേഷം. 2, അവൻ 3 തലങ്ങളിൽ ഉപദേശം എഴുതി. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. സുവിശേഷത്തിൻ്റെ അതിർവരമ്പുകൾ, നിത്യരക്ഷ അലക്ഷ്യമാക്കുന്ന കുഞ്ഞുങ്ങളുടെ ന്യായവിധി എഴുതി. 3, പുതിയ നിയമത്തിലെ ഏക രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം വിശുദ്ധ വെളിപ്പാടും യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി. ഇന്ന് രാത്രി യോഹന്നാനെ ശാലേം ഗോസ്ബൽ മിനിസ്ട്രീസിൻ്റെ കൺവെൻഷൻ കൊണ്ടുവന്നിട്ട് വയോധികനായ അപ്പച്ചനോട് കണ്ണപുടത്തിലേക്ക് നോക്കിക്കൊണ്ട് മുഖത്ത് ചിന്തിച്ചുകൊണ്ട് ചോദിക്കണം, അപ്പച്ചാ സുവിശേഷം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? അല്ല, ഉപദേശത്തിൻ്റെ ലേഖനത്തിൻ്റെ മൊഴിമുത്തുകളായി ദൈവസഭയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ എങ്ങനെ ലഭിച്ചു? അഥവാ വരാൻ പോകുന്ന പ്രവചന ദൂത് എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? അപ്പച്ചൻ പറയുന്നൊരു കാര്യമുണ്ട് കുഞ്ഞുങ്ങളെ, അന്ത്യം വരെ അവൻ്റെ കാൽപാദത്തിങ്കൽ കാൽവരുടെ കൊലക്കളത്തിൽ ഞാൻ ചേർന്നിരുന്നത് കൊണ്ട് എനിക്ക് സുവിശേഷം എഴുതുവാൻ ദൈവം കൃപ ചെയ്തു. എനിക്ക് ലേഖനം എഴുതുവാൻ ദൈവം കൃപ ചെയ്തു. പ്രവചനം എഴുതുവാൻ കൃപ ചെയ്തു. അപ്പച്ച, അമ്മച്ചി, കൂട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം മാറും. എന്നാൽ അന്ത്യം വരെ കാൽവറി ദർശനം കണ്ടവൻ്റെ അകത്ത് സുവിശേഷത്തിൻ്റെ ധ്വനികൾ കൊടുക്കുവാൻ, കാൽവറിയുടെ ദർശനം അകത്തളത്തിൽ ചലിച്ചവൻ്റെ അകത്ത് ലേഖനത്തിൻ്റെ ധ്വനി കൊടുക്കുവാൻ, അതിൻ്റെ അപ്പുറത്ത് വരാൻ പോകുന്ന കാലത്തിൻ്റെ ധ്വനി കൊടുക്കുവാൻ ഇന്ന് രാത്രി മാറോട് ചേർന്നിരിക്കാൻ പറ്റിയത് ഒന്നേ ഉള്ളൂ, കാൽവറി മല. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രിയെ അതിൻ്റെ പ്രത്യേകത, ആ കാലഘട്ടത്തിൽ ഇന്നലെ രാത്രി റോമൻ്റെ കൈസർമാർ, കള്ളിക്കാടൻ്റെ കൂട്ടുവേലക്കാർ, കർത്താവിൻ്റെ ദാസന്മാർ, നമ്മൾ പുറത്തെ ചരിത്രം ഒന്ന് പഠിക്കുമ്പോൾ അന്നത്തെ കാലത്ത് സുവിശേഷ വേലയിൽ നിൽക്കുന്ന ദൈവമക്കൾ, കള്ളിക്കാട് ഒരു ചെറുപ്പക്കാരൻ സുവിശേഷ വേലയിൽ യേശു രക്ഷകനെന്ന് പ്രതിപാദിച്ചാൽ അന്നത്തെ കാലത്ത് ഇവിടെ കൊണ്ടു റോമിൻ്റെ 2 തിയേറ്ററുകളുണ്ട്, കാറ്റക്കൊമ്പ് കൊലോസിയോ. ആ കാറ്റക്കൊമ്പ് കൊലോസിയം രാത്രി പാർട്ടി നടക്കുന്നത്, വന്യമൃഗങ്ങളെയും അതുപോലെ പരിപാടി നടക്കുക. ഇന്ന് നമ്മുടെ ബിജു ബ്രദർ ഇവിടെ നല്ല ലൈറ്റുണ്ട്, അവിടെ ലൈറ്റില്ല. വഴിവക്കൽ പ്രസംഗിക്കുന്ന ഉപദേശിയെ കൊണ്ട്
തൂണോട് കെട്ടി നിർത്തും. എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ. അതിനുശേഷം സായം സന്ധ്യയിൽ അവൻ്റെ തലയിൽ ഒരു മൺചട്ടി വെക്കും. കൽക്കരിയുടെ തുണ്ടുകൾ അതിനകത്ത് വാരി വിതറും. 11 മണിക്ക് ശേഷം രാത്രി പാർട്ടി നടക്കുമ്പോൾ മണ്ണെണ്ണ കൊണ്ട് തലയിലൊഴിക്കുമ്പോൾ പെരിയ തീ അങ്ങോട്ട് കൊടുക്കുമ്പോൾ പടപടാ തലയിൽ നിന്ന് ചട്ടിയിലേക്ക് തീയിറങ്ങി വെന്ത് തുടങ്ങും. മുഖം വെന്ത് ശരീരം വേവാൻ തുടങ്ങുമ്പോൾ അവനെ അഴിച്ചുവിടാൻ ആരുമില്ല. മാതാവേ പിതാവേ, ആ ജയിലിൻ്റെ അറയ്ക്കകത്ത് വെച്ച് ആരും അറിയാതെ ഒരു ശബ്ദം അവൻ്റെ നാവിൽ കൂടി ഇറങ്ങി വരും. മാറാനാഥ യേശുവേ വരണമേ. അങ്ങനെ തൂണോട് വെന്തെറിഞ്ഞ ഭക്തന്മാരുടെ കരസ്പർശനത്താൽ പിടിക്കപ്പെട്ട വചനവ ഇന്ന് രാത്രി നമ്മുടെ കരങ്ങളിലിരിക്കുന്നത്. അകത്തളങ്ങൾ ചരിത്രത്തിലേക്ക് പോയ കള്ളിക്കാട് ഒരു ദൈവഭക്തൻ വചനത്തിൻ്റെ ദൂത് എവിടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് റോം ഒരു കാര്യം ചെയ്യും. എന്താ ചെയ്യുന്ന? നെയ്യാറിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു മരം കാണ്. 2 മരത്തിൻ്റെ ചില്ലുകൾ പടപട കൂട്ടിയടിപ്പിക്കും വടം കൊണ്ട്. ഒരു സഹോദരി മീൻ കീറുന്നത് പോലെ പടയാളികൾ തല കീഴായി അവനെ കാലുകൾ ചെറിയ ചില്ലക്കകത്ത് ബന്ധിക്കും. കുഞ്ഞു ചില്ലകളിൽ ബന്ധിച്ചതിന് ശേഷം മേളിലിരിക്കുന്ന വടത്തിൻ്റെ കെട്ടുറപ്പ് നോക്കിയിട്ട് ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ഒരു വിസിലടിക്കുമ്പോൾ ഒരുവൻ വടമഴിച്ചു വിടും. അല്ലോ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ വടമഴിച്ചു വിടുമ്പോൾ ചില്ലകൾ 2 ഭാഗത്തേക്ക് മാറുമ്പോൾ ഒരു സഹോദരി മീൻ കീറുന്നത് പോലെ ശരീരം 2ആയി കീറും. ശരീരം വിണ്ട് കീറാൻ തുടങ്ങുമ്പോൾ ഒരു ശബ്ദം മരത്തിൻ്റെ ചില്ലകൾ കേൾക്കും. മാറാനാഥ യേശുവേ വരണമേ. തീർന്നില്ല. ഇവിടെ സുന്ദരമായ റോഡ്, ഈ കള്ളിക്കാട് കുറ്റിച്ചൽ, ഈ അടുത്ത സമയങ്ങളിൽ ടാറിട്ട നല്ല മനോഹരമായ റോഡ്, അല്ലെങ്കിൽ വാഴിച്ചൽ റോഡ്. ആ കാലത്ത് വഴിവെക്കിനകത്ത് നിൽക്കുന്ന ഒരു ഉപദേശി നല്ല സത്യസുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞാൽ റോമിൻ്റെ പടയാളികൾ അദ്ദേഹത്തെ പിടിക്കും. ടാർപ്പാട്ട നല്ലതുപോലെ ചൂടാക്കുക, എന്നിട്ട് തലയുടെ അളവെടുക്കുക, എന്നിട്ട് ചൂടായ പാട്ടയുടെ അകഭാഗം പ്രത്യേകിച്ച് അങ്ങ് വെട്ടിയെടുക്കുക തലയുടെ അളവിൽ. എന്നിട്ട് എന്തോ ചെയ്യുമെന്ന് ഉപദേശിയുടെ തല അതിനകത്ത് നേരെ നിർത്തി കുത്തനെ കുത്തിക്കേറ്റ് തല അകത്തായി കഴിയുമ്പോൾ പാട്ടമറിക്ക്. പാട്ടയും ഉപദേശിയുടെ റോഡിനകത്താ. പിന്നെ അതിവേഗത്തിൽ ഉരുട്ടിവിടും. ഈ ടാർപ്പാട്ടയ്ക്കകത്ത് ശരീരം മുഴുവൻ തലഭാഗം ടാർ കൊണ്ട് വേവുമ്പോൾ കാല് കമ്മട്ടമടിക്കുമ്പോൾ ആരും കേൾക്കാത്തൊരു ശബ്ദം തകരം കേട്ടുകൊണ്ടിരിക്കും. മാറാനാഥ യേശുവേ വരണമേ. അമ്മച്ചി, ഇത് സുവിശേഷമാ, മനസ്സിലാക്കണം. 4ാമത്തെ ഭാഗമായി ആ കാലഘട്ടത്തിൽ ഒരു ഉപദേശിയെ കിട്ടിക്കഴിഞ്ഞാൽ അവരൊരു കാര്യം ചെയ്യും, കാരാഗ്രഹത്തിൽ കൊണ്ടുപോകും. ഉപദേശി അവിടെ കിടത്തിയതിന് ശേഷം നല്ല ഹോസ് എടുക്കുക, വെള്ളം വായ്ക്കകത്ത് പമ്പ് ചെയ്യും. താഴോട്ട് വരത്തില്ല, നേരെ ഇറങ്ങും. നമ്മുടെ കള്ളിക്കാട് ഭാഷയിൽ അവൻ്റെ പള്ള വീർത്തു തുടങ്ങും. പള്ള വീർത്ത് തുടങ്ങാൻ ഓർഗൻസ് ഫെയിലുവറ. അവൻ അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ കൈകാലുകൾ ബന്ധിക്കും. ആ കാരാഗ്രഹത്തിൻ്റെ ഒരു സേനാധിപൻ ഒരു കുതിരയുമായിട്ട് പടപടാ ഓടി വരും. പടപടാ സ്പോർട്സിൻ്റെ കുതിര ഓടുന്നത് പോലെ ഓടി വരുന്ന കുതിരയുടെ വലങ്കാലുകളുടെ കുളമ്പടി ഉപദേശിയുടെ പള്ളഭാഗത്ത് ചവിട്ടു. ആ സമയത്ത് വയറും കുടൽമാലയും പൊട്ടു. റോമൻ്റെ ചരിത്രം. ആ സമയത്ത് ഞെട്ടി ഉണരും ഉപദേശി. അവസാന ശാസ്ത്രത്തിൽ കാണുന്നത് കുതിരയുടെ കുളമ്പ്, സൈന്യാധിപൻ്റെ ബൂട്ടും കാണുമ്പോൾ ഉപദേശി ആ കടക്കയിൽ നിന്നൊരു കാര്യം പറയും. മാറാനാഥ യേശുവേ വരണമേ. മാതാവേ പിതാവേ അപ്പച്ച അമ്മച്ചി സഹോദര നാട്ടുകാര്, ഇന്ന് രാത്രി നമ്മുടെ കരങ്ങളിൽ ഈ വചനം വരുവാൻ കാരണം ആരുടെയൊക്കെയോ തല ടാർപ്പാട്ട, ആരുടെയൊക്കെയോ തല കാരാഗ്രഹം, ആരുടെയൊക്കെയോ ശരീരഭാഗങ്ങൾ മരത്തിൽ തൂങ്ങിയത് കൊണ്ട് ഇന്ന് രാത്രി ജീവന്റെ വചനം നമ്മുടെ കരങ്ങളിലെത്തിയത്. എത്ര പീഡ അനുഭവിച്ചതിന് ശേഷം സത്യസുവിശേഷം എത്തിയത്. അതിൻ്റെ നിവൃത്തിയായി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ആസിയയിലെ 7 സഭകൾക്ക് വേണ്ടി ലേഖനം എഴുതിക്കൊണ്ട് സുവിശേഷത്തിൻ്റെ ധ്വനികൾ കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ 1ാമത്തെ ശിക്ഷ. അതിൻ്റെ നടുവിൽ നിന്ന് യോഹന്നാൻ ഹല്ലേലൂയ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നു. അവനെ എവിടെ കൊണ്ടുവന്നു? എഫെസോസ് സഭയിൽ വിട്ടുപോയി. ഡൊമീഷ്യൻ്റെ പടയാളികൾ യാത്രയായി. എവിടെ ചെന്നു? അവിടെ ചെന്ന് ഡൊമീഷ്യൻ ചക്രവർത്തിയോട് പറഞ്ഞു, എൻ്റെ സാറേ, ഈ മനുഷ്യൻ്റെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്ത് മുതൽ അടിവയർ ഒരു വാൾ കൊണ്ട് കീറിയിട്ട് അദ്ദേഹത്തെ കൊല്ലുവാൻ കഴിഞ്ഞില്ല. ഡൊമീഷ്യന് വലിയ തീവ്രതയായിപ്പോയി. പറഞ്ഞ് നിങ്ങൾ പൊക്കോ, അടുത്ത ശിക്ഷാവിധി തരാം. എന്താ സംഭവിച്ചത്? 4 ദിവസം കഴിഞ്ഞ് പടയാളികൾക്ക് അടുത്ത കൽപ്പന കിട്ടി. എന്താ കൽപ്പന കിട്ടിയെന്നറിയാം? യോഹന്നാൻ ഉപദേശിച്ച കൈകാലുകൾ ബന്ധിച്ച് തിളയ്ക്കുന്ന കുട്ടകത്തിനകത്ത് എണ്ണയ്ക്കകത്ത് വലിച്ചെറിയണം. വെള്ളം 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. സഹോദരങ്ങൾ ശ്രദ്ധിക്കുക, എണ്ണ 400 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് കത്തുന്നത്. അതുകൊണ്ടായി സാധനങ്ങൾ ഇടുമ്പോൾ പൊള്ളിങ് വരുന്നത്. ആ എണ്ണയ്ക്കകത്ത് വലിച്ചിടുക. പ്രഭാതത്തിൽ 5:30 മണിയോടെ കുതിരകളുമായി പടയാളികൾ വീണ്ടും വന്നു. അപ്പോസ്തലനായ യോഹന്നാനോട് പറഞ്ഞു, അപ്പച്ചോ ഇന്ന് ലാസ്റ്റ് ഡേ, നാട്ടുകാരെ കാണാനുണ്ടോ, ബന്ധുക്കാരെ കാണാനുണ്ടോ, അല്ലെങ്കിൽ നല്ല ഫുഡെങ്ങാനും കഴിക്കാനുണ്ടോ? അപ്പച്ചൻ ചോദിച്ചു, എന്താ കാര്യം ഒന്ന് പറയുമോ? അപ്പോൾ പറയാം, താങ്കളെ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് വലിച്ചിട്ട് കൊല്ലുക.
കൊല്ലുവാനാ. ഈ അപ്പച്ചൻ്റെ മുഖത്തൊരു മന്ദസ്മിതം. പടയാളികൾ ചോദിച്ചു, എന്താ അപ്പച്ച മുഖം ഒരു വല്ലാത്ത മന്ദസ്മിതം, മരണം അടുത്തു പോയല്ലോ. അപ്പം പറഞ്ഞ കാര്യമുണ്ട്, എനിക്കൊരു ഭയവുമില്ല കുഞ്ഞ്. നിന്റെ ചക്രവർത്തി ഈ കൽപ്പന തരുന്നതിന് മുമ്പ്, നെബൂഖദ്നേസർ എന്ന് പറയുന്ന ബാബേലിൻ്റെ ചക്രവർത്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിടിച്ചു കുഞ്ഞ് ദുരാസു സമഭൂമിയിൽ ഒരു ബിംബമുണ്ടാക്കി. ശദ്രക്കും മേശക്കും അബേദ്നെഗോഗ് ആ ബിംബത്തിൻ്റെ മുൻപിൽ നമസ്കരിക്കാത്തവരെ തീജ്വാലയ്ക്കകത്ത് വെണ്ണീറാക്കുവാൻ പദ്ധതി വെച്ചപ്പോൾ അതിൻ്റെ നടുവിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കരമുയർത്തി ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലുമില്ലെങ്കിലും രാജാവുണ്ടാക്കിയ ബിംബത്തെ വണങ്ങത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അഡ്വാൻസായി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി ദുരാസു ഇറാഖിൻ്റെ മരുഭൂമിയിൽ ഇറങ്ങി തീജ്വാലയ്ക്കകത്ത് അവരെ കരം പിടിച്ചു പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഞാൻ ആരാധിക്കുന്ന കർത്താവിനറിയാം എൻ്റെ കാര്യം. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നു? പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറിപ്പോയാൽ, കുന്നുകൾ നിന്റെ മുമ്പിൽ നീങ്ങിപ്പോയാൽ, ഇന്ന് രാത്രി വിളിച്ച ദൈവത്തിൻ്റെ ദയ എത്ര പേർക്ക് ഈ രാത്രി കാര്യം മനസ്സിലാവും? ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം, താമ്രക്കഥകളെ വെട്ടിമാറ്റുന്ന ദൈവം, നിനക്ക് മുമ്പായി ദൂതനെ അയക്കുന്ന ദൈവം. സ്തോത്രം. ഇതിൻ്റെ പേരമാ വിശ്വാസം. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ പൂർണ്ണത. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തതെന്നറിയാമോ? ഈ പാവപ്പെട്ട മനുഷ്യനെ എവിടെ കൊണ്ടുപോയി? കാരാഗ്രഹത്തിനകത്ത്, കുട്ടുകത്തിനകത്ത് കൊണ്ടുപോയി കൈകാലുകൾ ബന്ധിച്ച് പടയാളികൾ ഈ കുട്ടുകത്തിനകത്ത് ചുറ്റും നിൽക്കുക. എണ്ണയ്ക്കകത്ത് ഈ മനുഷ്യൻ ചില നിമിഷങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു തോണ്ടിയെടുത്തവൻ്റെ ശരീരത്തിൻ്റെ അസ്ഥികഷങ്ങളെല്ലാം വലിച്ചു പറക്കി എവിടെങ്കിലും കൊണ്ടുപോയി അടക്കുവാനാ. ചില നിമിഷങ്ങൾ കഴിഞ്ഞു. അത് ബൈബിളിനകത്തും പുറത്തും രേഖപ്പെടുത്തി. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കുട്ടുകത്തിനകത്ത് വീണേ അപ്പച്ചൻ ചോദിച്ചു, മക്കളെ കയ്യിൽ വല്ല ബ്ലാങ്കറ്റോ വല്ലതും ഇരിപ്പുണ്ടോ? പടയാളികൾ ചോദിച്ചു, എന്താ കാര്യം? ഇതിനകത്ത് നല്ല തണുപ്പുണ്ട്, എനിക്ക് ഇതിനകത്ത് കിടക്കാനാണ്. സ്വോത്രം. ആയുർവേദ ആശുപത്രി ട്രീറ്റ്മെൻറ്റിനകത്ത് എണ്ണത്തോണി കിടക്കുന്ന പോലെ കിടക്കാൻ പോകുന്നു. സ്വോത്രം. പടയാളികൾ വിചാരിച്ച് ഇദ്ദേഹം എന്താ പറയുക? ഇന്ന് രാത്രി മരണം കാണാൻ നിന്റെ ചുറ്റും ഒരു കൂട്ടം കാത്തു നിൽക്ക്. നീ കുട്ടുകത്തിനകത്ത് എഴുന്നേറ്റ് വരത്തില്ലെന്ന് ലോകം പറഞ്ഞെന്നിരിക്കുക. എന്നാൽ കാൽവറി ദർശനം കണ്ടവന്, അവൻ്റെ മാറോട് ചേർന്നിരുന്നവന്, അന്ത്യം വരെ അവൻ്റെ രക്തത്തിൻ്റെ തുള്ളിയുടെ മണം അവൻ്റെ മൂക്കിനകത്ത് ഇറങ്ങിയവനെ തകർക്കുക ലോകത്തിലെ ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി അമ്മമ്മ പറഞ്ഞാട്ടെ, ആശുപത്രിയുടെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഡോക്ടർ വന്ന് പുറത്ത് നിൻ്റെ ബന്ധുക്കളോട് പറയും ഇനി ഡെഡ് ബോഡിയാ പുറത്ത് വരുന്നതെന്ന്. ഇന്ന് രാത്രി സഹോദര പറഞ്ഞാട്ടെ, ആശുപത്രിക്കാർ എഴുതി വെച്ചേക്കും നിൻ്റെ വീട്ടുകാരോട് പാലിയേറ്റീവ് കെയർകാർ പറയും ഇനി ഒരു 30 ദിവസം കൂടെ കഷ്ടിച്ച് കാണുമെന്ന്. നെവർ നെവർ. ഇന്ന് രാത്രി നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ഏത് കിടക്കകത്ത് കിടന്നാലും, ഏത് കുട്ടുകത്തിനകത്ത് കിടന്നാലും, ഏത് വെന്റിലേറ്ററിനകത്ത് നീ കിടന്നാലും നിന്റെ പിൻപിൽ ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ കിടക്കുന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റ് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി വചനവുമായി ഇറങ്ങി തിരിച്ച കാലത്ത്, എൻ്റെ സഭയ്ക്കകത്ത് ഞാൻ കരഞ്ഞ കാലത്ത്, ദൈവദാസൻ എൻ്റെ കണ്ണുനീര് കണ്ട് ഉപവസിച്ച കാലത്ത്, വെളുപ്പിന് 5:30 എഴുന്നേറ്റ് മനമേ പക്ഷിഗണങ്ങെ പാടിയിട്ട് അമ്മാമ്മ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മറുപടി എൻ്റെ വീട്ടിൽ വരൂ എന്ന് രാത്രി ദൂതേറ്റെടുക്കുന്നവർക്ക് രാത്രി ഇന്ന് പകൽ മുഴുവൻ വന്ദനം യേശുവരെ പാടി ദൈവത്തെ സ്തുതിച്ച് പഴങ്കഞ്ഞിയും കഞ്ഞിയും കുടിച്ച നാളിൽ കരഞ്ഞ പ്രാർത്ഥനയുടെ മറുപടി. കള്ളിക്കാട് നിന്റെ വീട്ടിനകത്ത് ഇറങ്ങി വരുന്നവർ ഏത് കുട്ടുകത്തിനകത്ത് കടന്നാൽ നിന്റെ മരണം കാണാൻ രോഗശക്തി നിന്റെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ പരിശ്രമിച്ചാലും, ഒരുപക്ഷെ കത്രിക നിന്നെ പൂട്ടിക്കളയാമെന്ന് സർജറി യൂണിറ്റിൽ പറഞ്ഞാലും, അതിൻ്റെ നടുവിൽ നിന്ന് എന്നെ കരം പിടിച്ച് പുറത്തു കൊണ്ടുവരുക. ഇന്ന് രാത്രി യോഹന്നാന് വേണ്ടി കുട്ടുകത്തിനകത്ത് ഇറങ്ങി വന്ന് വിടുവിച്ച കര 2024 മാർച്ച് മാസം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി സാധാരണ പുസ്തകമല്ല. ബൈബിൾ അങ്ങനെ ആരും അധികം പ്രതിപാദിച്ച് പറയാറില്ല. ബൈബിളിനകത്ത് 8000 പ്രോമിസ് ഉണ്ട്. വാഗ്ദത്തം. ഇന്നലെ ഞാൻ ദാവീദിനെ പറ്റിയാ പറഞ്ഞ്. പലരും പഴയ നിയമം എന്ന് പ്രസംഗിക്കുന്നതുമില്ല. എന്നാൽ വേറൊരുവനുണ്ട്, അവൻ്റെ പേരായിരുന്നു യോസഫ്. എത്ര പേർക്ക് അവനെ അറിയാം? ഇന്ന് രാത്രി സമാപിക്കുന്നത് യോസഫിൻ്റെ രഥങ്ങളിൽ കൊണ്ടുവരാം. അബ്രഹാമിനൊരു സന്തതി ഉണ്ടായിരുന്നു ഇസഹാക്ക്. ഇസഹാക്കിനൊരു സന്തതി ഉണ്ടായിരുന്നു യാക്കോബ്. യാക്കോബിൻ്റെ തലമുറയായി അവസാനകാല സന്തതിയായ യോസഫിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത എന്നറിയാമോ? സ്തോത്രം. അവൻ്റെ പ്രത്യേകത, ഞങ്ങളുടെ ഉപദേശമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പൻ്റെ ചെവി ചെന്ന് നുണ പറയും. ഞങ്ങളുടെ ഉപദേശമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ സെൻട്രപ്പച്ചനോട് കൊച്ചുഭാഷമാർ നുണ പറയുന്നല്ലോ, നുണ പറയുന്നൊരു പരിപാടിയായിരുന്നു യോസഫിൻ്റെ. അതുകൊണ്ടാണ് അവനൊരു നല്ല കുപ്പായം കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് കാട്ടാക്കട ഉപവാസത്തിന് പോയി ഒരു ദർശനവും കിട്ടി. ആ സമയത്ത് ഈ ദർശനക്കാരനായി കുപ്പായക്കാരനായി അപ്പൻ്റെ പ്രിയ മകനായി അന്നാണ് ഈ കോവിഡ് അഞ്ഞടിച്ചത്. ചേട്ടന്മാരെല്ലാം കൂടെ എവിടെ പോയെന്നറിയാമോ? 6 കാണി 10 കാണി ആടിനെ മേയ്ക്കാൻ പോയി. ഡാമിലെ പോലീസുകാർ പെർമിഷൻ കൊടുക്കുകയല്ല. 3 മാസമായി
കോവിഡ് 33,000 25,000 8,000 ആയപ്പോൾ യോസഫ് ഓൺലൈനിൽ കൂടെ ഒരു പെർമിഷൻ നോക്കി. ആ പെർമിഷൻ കൊടുത്ത് എന്തായാലും യോസഫ് കള്ളിക്കാട് നിന്ന് എന്തോ ഇതെന്നറിയാമോ, പെട്ടിയാട്ടോ പിടിച്ച് അരി പലോഞ്ഞണോ ഇതുമായിട്ട് എവിടെ പോയെന്നറിയാമോ, നേരെ 6 കാണി 10 കാണി ഗണപതിക്കല്ല് മലയിലെ ഓട്ടി യാത്ര. കള്ളിക്കാട് നിന്ന് പോയി ഏകദേശം അമ്പൂരി മല കയറിയപ്പോഴേ ചേട്ടന്മാരുടെ ബൈനോക്കുലർ തെളിഞ്ഞു. സ്വോത്രം. ചേട്ടന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, അവനെ വെച്ചുകൊണ്ടിരുന്നാൽ അപ്പൻ്റെ ഓഹരി ഒന്നും കിട്ടത്തില്ല, നമ്മളെ ഇവ ശരിയാക്കും, അതുകൊണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് കാര്യം റെഡിയാക്കാം. ഞങ്ങളുടെ പാസ്റ്റർമാരുടെ ഭാഷയിൽ പറഞ്ഞ സ്ഥലം മാറ്റം വരട്ട്, ഇവനെ ഞങ്ങൾ ഒതുക്കാം. സന്തോഷമില്ലല്ലോ? അതുപോലെ ചേട്ടന്മാരെല്ലാം കൂടെ എന്ത് ചെയ്തെന്നറിയാമോ, അവിടെ വെച്ചൊരു പരിപാടി ചെയ്തു. വരുന്ന യോസഫിൻ്റെ കയ്യിൽ നിന്ന് അരിയും പലോഞ്ഞണോ എല്ലാം മേടിച്ചു. പെട്ടിയാട്ടോടെ കാറ്റും തുറന്നു വിട്ടു. പാവപ്പെട്ട യോസഫിനെ ഇവിടെ ഗണപതിക്കല്ലിൽ നല്ല കുളമുണ്ടായിരുന്നു, നല്ല കിണർ, അതിനകത്തോട്ട് തള്ളി അങ്ങിട്ടു. ആ കിണറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ, അതിനകത്ത് പല്ലിയും പാമ്പും ചേരയുടെ വാറ്, അത് കഴിഞ്ഞ് ചെരുപ്പിൻ്റെ വാറുമോ. ചേട്ടന്മാർ വിചാരിച്ചു ഒരു മരണ ഫേസ്ബുക്ക് പോക്കും വാട്സപ്പും അടിച്ച് ആദരാഞ്ജലികൾ ഞങ്ങളുടെ അനിയൻ മരിച്ചു പോയെന്ന്. സ്വോത്രം. നാട്ടിൽ മൊത്തം ഓട്ടിച്ചു. എന്നാൽ വാഗ്ദത്തമുള്ളവൻ പൊട്ടക്കിണറ്റിനകത്ത് കടന്നാൽ, കുഞ്ഞ്, നിന്റെ ഉടുപ്പാരൊക്കെ ഊരിയാലും നിന്റെ കയ്യിലിരിക്കുന്ന വടി പിടിച്ചാലും ഒരു പക്ഷേ നിന്റെ ദർശനത്തെ തകർക്കുവാൻ നിന്റെ ചേട്ടന്മാർക്ക് കഴിയത്തില്ല. ഇന്ന് രാത്രി വചനമേൽക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ആ വചനമേറ്റോടെ കള്ളിക്കാട് ഗ്രൗണ്ടിൽ പോകാവൂ. എല്ലാ നാളും നീ കിണറ്റിനകത്ത് കിടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ പിൻപിൽ ഒരു പ്രോമിസ് ഉണ്ടെങ്കിൽ സ്വർഗത്തിൻ്റെ കോവണി നിനക്ക് വേണ്ടി കിണറ്റിനകത്ത് ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കളാൽ പ്രാർത്ഥിച്ചവനെ തകർക്കുവാൻ, ഉപവസിച്ചവനെ തകർക്കുവാൻ, രാത്രിയിൽ കരഞ്ഞവനെ തകർക്കുവാൻ ഒരു ചേട്ടന്മാർക്കും കഴിയത്തില്ല, ഒരു ബന്ധുക്കൾക്കും കഴിയത്തില്ല. ഓർക്കേണ്ടവർ നിന്നെ ഓർക്കത്തില്ല, നാട്ടുകാർ നിന്നെ മറന്നുപോകും. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങൾ പൊട്ടക്കിണർ മൂടുവാൻ പദ്ധതി വെക്ക്. എന്നാൽ പൊട്ടക്കിണർ മൂടുന്നതിന് മുമ്പ് വിളിച്ച ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വന്നാൽ പൊട്ടക്കിണറ്റിനകത്ത് നിന്ന് നിന്നെ പൊന്നുപോലെ വലിച്ചു പുറത്തു കൊണ്ടുവരുക. ഇന്ന് രാത്രി യോസഫിൻ്റെ കണ്ണുനീരിനകത്ത് ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ശാലേം ഗോസ്പൽ വിസിന്റെ ലാസ്റ്റിൽ പറയണം, ആ കരം തളർന്ന കരമല്ല. അവിടുന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നു. അവനെ എവിടെ കൊണ്ടുപോയി? മിദ്യാന്യരുടെ ചന്തയിൽ കൊണ്ടുപോയി അവനെ തൂക്കി വിറ്റു. കാട്ടാക്കട മാർക്കറ്റ് കട്ടക്കോടിനകത്ത് കൊല തൂക്കുന്ന പോലെ പാവപ്പെട്ടവനെ തൂക്കി വിറ്റു. നാട്ടിൽ മൊത്തം പരസ്യവും ചെയ്തു, ഇനി ഇവനില്ല. ചേട്ടന്മാരവൻ്റെ ഓഹരിയെല്ലാം കൈക്കലാക്കി, അവൻ്റെ കുടുംബ ഓഹരിയും വീടെല്ലാം കൈക്കലാക്കി. അപ്പൻ കണ്ണു മങ്ങിയിരിക്കും. അപ്പൻ്റെ മൊബൈലിൽ ഒരു പടം ഇട്ട് കൊടുത്തു, മകൻ മരിച്ചുപോയി, ആദരാഞ്ജലികൾ. മൂന്നാമത് അവൻ എവിടെ പോയി? പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ പോയി. നല്ല അമ്മാമ്മയായിരുന്നു, കരം പിടിച്ച് നിന്നെങ്കിൽ അവിടെ നിൽക്കായിരുന്നു. പക്ഷെ അവന് പിടികിട്ടി, ഇവിടെ നിന്നാൽ ഞാൻ അക്കരയെത്തത്തില്ല. ചെയ്യാത്ത കുറ്റത്തിന് അവൻ ജയിലിൽ പോയി. മക്കളെ, 1 പൊട്ടക്കിടർ, 2 അടിമച്ചന്ത, 3 പൊത്തിപ്പേറിൻ്റെ ഭവനം, 4 അവൻ കാരാഗ്രഹത്തിൽ പോയി. കാരാഗ്രഹത്തിൽ ചെന്നപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്നറിയാമോ? വെറും പട്ടിണിക്കഞ്ഞിയാ. അതിനകത്ത് വല്ലതും കിട്ടിയാൽ നല്ലതാ. വാഗ്ദത്തമുള്ളവൻ, ദർശനമുള്ളവൻ, ദൈവസന്നിധിയിൽ മുഴങ്കാൽ മുടക്കിയവൻ, വചനം ഏറ്റെടുത്തവൻ ഇപ്പം കിടക്കുന്നത് കാരാഗ്രഹത്തിനകത്ത്. എന്നാൽ കള്ളിക്കാട്ട ചേച്ചിമാർ ചേട്ടന്മാർ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രോമിസ് ഉള്ളവൻ കാരാഗ്രഹത്തിനകത്ത് കിടന്നാൽ പൂജപ്പുര ജയിലിൽ കിടക്കുന്ന പിടിച്ചുപറിക്കാരനെയല്ല കൊണ്ടുവരുന്നത്, ഫറവോന്റെ കൊട്ടാരത്തിനകത്തിരിക്കുന്നവൻ സ്വർഗത്തിലെ ദൈവം കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുവന്ന് ഇതാ നിന്റെ ദൈവത്തിന്റെ കരം ഇതിനകത്ത് വെളിപ്പെട്ടു വരുന്നു. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഓർക്കണ്ടവർ നിന്നെ ഓർക്കത്തില്ല, നാട്ടുകാർ നിന്നെ തള്ളിക്കളയും, നിന്റെ ചേട്ടന്മാർ നിന്റെ ഓഹരി അടിച്ചു മാറ്റും. നിന്റെ അപ്പനോട് പറഞ്ഞിരിക്കുന്നു നീ തകർന്നെന്ന്. പട്ടണത്തിൽ മുഴുവൻ ഫ്ലക്സ് വെച്ച് ഇത്രാം തീയതി അവൻ മരിച്ചെന്ന്. എന്നാൽ വാഗ്ദത്തമുള്ളവൻ കാരാഗ്രഹത്തിനകത്ത് കിടന്നപ്പോൾ കള്ളിക്കാട് തൊഴിലാളിയെല്ലാം കൊണ്ടുവന്ന് അപ്പക്കാരനെ പാനപാത്രവാഹകനെയും അവന്റെ കരം പിടിക്കുവാൻ കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നീ പട്ടിണി കുടിക്കുമ്പോൾ, നീ കഞ്ഞി കുടിക്കുമ്പോൾ, കാരാഗ്രഹത്തിനകത്ത് നാട്ടുകാർ തള്ളിക്കളയുമ്പോൾ, യോസഫേ നീ അറിയാതെ ഒരു ചെയർ സ്വർഗത്തിലെ ദൈവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി പറ, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും വർദ്ധിപ്പിച്ചെങ്കിൽ ഈ രാത്രി പറയണം, നീ പട്ടിണി കഞ്ഞി കുടിക്കുമ്പോൾ നിനക്ക് പാനം ചെയ്യുവാൻ ഒരു ടേബിൾ ദൈവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കാരാഗ്രഹത്തിനകത്ത് നിനക്കിടാൻ 10 രൂപയുടെ ഒരു ലൂണാറിലെ ചെരുപ്പില്ല, പക്ഷേ കൊട്ടാരത്തിനകത്ത് ചെല്ലുമ്പോൾ നിന്നെ ധരിപ്പിക്കുവാൻ സ്വർണ്ണ സരിപ്പള ദൈവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. വചനം മനസ്സിലാകുന്നവർക്ക് എത്ര പേർക്ക് ഈ രാത്രി കാര്യം മനസ്സിലാകുന്നു? അധിക നാളെ ഞാൻ കാരാഗ്രഹത്തിനകത്ത് ഇരിക്കുക എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. പ്രോമിസ് ഉള്ളവൻ കാരാഗ്രഹത്തിനകത്ത് കിടന്നാൽ അന്തപുരത്തിലെ മന്ത്രിയെ കൊണ്ടുവന്ന് ദർശനം പറയുക. യോസഫിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങിയെങ്കിൽ ഈ രാത്രി പറ, ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാലും, ആരൊക്കെ നിനക്കെതിരെ വേല് കെട്ടിയാലും, കള്ളിക്കാട് ദുട്ടപ്പിശാചി നിനക്കെതിരെ ബൗണ്ടറി കെട്ടിയാലും, ഇന്ന് രാത്രി പറയണം, ഏതൊക്കെ ബൗണ്ടറി ഉയർന്നാലും അതിൻ്റെ നടുവിൽ ഫലപ്രദമായ ഒരു മുന്തിരി വള്ളി പോലെ യോസഫിനെ പടർത്തിയതുപോലെ
2024 എന്നെ പടർത്തുക. Something is happened in this moment, the precious moment, the mighty presence of Holy Spirit. അമ്മാമയെ വിളിച്ചു പറ, കുഞ്ഞുങ്ങളുടെ ഭാവി തകർക്കുവാൻ ദൂട്ടപിശാച് പദ്ധതി വെക്ക്. ഒരു എമിഗ്രേഷൻ കിട്ടാൻ ദൈവം പദ്ധതി, ദൂട്ടപിശാച് പദ്ധതി വെക്ക്. ഒരു വിവാഹം നടക്കാൻ പല ആലോചനകളും തട്ടിക്കളയും. ചെറുപ്പക്കാരാ, ഒരുപക്ഷെ കിട്ടാനുള്ള പൈസ കിട്ടാൻ സമയമെടുത്തേക്കാം, ഒരു നല്ല പ്ലേസ്മെന്റ് കിട്ടാൻ സമയമെടുത്തേക്കാം. 6 റാങ്ക് ലിസ്റ്റിനകത്ത് നിനക്ക് PSCക്ക് വന്നേക്കാം. അവസാന ലിസ്റ്റ് തള്ളിപ്പോയെന്നിരിക്കാം. എന്നാൽ അന്ത്യം വരെ നീ സഹിച്ചു നിൽക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ ഈ ബൗണ്ടറിയുടെ അപ്പുറത്ത് നിന്നെ പടർത്തുക. കാര്യം മനസ്സിലാകുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ദുഷ്ടന്റെ ചിന്തകൾ തകരട്ടെ, ശത്രുവിന്റെ പോരാട്ടങ്ങൾ മാറട്ടെ. കരമുയർത്തി പറഞ്ഞാട്ടെ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഇന്ന് രാത്രി പറ, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക്. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ ശക്തിയായിട്ട് പറയട്ടെ, ശത്രു എനിക്കെതിരെ, എൻ്റെ മക്കൾക്കെതിരെ, എൻ്റെ ശുശ്രൂഷക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ ജോലിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ദാനിയേലിന്റെ സിംഹക്കുഴിക്കകത്ത് ഇറങ്ങി വന്ന് അവനെ കരം പിടിച്ച് നടത്തി. ഇറാഖിന്റെ ചീഫ് സെക്രട്ടറി ആക്കാൻ ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ 1000 ആണ്ട് ശാപത്തിൽ കടന്ന രൂത്തിനെ പുറപ്പെടുവിച്ച് ബേത്ലഹേമിനകത്ത് കൊണ്ടുപോയി ബോവസിന്റെ വയലിനകത്ത് കാൽ ചവിട്ടുക ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി വചനപ്രകാരം പറയണം, ആ കരം തളർന്ന കരമല്ല. One more time, reverse the last day. എന്നെ തകർക്കാൻ നിൽക്കുന്നവരുടെ നടുവിൽ, എൻ്റെ മരണം കാണാൻ നിൽക്കുന്നവരുടെ നടുവിൽ, എൻ്റെ വീട്ടിനകത്ത് ശവപ്പെട്ടി കാണാൻ കാത്തിരിക്കുന്ന മന്ത്രവാദിയുടെ നടുവിൽ ഇന്ന് രാത്രി എന്നെ ഉയർത്തിക്കൊണ്ട് വരുവാ. ഇന്ന് രാത്രി എൻ്റെ കണ്ണുനീരിന് കഴിയോ, എൻ്റെ ഉപവാസത്തിന് കഴിയോ, എൻ്റെ വിലാപങ്ങളെ ദൃഢമാക്കുന്ന ദൈവ, ചേട്ടന്മാരുടെ നടുവിൽ മാനിക്കുന്ന ദൈവ, ഓ വരത്തില്ലെന്ന് പറഞ്ഞ പട്ടണത്തിനകത്ത് ഓ ഇന്ന് രാത്രി നിന്നെ മടക്കിക്കൊണ്ട് വരുവാ. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഇതാ പ്രോമിസുകൾ വരിക്കുന്നില്ല. രാത്രി അവസാനം യോസഫിലേക്ക് വരാം. ആ യോഹന്നാന്റെ ദർശനമായത് സ്തോത്രം. അവനെ കാരാഗൃഹത്തിനകത്ത് കൊണ്ടുപോയി എണ്ണയ്ക്കകത്ത് മുക്കിക്കൊല്ലുവാൻ പദ്ധതി വെച്ചു. അതിൻ്റെ നടുവിൽ അവനെ സ്വർഗമുയർത്തി. വീണ്ടും അവനെ എഫെസോസിൽ കൊണ്ടുവന്നു. അന്ന് പടയാളികൾ പറഞ്ഞു, ഈ മനുഷ്യനെ ഇനി കൊല്ലാൻ കഴിയത്തില്ല, അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നാട് കടത്താം. അമേരിക്കയിലെ ഭരണകൂടം ക്യൂബയിലെ ഗൊണ്ടനാമോ ജയിലിൽ നാട് കടത്തുന്നത് പോലെ അന്ന് യുദ്ധക്കുറ്റവാളികളെ നാട് കടത്തുന്ന സ്ഥലമാണ്. കുഞ്ഞുങ്ങളും ദൈവദാസന്മാരും നോട്ട് ചെയ്യണം. അതിൻ്റെ പേരാ പദ്മോസ്. ഗ്രീസ് അന്ന് യൂറോപ്യൻ യൂണിയൻ, ഇന്നത്തെ അതിൻ്റെ തലസ്ഥാനം ഏതൻസ്, ഒളിമ്പിക്സ്. അവിടെ നിന്ന് 60 മൈൽ യാത്ര ചെയ്യുമ്പോഴാണ് ഈ പദ്മോസ്. ആ പദ്മോസിൻ്റെ പ്രത്യേകത, കടലിനകത്തെ ഒരു ദ്വീപ, 16 കിലോമീറ്റർ നീളം, 10 കിലോമീറ്റർ വീതി, 6 മാസത്തിലൊരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലം. അവിടെ യോഹന്നാൻ അപ്പോസ്തലനെ കൊണ്ടുപോകുന്നു. ഒരു യാനത്തിനകത്ത് കൊണ്ടുപോയി പോലീസ് ജീപ്പിനകത്തുനിന്ന് പ്രതിയെ തള്ളിയിടുന്നത് പോലെ അവിടേക്ക് വലിച്ചെറിഞ്ഞു. ഈ യാനത്തിൽ വന്നവർ ഗേറ്റ് പൂട്ടി സ്ഥലം കാലിയാക്കി. അപ്പച്ചൻ അവിടെ വീണു, ഏകദേശം 90 വയസ്സിന് മുകളിൽ. അപ്പച്ചന് പിടികിട്ടി, എൻ്റെ മരണത്തിൻ്റെ ദിവസം അടുത്തു. ആകാശം മുട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ, മനുഷ്യൻ്റെ അസ്ഥിക്കഷം വാർന്ന് തിന്നുന്ന പരുത്, തലയോട്ടിയുടെ ദുർഗന്ധം. എന്നാ വിചാരിച്ചു, ഞാനിവിടെ അവസാനിക്കാൻ പോവാ. പാറക്കൂട്ടങ്ങളുടെ നടുവിൽ തമ്പയറില്ല, കീബോർഡില്ല, കൈയടിക്കാൻ ആളില്ല. ഒറ്റയ്ക്ക് അപ്പച്ചൻ മുട്ടുമടക്കി. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, കർത്തൃ ദിവസത്തിൽ അവൻ ആത്മാവിവശനായി. കരമുയർത്തുന്നവർക്കായി കണ്ണുനീര് പാറക്കൂട്ടത്തിൽ വീണപ്പോൾ സ്വർഗത്തിൻ്റെ കോവണി അവന് വേണ്ടി ഇറങ്ങി വന്നു. അമ്മാമേ, എന്ന് രാത്രി ആ പുൽപ്പായ്ക്കകത്ത് കണ്ണുനീർ ഇറങ്ങുമോ, വിടുതലിൻ്റെ കരം നിൻ്റെ കുടുംബത്തിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. സഭക്കാരും കൂട്ടുകാരും കാണത്തില്ല. കണ്ണുനീരിൻ്റെ കരമിറങ്ങുമ്പോൾ സ്വർഗത്തിൻ്റെ കരം, സ്വർഗം അവന് വേണ്ടി തുറന്ന ദിവ്യദർശനമാ വെളിപ്പാട്. 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, കാലുള്ളിൽ ചുട്ടുപഴുപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥം. 7 നക്ഷത്രമാകുന്ന സഭയെ വലം കയ്യിൽ, സൂര്യനെ പോലെ അവൻ്റെ മുഖം പ്രകാശിച്ചു. ആദ്യൻ അന്ത്യൻ, ആൽഫ ഒമേഗ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം. യോഹന്നാൻ മുട്ടുമടക്കി കരം അവനെ തൊടുന്നു. അവനോട് പറഞ്ഞ് ഇതെഴുതിക്കോളാൻ, നീ കണ്ടത് ഇപ്പോഴുള്ളത് മേലാൽ സംഭവിക്കാനുള്ളത്. അതാ വെളിപ്പാട്. ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തു. 404 22 വാക്യങ്ങൾ, 22 അധ്യായങ്ങൾ. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസയിലെ 7 സഭ, 4 അനന്തര സ്വർഗത്തിലൊരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാർ, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു, 7 മുതൽ 11 വരെ ഇസ്രായേലിൻ്റെ നിലവിളി, 12 ആൺകുട്ടി സിംഹാസനം, 13 പിശാചിൻ്റെ തൃത്വം, 14 സിയോൻ മലയിൽ കുഞ്ഞാട്, 15 കുഞ്ഞു വായിച്ചു കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവർ കുഞ്ഞാടിൻ്റെ വീണകൾ, 16 7 കാകളം, 7 കലശം, 7 ദൂതന്മാർ, 17 ഏറ്റവും നിർണായകമായ
വേശ്യമാരുടെയും മ്ലേച്ഛതയുടെയും ന്യായവിധിയായ ബാബിലോൺ. 18 വ്യാപാര ബാബിലോൺ. 19 കുഞ്ഞാടിൻ്റെ കല്യാണം വന്ന് തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. 20 അന്തിമയുദ്ധം ഹർമഗദോൻ. 21 പുതിയ ആകാശം പുതിയ ഭൂമി. 22 അവസാനിപ്പിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഈ കള്ളിക്കാടുള്ള വിശുദ്ധന്മാർ ഒരിക്കൽ കൂടി മുട്ടുമടക്കട്ടെ. പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. പുസ്തകത്തിൻ്റെ പരിസമാപ്തി. ഇന്ന് രാത്രി, ഇന്നലെ 13 തൊട്ടു ഇന്ന് 14 15 ഭാഗങ്ങൾ. ആ പ്രസംഗം അവസാനിക്കുന്നില്ല. 15ാമത്തെ ഭാഗം കുഞ്ഞു വായിച്ചു. തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോടും ജയിച്ചവർ. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും ബൈബിളിലേക്ക് വരണം. ദൈവസഭ എടുക്കപ്പെട്ടാൽ, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. കൃപായുഗം അവസാനിക്കുമ്പോൾ ഒരുവൻ ഭരണത്തിൽ വരണം. അങ്ങനെയെങ്കിൽ ഒരുവൻ മനുഷ്യനെ മോണിറ്റർ ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റ് സംവിധാനം വേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇൻ്റർനെറ്റ് സംവിധാനം വന്നാൽ വെറും ഇൻ്റർനെറ്റ് ഇട്ട് കറക്കിയാൽ, ഇനി എല്ലാ സയൻസാണ്, അതുകൊണ്ട് സ്പീഡ് കുറഞ്ഞേ പോകത്തുള്ളൂ. എന്താ അതിൻ്റെ പ്രത്യേകത? ഇൻ്റർനെറ്റ് ഇട്ട് കറക്കിയാൽ മനുഷ്യൻ്റെ ലൊക്കേഷൻ ഒരിക്കലും കിട്ടത്തില്ല. ഇന്ന് രാത്രി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിൽ പല കൊലപാതകവും കഴിഞ്ഞ് കഴിയുമ്പോൾ പോലീസ് ഇങ്ങനെ കാര്യം പറയാറുണ്ട്: പ്രതികൾ മൊബൈൽ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ആളെ കിട്ടുന്നില്ല. പ്രതികൾ മൊബൈൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ മൊബൈലിലുള്ള സിം കാർഡ് വെച്ച് ടവർ ലൊക്കേഷൻ നോക്കിയാൽ പ്രതികൾ എവിടെ സഞ്ചരിക്കുന്നെന്ന് റൂട്ട് സഹിതം കിട്ടാൻ സാധ്യത. അങ്ങനെയെങ്കിൽ ഇനി മൊബൈലല്ല, മനുഷ്യനെ ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ മനുഷ്യൻ്റെ കയ്യിൽ നിങ്ങളുടെ മൊബൈലിലിരിക്കുന്നത് പോലെ സിം കാർഡ് പോലെ ഒരു മൈക്രോ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്താൽ ടവർ വഴി 6G 7G 8G 9G വഴി മനുഷ്യൻ്റെ ലൊക്കേഷൻ പിടിച്ചെടുക്കാം. അതിനാസ്പദമായ എലോൺ മസ്കിൻ്റെ മൈക്രോ ചിപ്പ്. ഇനി വചനം പതിയെ വായിച്ചു തുടങ്ങുന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ കരങ്ങളിലേക്ക് തലമേലോ നെറ്റിമേലോ ഒരു മുദ്ര വരുമോ? വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ. ബൈബിളുള്ളവരെല്ലാം എടുക്കണം. കുഞ്ഞു വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ നോക്കണം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ. അന്നാളിൽ വായിച്ചിട്ട് മോളെ, അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ്. ഇവിടെ ഒരു ലിസ്റ്റ് പറഞ്ഞു. ആ ലിസ്റ്റിനകത്ത് എല്ലാവരും ഉൾപ്പെട്ടു. 2 കാര്യത്തിൽ. 1, ഇന്ത്യയിൽ നോട്ട് നിരോധനം വന്നപ്പോൾ എല്ലാവരെയും ഒരു ലിസ്റ്റിൽ കൊണ്ടുവന്നു. 2, ഇപ്പോഴത്തെ കോവിഡ് വാക്സിൻ വന്നപ്പോൾ സമ്പന്നൻ ദരിദ്രൻ ധനവാൻ, കോവാക്സിൻ കോവിഷീൽഡ് എല്ലാം മൊബൈൽ വഴി എല്ലാവരെയും ഒരു ചാനലിൽ കൊണ്ടുവന്നു. ഇതൊരു അന്ത്യകാല സംഭവമാണ്, നിങ്ങൾ പറയുന്നതല്ല. ഇതെല്ലാം സമ്പന്നൻ, ചെറിയവൻ, വലിയവൻ, ദരിദ്രൻ, ദാസൻ. അങ്ങനെയെങ്കിൽ അവസാനം നമ്മുടെ മൊബൈലിലിരിക്കുന്ന സിം കാർഡ് അല്ലെങ്കിൽ ആ മൈക്രോ ചിപ്പ് എവിടെ വരാം? മനുഷ്യൻ്റെ കൈമേലോ. വായിച്ചാട്ട് മക്കളെ, എല്ലാവർക്കും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറും. ദാ കിടക്കുന്ന മുദ്ര എന്ന് പറയുന്ന മൈക്രോ ചിപ്പ്. അതിന് മാർക്ക് എന്ന ഇംഗ്ലീഷിൽ വരുന്നത് മാർക്ക്. ദാ കിടക്കുന്നു. അല്ലെങ്കിൽ ഒരു സീൽ, ഒരു മൈക്രോ ചിപ്പ്. മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാക്കുന്നു. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. നമ്മൾ പറഞ്ഞിട്ട് വായിക്കണം. കേരളത്തിൽ 36,000 കോവിഡ് കേസ് വന്നപ്പോൾ നമ്മുടെ ധനമന്ത്രി വീണ ജോർജ്, ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്: 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറാം, 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് കടകളിൽ കയറാം. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി. വാക്സിൻ ഒരു മനുഷ്യൻ്റെ സ്വന്തം ഇഷ്ടമാണ്, ഏത് വാക്സിൻ എടുക്കണോ. ആരെങ്കിലും ഹൈക്കോടതി പോയാൽ ഗവൺമെൻറ്റിന് വിമർശനം വരുമെന്നറിഞ്ഞ് അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വീണ ജോർജിനെ തിരുത്തി. അദ്ദേഹം പറഞ്ഞു, 2 ഡോസ് വാക്സിൻ വേണ്ട, ചൂട് നോക്കി ആർക്ക് എവിടെയും കയറാം. ചില കടകളിൽ വരെ ഒട്ടിച്ചു 2 ഡോസ് വാക്സിൻ വേണമെന്ന്. ഇത് എതിർക്കസ്തു വരുന്നതിൻ്റെ ചാലുകളാണ്. വാക്സിൻ എല്ലാം മാറുന്നു, കൈകളിൽ മുദ്ര. ഇനി അടുത്ത കാര്യം ശ്രദ്ധയോടെ ഇരിക്കണം. വളരെ ഗംഭീര്യമുള്ളൊരു സയൻസിലേക്കാണ് പോകുന്നത്. ഇവിടെ ജ്ഞാനം കൊണ്ടാരംഭം. വായിച്ചാട്ട് മക്കളെ, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ.
അത് ഒരു മനുഷ്യന്റെ സംഖ്യ. മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടുന്ന കാലം വായിച്ചാട്ടെ. അതിന്റെ സംഖ്യ 666. അതിന്റെ സംഖ്യ 666. എലോൺ മസ്കിലേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടുമോ? 2009 മുമ്പ് ഞാൻ കള്ളിക്കാട് ഒരു യോഗത്തിൽ വന്ന് പ്രസംഗിക്കുക. മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ താഴെ ഇറക്കും. പക്ഷേ 2009 മനുഷ്യൻ അക്കത്തിലേക്ക് കടന്നു വന്നു. ഏതാ അക്കം? ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് സകല മനുഷ്യരും 12 അക്ക നമ്പറായ ആധാറിലേക്ക് കടന്നു വന്നു. കരമുയർത്തിയാട്ട് മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടുമോ? ഇന്ന് നിങ്ങളുടെ എവിടെ ചെന്നാലും അവർ ചോദിക്കുന്നത് ആധാർ നമ്പർ പറയാനാ. പേരല്ല ആദ്യം ചോദിക്കുന്ന ആധാർ നമ്പർ. മനുഷ്യൻ അക്കത്തിലേക്ക് 2009 ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് സകല മനുഷ്യരുടെയും കൈമുദ്രയിട്ടു. അത് ഇന്ത്യയിലല്ല, ഈ ഗൾഫ് രാജ്യങ്ങളിൽ എമിറേറ്റ്സ് ഐഡന്റിറ്റി, അമേരിക്കയിൽ അമേരിക്കൻ ഐഡന്റിറ്റി, ആസ്ട്രേലിയയിൽ ആസ്ട്രേലിയ ഐഡന്റിറ്റി. അത് തന്നെ വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്, ലോകം വിരൽത്തുമ്പിൽ. അങ്ങനെയെങ്കിൽ സകല മനുഷ്യനും അന്ത്യദിനത്തിൽ കൈമുദ്രയിടുമോ? ബൈബിളിനകത്തുണ്ടോ സകല മനുഷ്യനും അന്ത്യദിനത്തിൽ കൈമുദ്രയിടുമോ? വായിച്ച് സഹായിക്കണം. ഇയ്യോബിന്റെ പുസ്തകം 37 വാക്യം. സയൻസാ പ്രസംഗിക്കുന്നത്, പേടിക്കണ്ട, നിങ്ങൾ ഗ്രഹിക്കത്തക്കോണേ പറയൂ. ഇയ്യോബ് 37 വാക്യം. താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈമുദ്രയിടുന്നു. കൈമുദ്രയിടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നിങ്ങൾക്ക് പൈസ തരാം. ആധാർ വന്നപ്പോൾ ഗവൺമെന്റ് പറഞ്ഞെന്തോന്നറിയോ? വേണമെങ്കിൽ എടുക്കാം, വേണ്ടാങ്കിൽ എടുക്കണ്ട. സന്തോഷമില്ലല്ലോ? ആ കാലം പോയില്ലേ സഹോദരന്മാരെ? ഇന്ന് ഈ വഴിയാധാരമായ ആധാറില്ലാതെ വല്ലതും നടക്കുമോ? പുരയുടെ എഴുതണം, കണ്ണ് ടെസ്റ്റ് ചെയ്യണം, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കണം, വണ്ടി റെഡിയാക്കണം, ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പോയാൽ വീട്ടിൻ്റെ കാര്യമല്ല അവൻ ചോദിക്കുന്നത്, ആധാർ ആദ്യം ചോദിക്കുന്നു. സ്വോത്രം. അതുകൊണ്ടല്ലോ സകല മനുഷ്യൻ്റെ കൈമുദ്ര ഇടുന്നു. ആധാർ നമ്പർ പോയാലും കുഴപ്പമില്ല. ബാങ്കിൽ കൈവച്ച് കഴിഞ്ഞാൽ നേരത്തെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ UID പ്രകാരം, യുണീക്ക് ID പ്രകാരം നമ്മുടെ ഫോട്ടോ വരെ തെളിഞ്ഞു വരും. മിണ്ടുന്നില്ലല്ലോ? നിങ്ങളുടെ കൈ ബാങ്കിൽ കൊണ്ടുവച്ചാൽ നിങ്ങളുടെ ആധാറും ഡീറ്റെയിലും ലാപ്ടോപ്പിനകത്ത് വരും. കൈവച്ചാൽ മതി. ആധാർ നമ്പർ അടിച്ചാൽ തെളിഞ്ഞു വരും കൈവച്ചാൽ. അതിൻ്റെ മറ്റൊരു പതിപ്പായി ഇ-പോസ്. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് ആരാ? ഇയ്യോബ്. ഇന്നേക്ക് 3500 കൊല്ലം മുമ്പ് മനസാക്ഷി യുഗത്തിൽ ഒരുവനുണ്ടായിരുന്നു. അവൻ്റെ പേരാ ഇയ്യോബ്. നല്ല പരിപക്ഷനും അത് പ്രസംഗിക്കത്തില്ല. ഊസ്ദേശത്ത് സുന്ദരനായ ഒരു പുരുഷൻ. ആടുമാടുകൾ പോയി, 10 മക്കൾ പോയി. സാത്താൻ ഒന്ന് സന്ദർശിച്ചു. അതിനുശേഷം സാത്താൻ വിസിറ്റ് എടുത്ത് മേളിലോട്ട് ചെന്നപ്പോൾ സ്വർഗം ചോദിച്ചു, എൻ്റെ ഭക്തനായ ഇയ്യോബിൻ്റെ മേൽ നീ കണ്ണുവച്ചുവോ? കരമുയർത്തുന്നവർക്കായി. ഭക്തന്മാരെവിടെ പലർക്കും അറിയത്തില്ല. ഇയ്യോബ് സംഘടനയുടെ പ്രസിഡന്റും അല്ലായിരുന്നു, ഞങ്ങളെപ്പോലെ 100 കണക്കിന് സ്റ്റേജ് പ്രസംഗിച്ചതും അല്ലായിരുന്നു. പക്ഷെ ദൈവവേലയിൽ മുഴുകി പ്രാർത്ഥിച്ചവനായിരുന്നു ഇയ്യോബ്. ഇന്ന് രാത്രി പച്ചക്കങ്ങ് പറയാം, ഇവിടെ ഞങ്ങളെപ്പോലുള്ള പേരുള്ളവരെ പലരും അവിടെ കാണത്തില്ല. പക്ഷെ രാത്രിയുടെ യാമങ്ങൾ മുട്ടുമടക്കുന്നത്. എന്താ? അവന് പരുക്കൾ വന്നു, രോഗം ബാധിച്ചു, സൗണ്ട് സിസ്റ്റം എല്ലാം വിറ്റു. ഭാര്യ പറഞ്ഞു, ഇയ്യോബിനെ എവിടെ കൊണ്ടിരുത്തിയേക്കുമെന്നറിയാമോ? കളിയിനകത്ത്. ഇയ്യോബിൻ്റെ കൂടെയുള്ള കൂട്ടുവേലക്കാർക്ക് അമ്മാമ്മ ഫ്രൈഡ് റൈസും ചിക്കനും കൊടുത്തുകൊണ്ടിരിക്കുക. എലീഫസിനും ബിന്ദാദിനും. അച്ചായനോട് പറഞ്ഞു, ഇനി സൂചേട്ടൻ നിർത്ത, പ്രാർത്ഥന നിർത്താൽ. അപ്പം അച്ചായൻ പറഞ്ഞതാ, ഇയ്യോബ് 19-25 വീട്ടിൽ ചെന്ന് വായിക്കണം. എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. അതാ ദൈവത്തിന്റെ വചനം. നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് ഓർത്താൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. കണ്ടോ അതിന്റെ പ്രത്യേകത? കേട്ടോണേ. അവൻ്റെ മനുഷ്യൻ്റെ കയ്യിൽ അടയാളം, ഫിംഗർ. താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ. ഇതാ ബൈബിൾ. കേട്ടോണം. ഇന്ന് രാത്രി രാജേഷ് ബ്രദർ വിട്ടിരിക്കുന്നു, ലൂക്കോസ് പാസ്റ്റർ വിട്ടിരിക്കുന്നു, തോമസ് പാസ്റ്റർ വിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിജു പാസ്റ്റർ വിട്ടിരിക്കുന്നു, പാടുന്ന എൻ്റെ സഹോദരൻ നിശ്ചൽ റോയി ഇരിക്കുന്നു, കുഞ്ഞുങ്ങൾ വിട്ടിരിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ദാണ്ട് 6 റേഷൻ കാർഡ് എടുക്കുക. എൻ്റെ കാർഡ് ഓരോരുത്തർക്ക് മാറ്റുന്നു, മറ്റുള്ളവരുടെ കാർഡ് മേടിക്കുന്നു. കള്ളിക്കാട് റേഷൻ കടയിൽ ചെന്നിട്ട് ഞങ്ങൾ കൈവെക്കുന്നു. റേഷൻ കാർഡിൽ ഫോട്ടോ ഇല്ല, വേറെ നമ്പർ മാത്രം കൊടുത്തിട്ട് കൈവെക്കുന്നു. കൈവച്ച റേഷൻ കിട്ടുമോ? ആ സഹോദരി കുഞ്ഞ് പറയും, നിങ്ങളാരും ഈ റേഷൻ കാർഡിൻ്റെ ഉടമയല്ല, ഫിംഗർ പ്രിന്റ് കാർഡുമായിട്ട് ഒരുമിക്കുന്നില്ല, മാറ്റാൻ പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ കൈക്കകത്ത് രേഖ വരച്ചത് ആരാ? ഇവിടുത്തെ ഡോക്ടറല്ല വരച്ചത്. നമ്മുടെ കൈ, നമ്മുടെ ഹല്ലേലൂയ ഈ പോസിനകത്ത് വെക്കുമ്പോൾ വള്ളക്കടവിലും ന്യൂഡൽഹിയിലിരിക്കുന്ന കമ്പ്യൂട്ടർ കൈയുടെ രേഖ പിടിച്ചിട്ട് വിരലടയാളം ശരിയായണമെന്ന് പറയണമെങ്കിൽ
നമ്മുടെ കൈക്കകത്ത് രേഖ വരച്ച ഒരുവനുണ്ട്. ഇവിടുത്തെ അപ്പനും അമ്മയും അല്ല നമ്മുടെ കൈക്കകത്ത് രേഖ വരച്ചത്. അതുകൊണ്ടാ സങ്കീർത്തനക്കാർ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ, നിയമിക്കപ്പെട്ട നാളുകളിൽ നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കിയെങ്കിൽ, ഈ രാത്രി പറ, ഇരിക്കുന്നത് അറിയുന്ന ദൈവം, എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, നടപ്പും കിടപ്പും അറിയുന്ന ദൈവം, ദൂരത്ത് നിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം, ആകാശത്ത് കയറിയാൽ അവൻ്റെ കരം നമ്മെ തേടിയെത്തും, ഭൂമിക്ക് കീഴെ പാതാളത്തെ കടക്കം വരിച്ചാലും അവൻ്റെ കരം നമ്മെ തേടിയെത്തുമെങ്കിൽ, ഇന്ന് രാത്രി കൈക്കകത്ത് രേഖ വരച്ചത് അപ്പനും അമ്മയുമല്ല, മക്കൾ യഹോവ തരുന്ന ദാനമെങ്കിൽ നിന്റെ കൈക്കകത്ത് രേഖ വരച്ച സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി കള്ളിക്കാട് കേൾക്കുന്നവരടുത്ത് പച്ചയ്ക്ക് ഞാൻ പറയോ, റേഷന് വേണ്ടി കൈയിട്ടെങ്കിൽ, ആധാറിന് വേണ്ടി കൈയിട്ടെങ്കിൽ, ബാങ്കിൽ കൈവച്ചെങ്കിൽ, ഇനി നീ കൈരേഖ നോക്കാൻ മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ട് ചെല്ലരുത്. നിന്റെ കൈക്കകത്ത് രേഖ വരച്ചിരിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവ. സ്വോത്രം. ആരാ നമ്മുടെ ദൈവം? സാധാരണ ദൈവമല്ല. അതുകൊണ്ട് അഗ്നിജ്വാലയ്ക്കൊത്ത് കണ്ണുള്ളവർ, 10,000 കണക്കിന് മീൻ കെട്ടിമറിയുന്ന ഗലീല കടലിനകത്ത് ഒരു എക്സ്റേയും എടുത്തില്ല, സ്കാനും എടുത്തില്ല. തൻ്റെ ഭക്തന് വേണ്ടി ചതുദ്രമ പണത്തെ റേഡിയേഷനോ എക്സ്റേ എടുക്കാതെ വഴി കാട്ടിക്കൊടുത്തവനോ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് അമ്മമ്മ പറയണം, അവനറിയാതെ എൻ്റെ തലയിലെ മുടിനാര് പോലും പൊടിയത്തില്ലെന്ന്. ഇന്ന് കള്ളിക്കാട് യോഗം കേട്ടിട്ട് കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന കൈനോട്ടക്കാരൻ തത്തേറടുത്ത് നീ പോയാൽ കർത്താവിൻ്റെ അടി പുറകെ വരും. സന്തോഷമില്ലല്ലോ? സ്വോത്രം. നിന്റെ കയ്യിൽ രേഖ വരച്ചിരിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് കൈ രേഖ വരച്ചിരിക്കുന്ന ദൈവം അറിയാതെ, അതുകൊണ്ട് മന്ത്രവാദിയുടെ കൈ നീട്ടിട്ട് കാര്യമില്ല. അതാ 2009 ഇൻഫോസിസിൻ്റെ ചെയർമാൻ നന്ദൻ നിലവേനെ വിലയ്ക്ക് മേടിച്ചുകൊണ്ട് ആധാർ താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ സകല മനുഷ്യൻ്റെ കൈമുദ്രയിടുന്നു. ഇനി അടുത്ത കാര്യം, 2009 കഴിഞ്ഞു, 2013 വേറൊരു സംഭവം നടന്നു. ദാണ്ടെ സകല ATM-നകത്ത് മൈക്രോ ചിപ്പ്. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ദാണ്ടെ എല്ലാ ATM കാർഡിനകത്ത് മൈക്രോ ചിപ്പ്, നാനോ, സിലിക്കോൺ, മൈക്രോ, DNA 4 ചിപ്പ് കയറ്റ ഒറ്റ കാർഡ് മതി. ഇത് തന്നെ ലോകഭരണം. ഈ കാർഡ് മതി വെള്ളം കുടിക്കാം, പെട്രോൾ അടിക്കാം, ടിക്കറ്റ് എടുക്കാം, എല്ലാം ചെയ്യാം. ഇനിയിപ്പം ഈ കാർഡിൻ്റെ അനിയന്മാർ 3 പേര് നമ്മുടെ മൊബൈലിലും കയറിയിട്ടുണ്ട്. ഇവൻ്റെ മൂത്ത ചേട്ടനായിരുന്നു ഷമീലച്ചായി. ഇവൻ്റെ 3 അവന്മാരിപ്പം നമ്മുടെ മൊബൈലിൽ വന്നു. അവൻ്റെ പേരാ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ചെയ്യൂ. സന്തോഷമില്ലല്ലോ? നെയ്യാർ ഡാമിൽ 10 രൂപയുടെ പരിപ്പുവട, 10 രൂപയുടെ ചായം കുടിച്ചാൽ സുഗുണൻ ചേട്ടൻ പറയുന്ന കാശ് വേണ്ട, കീക്കി അടിച്ചേക്കാം. സന്തോഷമില്ലല്ലോ? സ്വോത്ര. കാട്ടാക്കട കരിക്ക് കുടിക്കാൻ പോയാൽ പണ്ട് കരിക്കാരൻ പറയും 30, ഇപ്പം പറയുന്ന ചേട്ടാ പൈസ വേണ്ട, ഒന്ന് കാണിച്ചേരാ, കീക്കി കൂക്കു ഒറ്റയടി. സ്വോത്രം. ശമീലച്ചൻ്റെ അനിയന്മാർ 3 പേര് വന്ന് ഇതെല്ലാം ഒരു കാർഡിലേക്ക് വരുവാ. അങ്ങനെയെങ്കിൽ ഇത് എവിടെ ചെല്ലുമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞ് 2015 ആനയുടെ വാലിൽ മൈക്രോ ചിപ്പ് കൊടുത്തു. അതാപ്പം ഇടുക്കിയിൽ അരിക്കൊമ്പൻ എവിടെ എത്തിയെന്നറിയാമോ? ഈ പൊന്മുടിയുടെ അടുത്ത് കോതയാർ നിപ്പുണ്ട്. നമ്മുടെ അരിക്കൊമ്പൻ ഇടുക്കിക്കാരൻ, അവൻ്റെ അനിയൻ പടയപ്പയായപ്പോൾ ഇടുക്കി കിടന്ന് കമ്പോളം തകർക്കുന്നത്. അവനെ അമ്മമാർ വണ്ടി കയറ്റു. കോതയാർ നിൽക്കുന്ന അരിക്കൊമ്പൻ്റെ വാലെ ചിപ്പുണ്ട്. അല്ലാതെ വനത്തിൽ പോയി മനോരമക്കാരൻ ഫോട്ടോ എടുക്കുന്നതല്ല. ഈ തമിഴ്നാടും കേരളവും ഈ ആനയുടെ ലൊക്കേഷൻ കാണിച്ചിട്ട് കോതയാറിൽ അരിക്കൊമ്പൻ വെള്ളം കുടിക്കുന്നു. സ്വോത്രം. ആനയുടെ 7 അയിലത്തൊരുത്തം പോകത്തില്ല, പേടിയാ. സ്വോത്രം. അതാണ് ഇന്നത്തെ മൈക്രോ ചിപ്പ്. 3-ാമത്തെ കാര്യം, 4 പാസ്പോർട്ടിനകത്ത്, ഇനി എല്ലാ പാസ്പോർട്ടിനകത്തും ബാർകോഡായി. അതിൻ്റെ അർത്ഥം പാസ്പോർട്ടിൽ ഒരു ചിപ്പ് വച്ചാൽ ജനനം, ഏതൊക്കെ രാജ്യത്ത് വിസയുണ്ട്, അതെല്ലാം പാസ്പോർട്ടിലായി മനുഷ്യൻ്റെ രേഖ. 5-ാമത്തെ കാര്യം, ഇന്ന് വാഹനങ്ങളെ തിരിച്ചറിയുവാൻ ഏകദേശം ഫാസ്റ്റാഗ്. കേരളം കാണാൻ പോകുന്ന അത്ഭുതം. ഒറ്റ പോയിന്റില്ല, എല്ലാ സിഗ്നലിൽ നിന്നും ക്യാമറ എടുത്ത് കളയാൻ പോവുക. കാണാൻ പോവുക. ഇപ്പോഴത്തെ ക്യാമറ ഇവിടെ നിൽക്കുക. ഇനി മെയിൻ ഹൈവേയിൽ ബൈറൂട്ടിൽ കാണും ക്യാമറ. മെയിൻ ഹൈവേയിൽ കാസർഗോഡ് മുതൽ കളിക്കാവള് 6 വരി പാലമാ, 6 വരി പാത. ഇതിനകത്ത് ടോൾ. നിങ്ങളുടെ വണ്ടി പോകുമ്പോൾ തന്നെ പൈസ കട്ടാവും, പിരിവിന് ആളില്ല. സ്വോത്രം. ഒറ്റ ഹൈവേ. ഓരോ കോവളം തൊട്ട് കഴക്കൂട്ടം തൊട്ട് എല്ലാം മേൽപ്പാലത്തിലും കയറുമ്പോൾ ഇനി വരുന്നു വണ്ടികളെ വാച്ച് ചെയ്യും. ആരാ? വഴിനീള ടോള് മേടിക്കാൻ ആളില്ല. ഇന്നത്തെ ചെറുപ്പക്കാർ കുഴപ്പം പിടിച്ചവർ ടോള് മേടിക്കാൻ നിൽക്കുന്നവനെ അടിച്ചിട്ട് പൊക്കളയും. സ്വോത്രം. ഇത് ഗവൺമെൻറ്റിനും അറിയാം. അതുകൊണ്ട് വണ്ടി മേളിൽ കയറുമ്പോൾ അവിടെ ക്യാമറ ഒറ്റയടി കൊടപ്പനമൂട്ടിലെ കീക്കി കൂക്ക് പോലെ നമ്മുടെ അക്കൗണ്ടിൽ ഇത് പൈസ അങ്ങ് പോകും. സ്വോത്രം. ദാ കിടക്കുന്നത് അതിൻ്റെ ചേട്ടനാ ഫാസ്റ്റാഗ്. 5 തലമെത്തി. എല്ലാ സയൻസ്. 1 ആധാർ, 2 ATM. 3-ാമത്തെ കാര്യം എന്താണ് സംഭവം എന്നറിയാമോ? ഏറ്റവും നിർണായകമായി ആനയുടെ വാല്. 4 പാസ്പോർട്ട്. 5 ഇനി വരാൻ പോകുന്നത് ഇപ്പോഴത്തെ കാറിനകത്ത് 6. ഇനി ഇതെല്ലാം കൂടി ഒരുവൻ്റെ കയ്യിൽ കൊണ്ടുവരണം. ഈ രേഖകളെല്ലാം
എന്നും ഫയൽ തൂക്കാൻ വയ്യ. അങ്ങനെയെങ്കിൽ ഒരു മൈക്രോ ചിപ്പായിട്ട് ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അർത്ഥം, ഇന്നത്തെ വൻകിട ബാങ്ക് മേധാവികൾ പറയുന്നത് ATM കള്ളക്കാട്, ഓൺലൈൻ തട്ടിപ്പ്. അത് കഴിഞ്ഞിട്ട് ഇനി സാമ്പത്തിക മാന്ദ്യം വന്നാൽ കള്ളിക്കാട് തന്നെ 2 ATM കാർഡുണ്ട്. രാത്രി ലൂക്കോസ് പാസ്റ്റർ കിടന്നുറങ്ങുമ്പോൾ ഇനി ATM കാർഡ് മുറിക്കുന്നതല്ല, ATM മെഷീൻ നമ്മുടെ കൺവെൻഷൻ്റെ ഫ്ലെക്സ് പോലെ ആൾക്കാർ പൊക്കിക്കൊണ്ടുപോകും. സന്തോഷമില്ലല്ലോ? സ്വോത്രം. മെഷീൻ പൊക്കിക്കൊണ്ടുപോകും. സ്വോത്രം. ഇതെല്ലാം ഗവൺമെൻറ്റിന് അറിയാം. അപ്പോൾ ബാങ്കുകാർ പറയുന്ന ഇനി ATM വേണ്ട, അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ട് കൈക്കകത്ത് ഒരു ചിപ്പ് കൊടുത്താൽ മതി. ഇതാ ബാങ്കിങ് മേഖല മുഴുവൻ മൈക്രോ ചിപ്പിനെ കൊണ്ടുവരാൻ പോകുന്നു. ഇനി അടുത്ത കാര്യം, ഞാൻ എലോൺ മസ്കിലേക്കാണ് പോകുന്നതാണ്ട്. ഇത് ഓൺലൈനിൽ കാണിക്കണം. ബൈബിൾ പ്രവചനം ശരിയാകുന്നു, മനുഷ്യരിൽ മൈക്രോ ചിപ്പ് പിടിപ്പിക്കുന്നു. ഇനി അതിൻ്റെ 2ാമത്തെ ഘടകം ദാണ്ട് എലോൺ മസ്ക് പോകുന്ന കാര്യം എന്താണെന്നറിയോ? അമേരിക്കയിൽ ഇപ്പോൾ എല്ലാവരെയും അടുപ്പിച്ചിട്ടുണ്ട് ഒബാമ ഹെൽത്ത് കെയർ. കേൾക്കണം ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. അതുകൊണ്ടാണ് സ്പീഡ് കുറച്ച് പോകുന്നത്. ഒബാമ ഹെൽത്ത് കെയർ. അമേരിക്കയിൽ 51 സ്റ്റേറ്റ് ഉണ്ട്. അവിടെ ഒരാശുപത്രിയിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്താൽ നമ്മൾ കിംസിലും നിംസിലും തൂക്കുന്ന പോലെ പോകണ്ട. ഒരു കാർഡുമായിട്ട് ഒരാശുപത്രിയിൽ പോയാൽ ആ ഫയൽ അമേരിക്കയിൽ എല്ലാ ആശുപത്രിയിലും ഓൺലൈനിൽ. പിറ്റേ ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ തലേന്ന് കഴിച്ച മരുന്ന് വരെ കാണിക്കും. അത് കണ്ടിട്ട് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒബാമ ഹെൽത്ത് കെയറിൻ്റെ അനിയൻ ഇവിടെ കൊണ്ടുവന്നു. ആയുഷ്മാൻ ഭാരത്. കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അത് 5 ലക്ഷത്തിൻ്റെ ചികിത്സയൊന്നുമല്ല. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ ഒരു ഫയൽ തുറന്നാൽ, നിംസിൽ തുറന്നാൽ, കിംസിൽ തുറന്നാൽ, നിങ്ങൾ ബോംബെ പോകുമ്പോൾ ഒരു അത്യാവശ്യം വന്ന കാർഡ് മാത്രം ആശുപത്രി കാണിക്കുമ്പോൾ നിങ്ങൾ അവസാന ചികിത്സ നേടിയ മെഡിക്കൽ റെക്കോർഡ് കമ്പ്യൂട്ടറിനകത്ത് തിരിച്ചു വരും. അതിൻ്റെ പേര് ആയുഷ്മാൻ ഭാരത്. ഇതിൻ്റെ പ്രത്യേകത, സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ കാര്യം റെഡിയാക്കും. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ വരാൻ പോകുന്ന ലോകം ടെലിപ്പതിയിലേക്ക്. എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയുമാവോ? മനുഷ്യൻ്റെ കൈമേലും നെറ്റിമേലും. യോഹന്നാൻ MBBS പാസ്സായില്ല. യോഹന്നാൻ കാരക്കോണം മെഡിക്കൽ കോളേജ് 75 ലക്ഷം കൊടുത്തില്ല. ഈ ഡേറ്റ മുഴുവൻ എവിടെ വെക്കും? മനുഷ്യൻ്റെ കൈമേൽ. കൈയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതാ മനുഷ്യൻ്റെ കൈമേലും നെറ്റിമേലും. അതിൻ്റെ പ്രത്യേകത നിങ്ങളോട് പറഞ്ഞുതരാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആശുപത്രിയിൽ പോകുന്നു, തലയിൽ ചൂട് നോക്കിയിട്ടാ ഡോക്ടർ പറയുന്നത്, തെർമോമീറ്ററുടെ സിസ്റ്റർ അവൻ്റെ ചൂട് നോക്കാൻ. അപ്പച്ചൻ മരിക്കാൻ കിടക്കുമ്പോൾ ഡോക്ടർ വന്ന് ECG അല്ല എടുക്കുന്നത്. കുഞ്ഞുങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്, സിസ്റ്ററെ ആ പൾസ് റേറ്റ് നോക്കിക്കോ. പൾസ് ഇങ്ങനെ കയ്യെ നോക്കുമ്പോൾ കുറഞ്ഞു വരുമ്പോൾ സിസ്റ്റർ പറയാറുണ്ട്, അപ്പച്ചന് വിസ വന്നു പൊക്കോണ്ടിരിക്കുകയാണ്. അന്നേരം ഗുണപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്, പാട് ലോകെ ഞാൻ നോട്ടം തികച്ചെന്ന്. സ്വോത്രം. ഇന്ന് അതുമില്ല, അത് മൊബൈലാണ് പാടുന്ന. സ്വോത്രം. അപ്പച്ചൻ ആരുമില്ല. സ്വോത്രം. മൊബൈലാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അവിടം വരായി. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ കൈമേലും ദ ഹീറ്റ് ഈസ് കണ്ടക്റ്റഡ് ഹ്യൂമൻ ബോഡി. നമ്പർ 1 ദ ഫിംഗർ. ദ നെക്സ്റ്റ് വൺ ഇത് ഹെഡ് അഥവാ മസ്തിഷ്കത്തിനോട് ചേർന്ന ചൂട്. അതുകൊണ്ട് MBBS പാസ്സാവാത്ത, MD പാസ്സാവാത്ത, അത് കഴിഞ്ഞ് BSc നേഴ്സിങ്ങിന് പോകാത്ത പത്മോസിൻ്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ പറഞ്ഞു, മനുഷ്യൻ്റെ കൈമേലും നെറ്റിമേലും മുദ്ര. യോഗം കഴിഞ്ഞ് ആർക്കും വരാം. ദാ കിടക്കുന്നു യഹൂദൻ്റെ ചെറുപ്പക്കാരൻ എലോൺ മസ്ക്. എല്ലാവരും കാണണം. ജനുവരി 31 മനോരമ. മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ ചിപ്പ്. സജു ചാത്തന്നൂരല്ല, എലോൺ മസ്ക്. അടുത്തത് കണ്ടില്ലേ? ദാണ്ട് മസ്തിഷ്കത്തിൽ ചിപ്പ്. മലയാള മനോരമ. വഴിത്തിരിവായക്കാൻ ന്യൂറോലിങ്ക്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കള്ളിക്കാട് റോഡ് സൈഡിൽ ഓൺലൈനിൽ കേൾക്കുന്ന ദൈവമക്കളെ, ഞങ്ങളുടെ അപ്പോസ്തലൻ MBBSന് പോയില്ല, MD പഠിച്ചില്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ചില്ല, ഇൻഫർമേഷൻ ടെക്നോളജിയും പഠിച്ചില്ല, CS കമ്പ്യൂട്ടർ സയൻസും പഠിച്ചില്ല. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പന്റെ പ്രകാശം അവന്റെ മേൽ ഇറങ്ങി. എഴുതു കുഞ്ഞ്, മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും മുദ്രയെങ്കിൽ ഈ ജനുവരി മാസം 31-ാം തീയതി ടെലിവിഷൻ കണ്ട മനോരമ വായിച്ച കുഞ്ഞുങ്ങൾ പറയണം, വായിക്കുന്നവൻ ഭാഗ്യവാൻ. കരമുയർത്തിയാട്ട്. വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തേ കള്ളിക്കാട്. സ്വോത്രം. രാത്രി ഏഷ്യാനെറ്റ് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. എത്ര കൊല്ലം ഇതിൻ്റെ ചരിത്രം ഞാൻ പ്രസംഗിച്ച. ഏഷ്യാനെറ്റിലെ ചാനലുകാരി എത്ര പ്രാവശ്യം, അത് കഴിഞ്ഞ് 24, BBC എല്ലാം പറഞ്ഞു. യഹൂദൻ്റെ വ്യവസായിയായ എലോൺ മസ്ക് ആരാന്നറിയാമോ? യഹൂദൻ്റെ വ്യവസായി. അവൻ 2016 അമേരിക്കയിൽ ഒരു കമ്പനി തുടങ്ങി. അതിൻ്റെ പേരാ ന്യൂറോലിങ്ക്. അതിനോടനുബന്ധിച്ച് അവന് സാറ്റലൈറ്റ് സംവിധാനമുണ്ട്. അതിൻ്റെ പേരാ സ്റ്റാർലിങ്ക്. കേൾക്കണം, ഈ സ്റ്റാർലിങ്ക്
ഇന്നത്തെ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ കയ്യിലിരിക്കുന്ന ഫോൺ ഇസ്രയേലിൻ്റെ വ്യവസായിയുടെ കയ്യില്. അതുകൊണ്ട് അവനെ കൊല്ലാൻ പറ്റാത്ത ഏത് മിസൈൽ വന്നാലും മെസ്സേജാ. യവനാണ് യഹൂദൻ്റെ വ്യവസായി. അവൻ്റെ പേര് ഏറ്റവും നിർണായകമായി മസ്തിഷ്കത്തിൽ ചിപ്പ് കൊടുക്കുന്ന ചെറുപ്പക്കാരൻ. അവൻ്റെ പേര് എലോൺ മസ്ക്. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. യഹൂദനോടുള്ള ബന്ധത്തിൽ ഇനിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. യഹൂദനോടുള്ള ബന്ധത്തിൽ, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ യഹൂദൻ്റെ വചനം എവിടെ ഇരിക്കുന്നു? അതാ യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ. വൈക്കമക്കളെ, പുറപ്പാട് പുസ്തകം 13-9 യഹൂദൻ്റെ വചനം എവിടെ? നമ്മുടെ ബൈബിളല്ല, അവൻ വചനം വെച്ചിരിക്കുന്ന പുറപ്പാട് പുസ്തകം 13-9 വാക്യം. മക്കളൊന്ന് വായിച്ച് സഹായിച്ചാട്ടെ. യഹോവയുടെ ന്യായപ്രമാണം, യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടത്, നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്ക് നിന്റെ കൈയിന്മേൽ അടയാളമായും. ദാണ്ടെ കയ്യിൽ ഇങ്ങനെ വചനം ചുറ്റിവെക്കും. മോശയുടെ 3 തലമുറ അവന്മാരാ ഹർദിക്ക്, ഹസദിക്ക്, നെട്ടൂരി കർത്താവ്. അവന്മാരാ തകർന്ന ഇസ്രയേലിൻ്റെ ദേവാലയത്തിൽ മതിലെ ചെന്നിടിക്കുന്ന കറുത്ത പാൻറ്റും കറുത്ത ഉടുപ്പിട്ട് തലയിൽ ഒരു ചപ്പാത്തിയുടെ തൊപ്പിയും വെച്ചിടിക്കുന്ന യഹൂദൻ. അവന്മാരാ മെസ്സിയാനിക് യഹൂദൻ, അല്ലെങ്കിൽ ഓർത്തഡോക്സ് യഹൂദൻ. അവൻ്റെ കയ്യേല ഒന്ന് കയ്യേൽ. രണ്ടാമത്തെ കാര്യം വായിച്ചിട്ട് മോളെ, നിന്റെ കണ്ണുകളുടെ നടുവ നെറ്റിയിൽ ഇങ്ങനെ ചുറ്റിക്കെട്ടിയേക്കും. നമ്മുടെ കള്ളിക്കാട് തേങ്ങ വെട്ടാൻ കയറുന്ന തോമാച്ച ഈ കഴുത്തെ ഈ തലയിൽ ഇങ്ങനെ ചുറ്റിക്കെട്ടി വെക്കും തോർത്ത്. അതുപോലെ യഹൂദൻ്റെ നെറ്റിക്കകത്തും വചനം. അതിന് വിളിക്കുന്ന പേരാ യൂദ് ഹേ വൗ ഹേ. യഹൂദൻ വിളിക്കുന്നത് ഇത് രണ്ടെണ്ണോ ആന്റി ക്രൈസ്റ്റ് ഇളക്കും. സ്വോത്രം. അതിനായത് വായിച്ചത് ആ ജ്ഞാപക ലക്ഷ്യമായി. വായിച്ചിട്ട് മോളെ അടുത്ത വാക്യം കൂടെ, കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായും ഇരിക്കണം. ഇപ്പൊ ദൈവമക്കൾക്ക് മനസ്സിലായോ? അതിനായി മോളെ കൊണ്ട് ഭയപ്പിക്കുന്നത്. ഒന്ന്, പഴയ നിയമത്തിന്റെ വചനം അവന്റെ കയ്യിരിക്കുന്ന മോശയുടെ തൽമോദ്, ഉൽപ്പത്തി, സഭ, പുറപ്പാട്, ആവർത്തനം, ലേവ്യ, സംഖ്യ. ഇതാ അവൻ്റെ ന്യായപ്രമാണം. അത് വിട്ട് യഹൂദൻ ഇതുവരെ ചലിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ ആൻറ്റി ക്രൈസ്റ്റ് വരും. എല്ലാവരും മനസ്സിലാക്കണം. യവൻ്റെ വചനം കയ്യിലിരിക്കുന്ന അഴിക്കും, എന്നിട്ട് ഇവിടെ ചിപ്പ് കൊടുക്കും. തലയിലിരിക്കുന്ന പത്തിക്കെട്ട് അഴിക്കും, അവിടെയും ചിപ്പ് കൊടുക്കും. അത് വെച്ചാൽ യോഹന്നാനോട് പറഞ്ഞ്, കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ 1 സയൻസ്, കൈമേലും നെറ്റിമേലും. 2, യഹൂദനോടുള്ള ബന്ധത്തിൽ അവൻ്റെ ജ്ഞാപക ലക്ഷ്യമായ വചനം കയ്യിൽ നിന്ന് മാറ്റും, തലമേൽ നിന്ന് മാറ്റും. അതാ യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്താ ന്യൂറോലിങ്കിൻ്റെ പ്രത്യേകത? ഇവിടെ ആ സയൻസ് ചെറുപ്പക്കാർ കേൾക്കാൻ വേണ്ടിയാ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഇടവേളയ്ക്ക് മുമ്പ് ബാക്കി. പിന്നെ ഇന്ന് രാത്രി എന്താ ഒരു ഹല്ലേലൂയ മൈക്രോ ചിപ്പ് വച്ചാൽ അത് കയ്യിലെ മൈക്രോ ചിപ്പ്. അമേരിക്കയിൽ ഇപ്പം കൈ ചുറ്റാവുന്ന ഒരു ബാൻഡേഡ് ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്തൊരു ബാറ്റ് കൂടെ വെച്ചാൽ കൈക്കകത്ത് കൊടുത്താൽ മനുഷ്യൻ്റെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാം. അത് അമേരിക്കയിൽ വന്നു കഴിഞ്ഞു. അതൊരു പ്ലാസ്റ്ററിൻ്റെ രൂപത്തിൽ. അതിനെ കടത്തി വെട്ടിക്കൊണ്ട് യഹൂദൻ്റെ വ്യവസായി എലോൺ മസ്ക് ഇന്ന് രാത്രി മനസ്സിലാക്കണം. എലോൺ മസ്ക് പറയുന്നു, മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ ഇവിടെ ശാസ്ത്രം ജയിക്കാൻ പോവുക. പക്ഷേ അതിനു മുമ്പ് ദൈവസഭ പോവും. എന്താ മനുഷ്യൻ്റെ മസ്തിഷ്കം? ഒരു മനുഷ്യൻ്റെ തലച്ചോറ് 3 ഘടകമാ: സെറിബ്രം, സെറിബെല്ലം, മെഡില്ല ഒബ്ലാങ്കേറ്റ. അതിനകത്ത് ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി. 1 മിനിറ്റിൽ 40 ചിന്ത ഒരു മനുഷ്യൻ്റെ തലച്ചോറിൽ. 1 മണിക്കൂറിൽ 2400 ചിന്ത ഒരു മനുഷ്യൻ്റെ തലച്ചോറിൽ. ഇത് ഇന്റർനെറ്റ് വഴി ഊറ്റിയെടുക്കാം. അതിൻ്റെ ഭാഗമാ ദാണ്ട കണ്ടോണം, മനസ്സിലായിക്കോണം. തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇൻ്റർനെറ്റ്. 8 കൊല്ലം മുമ്പ് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഇൻഫോസിസിൻ്റെ ചെറുപ്പക്കാർ എന്നോട് പറഞ്ഞത്, പാസ്റ്റർ ഇത് പ്രസംഗിച്ചോ, മനുഷ്യൻ്റെ തലച്ചോർ കമ്പ്യൂട്ടർ ഊറ്റിയെടുക്കും. അതിൻ്റെ പേരാ ടെലിപ്പതി. പുറകെ ഞാൻ വായിച്ചു തരാം, ബൈബിളിനകത്തുണ്ട്. ഇന്ന് മനുഷ്യൻ്റെ തലയിൽ എന്തിനാ ചിപ്പ് വെച്ചത് പറഞ്ഞു തരാം. യഹൂദൻ്റെ വ്യവസായി എലോൺ മസ്ക് പറഞ്ഞതാ. എല്ലാവരും പഠിക്കണം, മനസ്സിലാക്കണം. എന്താ അവൻ പറഞ്ഞത്? മസ്തിഷ്കത്തിനകത്ത് ചിപ്പ് വച്ചാൽ ഒരു കാര്യം കണ്ടുപിടിക്കാം. 1, ശരീരത്തിൽ ക്യാൻസറിൻ്റെ അണു എവിടെ ഉണ്ടെങ്കിലും ഈ ചിപ്പ് പറഞ്ഞു തരും. 2ാമത്തെ കാര്യം കേട്ടോണോ, ഇന്ന് പരാലിസേഷൻ നമുക്കറിയാം, BP കൂടി ഒരാൾ കടന്നു പോകും. 2, ക്ഷയരോഗം. ഇതൊക്കെ എവിടെ ഉണ്ടെന്ന് അറിയത്തില്ല. പാർക്കിൻസൺസ് രോഗം. അത് കഴിഞ്ഞിട്ട് മനുഷ്യൻ്റെ ഓർമ്മ കുറയുന്നു. ഇതെല്ലാം ഈ ചിപ്പ് അഡ്വാൻസ് ആയിട്ട് വിളിച്ച് പറഞ്ഞു തരും. 4 മേഖല അവൻ പറഞ്ഞിരിക്കുന്നു. ലോകരാജ്യങ്ങൾ അവനോട് ചോദിച്ചതാ. ഇപ്പം അവൻ പറഞ്ഞത് അറിയോ? ഈ ഒരു ചിപ്പ് വച്ചാൽ
30 വർഷം കൂടി മനുഷ്യൻ്റെ ആയുസ് നീളുമെന്ന്. വരാൻ പോകുന്ന രോഗത്ത് മനുഷ്യൻ്റെ ശരീരത്തിനകത്തൊരു ക്യാൻസറിൻ്റെ അണുവുണ്ടെങ്കിൽ ഈ ചിപ്പ് കാണിച്ചു തരും. പുറകെ ടെക്നോളജി പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം, മനുഷ്യൻ്റെ ശരീരത്തിൽ പാർക്കിസൺസ്, ഈ ചിപ്പ് പറഞ്ഞു തരും മരുന്ന് ഏത് വേണമെന്ന്. മൂന്നാമത്തെ കാര്യം, പാരാലൈസേഷൻ ആവാൻ സാധ്യത, ഈ ചിപ്പ് പറഞ്ഞു തരും. നാലാമത്തെ കാര്യം, ഇനി ഹാർട്ട് അറ്റാക്ക്, കേട്ടോ, ECG എടുക്കണ്ട, ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ 1 കൊല്ലം മുമ്പ് ഈ മൈക്രോ ചിപ്പ് പറഞ്ഞു തരും. അർത്ഥം, സ്കാനർ വെച്ച് ഇന്ന് രാത്രി കാര്യം പറഞ്ഞുതരാം. മനുഷ്യൻ്റെ തല ഒരു മസ്തിഷ്കത്തിൽ ചിപ്പ്. അടുത്ത സയൻസ് കേട്ടോണം. ഞാനും നമ്മുടെ ലൂക്കോസ് മാസ്റ്ററും പണ്ട് ഞാൻ കള്ളിക്കാട് പ്രസംഗിക്കാൻ വന്നു. കള്ളിക്കാട് പ്രസംഗിക്കാൻ വന്നപ്പോൾ ഒരു സംഭവം നടന്നു. എന്താ, ഒരു പേന വേണം. ഞങ്ങൾ കള്ളിക്കാട് ടൗണിൽ പോയി. ഞാനത് പേന, ഇഷ്ടപ്പെട്ട പേന എടുത്തു. പെൺകുട്ടി പറഞ്ഞു 15 രൂപ തന്നേച്ചു പോവാൻ. ഇന്ന് ആ കാലമാണെന്ന് വച്ചായ ദാണ്ട് ഒരു ബാർകോഡ് എല്ലാവർക്കും കാണാം. ഈ പേനയെ കമ്പ്യൂട്ടറിൽ കാണിക്കുമ്പോൾ ഇതിൻ്റെ വിലയും കിട്ടും, ഏത് കമ്പനിയുടെയാന്ന് കിട്ടും, എന്നിവിടെ വന്നെന്ന് കിട്ടും, GSTയും കിട്ടും. അതുപോലെ മനുഷ്യൻ്റെ തല ചിപ്പ് വച്ചാൽ ചിന്നമാമ സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കുമ്പോൾ ഒരു പെൺകുട്ടി ലൈറ്റ് അടിച്ച് വില കാണിക്കുന്നത് പോലെ മനുഷ്യൻ്റെ ശരീരത്തിലെ രോഗാവസ്ഥ മുഴുവൻ ഈ ചിപ്പ് വെളിപ്പെടുത്താൻ പോകുന്ന കരമുയർത്തുന്നവർക്കായി ഇതിൻ്റെ പേരാ അന്ത്യകാലം. കൈമേലും നെറ്റിമേലും മുദ്ര. ഒന്ന്, മെഡിക്കൽ സയൻസ്. ചെറുപ്പക്കാർ കേൾക്കണം, നിങ്ങൾക്ക് വേണ്ടിയാ. ഇനി അടുത്ത സമയത്ത് പ്രസംഗിത്തില്ല, എനിക്ക് സുഖമില്ല, ഇത്രയും ബുദ്ധിമുട്ടി പ്രസംഗിക്കുക. രണ്ടാമത്തെ കാര്യം, ടെക്നോ പാർക്കിൽ ഒരു കമ്പനി, ഒരു 5 ലക്ഷം രൂപ ഒരു പയ്യന് ശമ്പളം. അവൻ്റെ മുതലാളിക്ക് ഒരു സംശയം, ഈ ചെറുപ്പക്കാരൻ കമ്പനിയുടെ കൊട്ടേഷൻ വേറെ ആർക്കെങ്കിലും മറിക്കുന്നോന്നും. അവനോട് വല്ലതും പറഞ്ഞാൽ പിറ്റേന്ന് അവൻ റിസൈൻ ചെയ്തു പോകും. അതിന് ഈ മുതലാളി ഒരു കാര്യം ചെയ്യും, ഈ മോൻ്റെ കയ്യിൽ ഒരു ചിപ്പ് കൊടുക്കും. ഈ ചിപ്പ് എന്തോയും ടവർ പോലെ മുതലാളിയുടെ കമ്പ്യൂട്ടറുമായി ബന്ധിക്കും. മുതലാളിയുടെ കമ്പ്യൂട്ടറുമായി ബന്ധിച്ചാൽ ഈ ചെറുപ്പക്കാരൻ ആരോട് സംസാരിക്കുന്നെന്ന് ഈ ചിപ്പ് മുതലാളിയുടെ ലാപ്ടോപ്പിൽ മെസ്സേജ് കൊടുക്കും. അങ്ങനെയെങ്കിൽ ഇന്നത്തെ റിലയൻസും ഇന്നത്തെ അദാനിയും ഇന്നത്തെ മൈക്രോസോഫ്റ്റും ഇന്നത്തെ IBM എല്ലാം താമസം വിന തങ്ങളുടെ പണിക്കാർക്ക് ശമ്പളം കൂടിയിട്ട് കയ്യിലോട്ട് ചിപ്പ് കൊണ്ടുവരും. സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ. കേൾക്കണം. 1, മെഡിക്കൽ. 2, കമ്പനി. മൂന്നാമത്തെ കാര്യം, മനുഷ്യൻ ഇനി മൊബൈൽ ഡയൽ ചെയ്യണ്ട. പറയാം, നിങ്ങളുടെ ടച്ച് മൊബൈൽ ഒന്ന് ഞെക്കുമ്പോൾ ഭാര്യയുടെ മൊബൈലിലേക്ക് പോവും. അങ്ങനെയെങ്കിൽ ഇനി നിങ്ങൾ ഈ ചിപ്പ് തലച്ചോറിൽ വെച്ചിട്ട് കാട്ടാക്കടയിൽ യേശുദാസൻ ബ്രദറിന് ഒന്ന് വിളിക്കണമെന്ന് ആലോചിച്ചാൽ ഈ തലച്ചോറ് ബാങ്കിൽ നിന്ന് നമുക്ക് പൈസ അടയ്ക്കാൻ മെസ്സേജ് വരുന്ന പോലെ മൊബൈലിനോട് പറയും, എടാ കാട്ടാക്കടയിലെ യേശുദാസനെ വിളിക്കാൻ, തന്നെ ഡയൽ ചെയ്ത് കൈ തരും. എന്തൊരു നല്ലതാ അമ്മാമ്മ, ഞാനൊരു ചിപ്പ് കിട്ടി, എന്തൊരു സന്തോഷമായി, സ്വോത്രം. ഒന്നുപോലും ഞെക്കണ്ട. തലയിരിക്കുന്ന ചിപ്പിനോട് മസ്തിഷ്കം പറയും, കാട്ടാക്കടയിൽ യേശുദാസൻ ബ്രദറിനെ വിളിക്കാൻ പറയുമ്പോൾ ഈ ചിപ്പിൽ നിന്നൊരു മെസ്സേജ് പോവും. ഏതാ, നമ്മുടെ മൊബൈലിൽ മെസ്സേജ് വരുന്ന പോലെ നമ്മൾ ഞെക്കുന്നതിന് പെട്ട് തന്നെ അടിച്ചിട്ട് തരുന്ന യേശുദാസനോട് സംസാരിച്ചോളാം. സ്വോത്രം. ദാനിയേൽ പ്രവചനം. അന്ത്യകാലത്ത് മനുഷ്യൻ്റെ ജ്ഞാനം, ആ ഉപദേശിമാരെല്ലാം ഒന്ന് കഴിയ വരുത്തിയാട്ടെ, അന്ത്യകാലത്ത് മനുഷ്യൻ്റെ ജ്ഞാനം വർദ്ധിക്കും. അതിനുവേണ്ടി എലോൺ മസ്ക്. അപ്പം നിങ്ങൾ ചോദിക്കും, മനുഷ്യൻ്റെ ലൊക്കേഷൻ തരുമോ? മനുഷ്യൻ്റെ ലൊക്കേഷൻ തരുവാൻ ഇവൻ്റെ അനിയനിപ്പോൾ വന്ന് തിരുവനന്തപുരത്ത്, അതിൻ്റെ പേരാ ChatGPT AI ക്യാമറ. കേട്ട വല്ലവരും ഉണ്ടോ? ChatGPT AI ക്യാമറ. എവിടാ? ഇതായിരിക്കുന്ന കൊടപ്പന മൂട്ടിയിരിപ്പുണ്ട്. കൊടപ്പന മൂട്ടിന്ന് ഒരു വയറ് ശാസ്തമംഗലത്തേക്കില്ല. 3 മുള്ളും ഒരു പെട്ടി ഇരിപ്പുണ്ട് കൊടപ്പന മൂട്ടി. സ്വോത്രം. ശാസ്തമംഗലത്തേക്ക് വയറില്ല. എന്താ AI ക്യാമറ? കേട്ടോണം, ചെറുപ്പക്കാരെല്ലാം കേട്ടോണം. ഏകദേശം 750 ക്യാമറ. അതുകൊണ്ട് തിരുവനന്തപുരത്ത് 2 വീലർ കൂടുതലാണെന്ന് സർക്കാരിനും അറിയാം. അതുകൊണ്ട് 110 ക്യാമറയെ തിരുവനന്തപുരക്കാരുടെ തലയില്ല. സന്തോഷമില്ലല്ലോ? സ്വോത്രം. എല്ലാത്തിൻ്റെയും തപ്പി പിടിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ലിസ്റ്റ് നോക്കി, 110 ക്യാമറ തിരുവനന്തപുരം. സ്വോത്രം. അതിൻ്റെ എന്താ? AI ക്യാമറ. ഇന്ന് രാത്രി കേട്ടോണം, ഇത് വണ്ടികളെ ട്രേസ് ചെയ്യുന്നെങ്കിൽ കർത്താവിൻ്റെ വരവൽ കൈവിടപ്പെട്ടാൽ അതിൻ്റെ സയൻസ് കൂടെ പറഞ്ഞുതരാം. എന്താ AI ക്യാമറയുടെ സയൻസ്? കേട്ടോണേ നിങ്ങൾ. ഇന്ന് രാത്രി കാസർഗോഡ്, തലപ്പാടി, ഈ നമ്മുടെ കളിക്കാവിള, ഇഞ്ചിവിള എല്ലായിടത്തും വെച്ചിരിക്കുക. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ChatGPT. എന്താ ഇത്? വണ്ടിയുടെ പടമെടുത്താൽ 1-ാം മിനിറ്റിൽ ഈ ക്യാമറ പടമെടുക്കും. 2-ാം മിനിറ്റിൽ ശാസ്തമംഗലത്തിരിക്കുന്ന റോബോട്ട് AI ആ ടെക്നോളജിയിൽ വീഴും. 3-ാം മിനിറ്റിൽ MVDയുടെ സൈറ്റിൽ വരും. 4-ാമത്തെ മിനിറ്റിൽ
കാട്ടാക്കട ഷിബുച്ചേട്ടൻ്റെ മൊബൈൽ വരും. കാട്ടാക്കടയിൽ പോയപ്പം തലയിൽ ചട്ടിത്തൊപ്പിയില്ലെന്ന്. സ്വോത്രം. വെറും 4 മിനിറ്റ്. പഴയ കാലമല്ല. 1 പടം, 2 AI, 3 MVD, 4 നമ്മുടെ മൊബൈലിൽ. അതാ ഇന്നത്തെ AI ക്യാമറ. ഒരു ദിവസം എത്ര വണ്ടിക്ക് ഫൈൻ? 50,000 വണ്ടിക്ക് കേരളത്തിനകത്ത് ഫൈൻ കൊടുക്കുന്നു. 750 ക്യാമറ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ക്യാമറയുടെ കാര്യം പറഞ്ഞ് ചെറുപ്പക്കാർ ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നു. ഇതിനകത്തൊരു സംഭവം പറയാം, വലിയ കുഴപ്പം. കുടുംബജീവിതം തകർക്കുന്നവനാ ഈ ക്യാമറ. പറഞ്ഞുതരാം. സ്വോത്രം. നമ്മുടെ കള്ളിക്കാട്ടൊരു പയ്യൻ കല്യാണം കഴിച്ചു. അവൻ വിഴിഞ്ഞത്തുനിന്നാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ പെങ്കൊച്ച് വീട്ടുകാർ അവനൊരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് കൊടുത്തു. സ്വോത്രം. ഇന്നത്തെ ചെറുപ്പക്കാരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. പെങ്കൊച്ചിൻ്റെ അപ്പൻ അവിടെ പേര് വണ്ടി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. സന്തോഷമില്ലല്ലോ. അപ്പോൾ ആരുടെ മൊബൈൽ നമ്പരാ? ഭാര്യയുടെ മൊബൈൽ നമ്പർ. ആരുടെ ആധാർ കാർഡ്? കള്ളിക്കാട്. ഈ കള്ളിക്കാട് ചെറുപ്പക്കാരൻ കല്യാണം കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു സംഭവം നടന്നു. അവൻ കള്ളിക്കാടെന്ന് ഒരു ഹെൽമറ്റും വെച്ച് പേയാടിന് പോവുക. കട്ടകാലത്തിന് മടത്തിക്കോണത്ത് ചെന്നപ്പം പരിചയമുള്ളൊരു പെങ്കൊച്ചിനെ കണ്ടു. ആരും തെറ്റിദ്ധരിക്കരുത്. ആ പെങ്കൊച്ചിനെ പിടിച്ച് വണ്ടിയുടെ പുറകെ കയറ്റിയിരുത്തി. സ്വോത്രം. അന്ന് ഗതികേടിന് ചൂണ്ടുപലക ആ മരത്തിൻ്റെ മേളിൽ ഇരിപ്പുണ്ടായിരുന്ന AI ക്യാമറ. സന്തോഷമില്ലല്ലോ. പുറകെ ഇരിക്കുന്ന പെങ്കൊച്ചിൻ്റെ പടം ഒറ്റയടി. സ്വോത്രം. മനസ്സിലാക്കണം. ഇത് രക്ഷപ്പെടാനുള്ള പണിയുണ്ട്. AI ക്യാമറ. ഈ ചെറുപ്പക്കാരൻ പെങ്കൊച്ചനെ കാട്ടാക്കട വിട്ട് കിള്ളിയിലോട്ട് പോകുമ്പോൾ ഭാര്യയുടെ ഫോൺ വരുന്നത്, ചേട്ടൻ പേയാട് പോയാന്നോ, കണ്ട പെങ്കൊച്ചിനെ ബൈക്കിൻ്റെ പുറകെ വെച്ചാന്നു. സ്വോത്രം. കാര്യം എന്താ? എവൻ്റെ പുറകെ ബൈക്കിൻ്റെ പുറകെ പെങ്കൊച്ച് കയറിയിരുന്നത്. 1-ാം മിനിറ്റ് ക്യാമറ, 2-ാം മിനിറ്റ് തിരുവനന്തപുരം, 3 MVD, 4 ഭാര്യയുടെ മൊബൈൽ. സ്വോത്രം. കുടുംബജീവിതം തകരാൻ വല്ലതും വേണോ? കാര്യം ഒന്നുമില്ല. സ്വോത്രം. പെങ്കൊച്ചിൻ്റെ തലയിൽ ഹെൽമറ്റില്ല. ഇനി 2ാമത്തെ കാര്യം, നിങ്ങളെ ഞാൻ പിടിക്കുന്നില്ല ഇതിനകത്തല്ലോ. എൻ്റെ കാര്യം, ഞാൻ ഇവിടെ നമ്മുടെ കള്ളിക്കാട് കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്നത്. എനിക്ക് അന്ന് പോകേണ്ടത് കൊണ്ട് ഞാൻ കാരണത്താ വന്നത്. അന്തിയൂർക്കോണത്ത് വന്നപ്പോൾ പരിചയമുള്ള CSIയിൽ ഒരു ചേച്ചി നിൽക്കുന്നത്. ഞാൻ ചോദിച്ചു എങ്ങോട്ട് വന്ന് ചേച്ചി? ഉടനെ പറഞ്ഞ് കാട്ടാക്കടയ്ക്ക് പോവാം. ഞാൻ പറഞ്ഞു കാർ ഫ്രീ അല്ലയോ? ചേച്ചി കയറിക്കോളാൻ പറഞ്ഞു, ഫ്രണ്ട് ഇരിക്കാൻ പറഞ്ഞു. പല കാര്യം ചോദിച്ചു. ബെൽറ്റ് ഇടാൻ മറന്നുപോയി. സ്വോത്രം. മനസ്സിലാക്കണം. ഇഞ്ഞ് കിള്ളിക്കിപ്പുറം വന്നപ്പോൾ മേപ്പൂക്കട വന്നപ്പോൾ ഒരൊറ്റയടി കാറിൻ്റെ ക്യാമറ. സ്വോത്രം. എന്താ സംഭവിച്ചതെന്നറിയാമോ? എൻ്റെ വണ്ടിയുടെ RC ബുക്ക് എൻ്റെ ഭാര്യയുടെ പേരിലായിരുന്നു. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഞാൻ കാട്ടാക്കട കഴിഞ്ഞ് ചൂണ്ടുപലകയ്ക്ക് ഇപ്പുറത്ത് നമ്മുടെ മരശിഷ് പാർട്ടിയുടെ ഇവിടെ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ഭാര്യയുടെ ഫോൺ വരുന്നു. അച്ചായൻ കൺവെൻഷന് പോയതാന്നോ ആൻറ്റിയായിട്ട് കറങ്ങാൻ പോയാന്നോ? കാര്യം തീർന്നില്ലയോ? സ്വോത്രം. സന്തോഷമില്ലല്ലോ. ബെൽറ്റ് ഇട്ടില്ല. സ്വോത്രം. കാര്യം റെഡിയായി. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇനി ഞാൻ യോഗം കഴിഞ്ഞ് എപ്പോഴെങ്കിലും വരുമ്പോൾ ചെറുപ്പക്കാർ ചായ മേടിച്ച് തരണം. കുടുംബകലഹം ഒഴിവാക്കാം. സ്വോത്രം. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു പരിപാടിയോടെ പറഞ്ഞുതരാം. നാളെ വർക്കിംഗ് ഡേയാ. ദാണ്ട് ഇവിടെ അക്ഷയയോടുണ്ട്. ഭാര്യ അറിയാതെ RC ബുക്കുമായിട്ട് അക്ഷയയിൽ പോകണം. സ്വോത്രം. എന്നിട്ട് അവിടെ ചെന്നിട്ട് RC ബുക്ക് കാണിച്ചിട്ട് പെങ്കൊച്ചിനോട് പറയണം, കേരള മോട്ടോർ വകുപ്പല്ല, പരിവാഹനകത്ത് അടിക്കാൻ പറയണം. അന്നേരം ഭാര്യയുടെ മൊബൈൽ നമ്പർ ആയിരിക്കും. അന്നേരം ആ പെങ്കൊച്ച് ചോദിക്കുക എന്തോ വേണം? അപ്പോൾ പറഞ്ഞ് എൻ്റെ മൊബൈൽ നമ്പർ മാറ്റുക. അത് നടക്കത്തില്ലെന്ന് പറയുമ്പോൾ അതിനൊരു ഓപ്ഷനുണ്ട്. ഈ മൊബൈൽ ഉടനെ കട്ടാവാൻ പോവുക, അതുകൊണ്ട് എനിക്ക് നമ്പർ മാറ്റണം. ഭയങ്കര പരിപാടിയായത്. സ്വോത്രം. ചായ പ്രത്യേകിച്ച് പേടിച്ചിരുന്നു. സ്വോത്രം. അപ്പോൾ പെങ്കൊച്ച് ചോദിക്കും ഇടുന്ന മൊബൈൽ കൊണ്ടുവന്നിട്ടുണ്ട്, OTP വരുമെന്ന്. സ്വോത്രം. അപ്പോൾ ചെറുപ്പക്കാരൻ പറയും മോളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടത്. എന്നാൽ ചേട്ടാ അവളൊരു ഓപ്ഷൻ കൊടുക്കും, ഈ മൊബൈൽ നമ്പർ കട്ടാകുന്നു, അതുകൊണ്ട് ഈ ഒരു പുതിയ നമ്പർ ഇടണമെന്ന് പറയുമ്പോൾ പരിവാഹൻ മെസ്സേജ് അയക്കും. OTP ഒരു 4 നമ്പർ വരും. പെങ്കൊച്ച് പറയും ചേട്ടാ നമ്പർ വന്നിട്ടുണ്ടോ, ഇങ്ങോട്ട് തരാൻ പറയും. ആ 4 നമ്പർ അടിക്കുമ്പോൾ നമ്മുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വരും, സക്സസ്ഫുൾ, 20 രൂപ, വില തുച്ഛം, ഗുണം മെച്ചം. ആരെ വണ്ടിയുടെ പുറയിരുത്താം, 500 ഫൈൻ കൊടുത്തോണ്ടാൽ മതി. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇതായിരിക്കുന്ന കാര്യം. ഭാര്യ പോലും അറിയത്തില്ല നമ്പർ മാറിയത്. കാര്യം മാറ്റാൻ അത്രയും ടെക്നോളജിയായി. അതുകൊണ്ട് ചെറുപ്പക്കാരുടെ കാര്യം പറഞ്ഞപ്പോൾ പെമ്പിള്ളാരും ചിരിക്കുന്നു. സ്വോത്രം. പെമ്പിള്ളാരും കള്ളിക്കാട്ട് മോശമല്ല. ചേട്ടൻ അറിയാതെ ആരെയൊക്കെ പുറകെ കയറ്റിയിട്ടുണ്ടോ നീയും ഫൈൻ കൊടുക്കേണ്ടി വരും. സ്വോത്രം. കണ്ടോ? അങ്ങനെയുള്ളൊരു കാലം വരാറായി. തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇൻ്റർനെറ്റ് ബൈബിളിനകത്തുണ്ടോ? കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഈ ടെക്നോളജിയുടെ പേര് പഠിക്കുന്ന +2 കമ്പ്യൂട്ടർ എഞ്ചിനീയർ. ഇന്നലെ ഇവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവർ കേട്ടു, പെമ്പിള്ളാർ കേട്ടോ. ഈ ടെക്നോളജിയുടെ പേരാ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. ഒരു മലയാളവും കൂടെ. ഇന്ന് തമിഴ്നാട്ടിൽ നിങ്ങൾ കളിക്കാവിടെ കയറുമ്പോൾ നിങ്ങളുടെ മൊബൈൽ പറയുന്നൊരു കാര്യമുണ്ട്, സെൽവൺ തമിഴ്നാട് വെൽക്കം. സ്വോത്രം.
അത് മൊബൈൽ വേണം. തിരിച്ച് തമിഴ്നാട്ടിൽ നിന്ന് ഇനി കാരക്കോണം ചാടുമ്പോൾ അടുത്തത് വരും വെൽക്കം ബാക്ക് BSNL കേരള. ഇനി മൊബൈലും വേണ്ട, ചാർജറും വേണ്ട, കൈക്കകത്ത് മൈക്രോ ചിപ്പ് വച്ചാൽ സാറ്റലൈറ്റ് ഉപഗ്രഹം വഴി മനുഷ്യനെ തെരഞ്ഞു പിടിക്കുന്ന ഒരു കാലം വരാറായി. സ്വോത്രം. അതിനാസ്പദമായി 2 കാര്യം പറയാം. 2 മിനിറ്റ് ഇരിക്കണം. കേരളത്തിൽ ഇല്ല സർട്ടിഫിക്കറ്റ് നിർത്തിയൊരു പെങ്കൊച്ചുണ്ടായിരുന്നു. എങ്കിലും എൻ്റെ വിദ്യയെ കേട്ട എത്ര പേരുണ്ട്? സന്തോഷമില്ലല്ലോ. സ്വോത്രം. എങ്കിലും എൻ്റെ വിദ്യയെ സർട്ടിഫിക്കറ്റ് തിരുത്തി. അവളൊരു കുഴപ്പം കാണിച്ചു. അവൾ എറണാകുളത്തെ സർട്ടിഫിക്കറ്റ് തിരുത്തിയിട്ട് കറങ്ങി കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. പക്ഷെ അവൾക്ക് ഇത്ര സർട്ടിഫിക്കറ്റ് തിരുത്തിയിട്ട് ഒരു ബുദ്ധിയില്ലായിരുന്നു. ആ സിം കാർഡ് മാറ്റിയില്ല. സിം കാർഡ് അതിൽ കിടന്നപ്പോൾ പേരൂർ കടയ്ക്കപ്പുറത്ത് മണ്ണാമൂലയുണ്ട്. മണ്ണാമൂല അവിടുന്ന് സിഗ്നൽ സിം കാർഡിലേക്ക് അയക്കുമ്പോൾ ലൊക്കേഷൻ തരും. അങ്ങനെ എങ്കിലും എൻ്റെ വിദ്യ കോഴിക്കോട് ചപ്പാത്തി നിന്നുകൊണ്ടിരുന്നപ്പോൾ ഒറ്റ പിടി പിടിച്ചത്. സ്വോത്രം. ഇനി 2ാമത്തെ കാര്യം, വേറൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. കേരള യൂണിവേഴ്സിറ്റി മാർക്ക് ലിസ്റ്റ് തിരുത്തിയ കായംകുളംകാരൻ ഒരു പയ്യൻ. അവൻ എവിടെ പോയെന്നറിയാമോ? കള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് കോഴിക്കോട് പോയി. അടുത്ത പരിപാടി അവൻ്റെ മിന്നൽ ബസ്സിൽ കയറിയിട്ട് കോട്ടയത്ത് ഇറങ്ങി കുമളി വഴി തമിഴ്നാട്ടിൽ ചാടാനായിരുന്നു. അവൻ കോഴിക്കോട് നിന്ന് കയറി. അവിടെ നിന്നപ്പോഴേ ഈ പയ്യൻ്റെ മൊബൈൽ പോലീസ് നോക്കുന്നു. ഓഫ് ചെയ്തിരിക്കുക. ബാഗിനകത്ത് അവൻ ചാരിക്കിടന്ന് ഉറങ്ങുക. അപ്പോഴേ പോലീസിന് കിട്ടി. ഏറ്റുമാനൂരിൽ വന്നപ്പോൾ CI പറഞ്ഞു, മോനെ താഴെ വാ, മധുരമില്ലാത്ത ചായ കുടിക്കാമെന്ന്. സ്വോത്രം. അവൻ പോലും അറിഞ്ഞില്ല. സ്വോത്രം. കായംകുളക്കാരൻ ചെറുപ്പക്കാരനെ പിടിച്ച പോലീസുകാരുടെ കൂട്ടത്തിൽ എൻ്റെ ആളുണ്ട്. സ്വോത്രം. പുള്ളിയോട് ഞാൻ ചോദിച്ചു, എൻ്റെ സാറേ എങ്ങനെ പൊക്കി? അപ്പോഴാ പറഞ്ഞ, പാസ്റ്ററെ അവൻ്റെ മൊബൈൽ ബാഗിനകത്തുണ്ടായിരുന്നു, ഞങ്ങൾ ടവർ ലൊക്കേഷൻ പിടിച്ചു. അപ്പം ഞാൻ ചോദിച്ച്, അവൻ കോഴിക്കോട് നിന്ന് കയറിയപ്പോഴേ കണ്ടോ? അപ്പോൾ പറഞ്ഞ്, അവൻ ഇച്ചിരി നേരം വണ്ടി ഇരുന്ന് ഉറങ്ങട്ടെ, ഏറ്റുമാനൂരാകുമ്പോൾ നേരം വെളുക്കും ചായ കൊടുക്കാം. സ്വോത്രം. അവിടെ ഇട്ട് പിടിച്ചു മിന്നൽ ബസ്സിനകത്ത്. ഇതൊക്കെ കാണണം മക്കളെ. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ടെക്നോളജിയൊക്കെ നോക്കണം. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഒന്ന് ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി. +2 പഠിക്കുന്ന ടീച്ചേഴ്സ്, കുഞ്ഞുങ്ങൾ നോട്ട് വരാൻ പോകുന്ന ടെക്നോളജി RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ്. സ്കാൻ വേണ്ട, ബ്ലഡ് ടെസ്റ്റ് വേണ്ട. ശരീരത്തിലെ രോഗങ്ങൾ മുഴുവൻ ഒരു മൈക്രോ ചിപ്പ് വഴി മോണിറ്റർ ചെയ്യുവാൻ ലോകം. 2, മനുഷ്യൻ എവിടെയെന്ന് ലൊക്കേഷൻ തരും. 3ാമത്തെ കാര്യം, വൻകിട കമ്പനികൾ ഈ മൈക്രോ ചിപ്പിന് പിടിക്കാൻ പോന്നു. മനുഷ്യൻ്റെ ആയുസ് 30 വർഷം കൂടാൻ പോന്നു. ബൈബിളിനകത്തുണ്ടോ? എലോൺ മസ്ക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സകല മനുഷ്യനെയും ഒരു കമ്പ്യൂട്ടറിനകത്ത് കൊണ്ടുവരാൻ പോകുന്നു. വായിക്കാം. RNM വെളിപ്പാട് 13:10 വാക്യം വായിച്ചിട്ട് മക്കളെ. വെളിപ്പാട് 13:10. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. ആ കരമൊന്ന് ഉയർത്തിയാട്ടെ. സകല മനുഷ്യരെയും അടിമയാക്കി കൊണ്ടുപോകും മൈക്രോ ചിപ്പിന്റെ ബലത്തിൽ. അടുത്തത്, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. അടുത്തത്, ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. അന്ത്യം വരെ സഹിച്ചു നിൽക്കുന്നവനെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. സ്വോത്രം. ഇനി അടുത്തത്, ഇപ്പം പ്രസംഗിക്കുമ്പോൾ പലരും വിചാരിക്കും ഇവിടെ നല്ല പഠിത്തമുള്ളവരാ. കാറ്റാക്കട ക്രിസ്ത്യൻ കോളേജ് പുറത്ത് കിടക്കുന്ന പീരണക്കാവ് സ്കൂൾ കിടക്കുന്നു, പട്ടകുളത്ത് നല്ല ഹൈസ്കൂൾ. അവർ വിചാരിക്കും, പാസ്റ്ററെ ഒരു ചിപ്പിനകത്ത് ഈ കാര്യമെല്ലാം റീഡ് ചെയ്യാൻ പറ്റൂ. കേൾക്കണം, ആ സയൻസ് കൂടെ തീർത്ത് തരാം. ഒരു ചിപ്പിനകത്ത് ഇത് റീഡ് ചെയ്യാൻ പറ്റൂ. ഒരു ചിപ്പ്, ഒരു ഫിലമെൻ്റ്. ഇന്ന് രാത്രി തലയിൽ ഒരു ഫിലമെൻ്റ് വെച്ചാൽ, ഇവിടെ സൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുന്ന എൻ്റെ സഹോദരൻ ബിജു, പണ്ടത്തെ കാലത്ത് ബിജു കള്ളിക്കാട് കൺവെൻഷന് വന്നാൽ ഒരു കാര്യം ചെയ്യും, ഒരു 10 CD ആയിട്ടാണ് വരുന്നത്. സ്വോത്രം. ഓരോ CD ഓരോ ദിവസം കറക്കിക്കൊണ്ടിരിക്കും. ഇന്ന് അവൻ്റെ മൊബൈലിൻ്റെ പാക്കറ്റ് ചിന്നമ്മാമ ബ്ലൗസേ കുത്തുന്ന ഒരു സാധനമുണ്ട്, പെൻഡ്രൈവ്. സന്തോഷമില്ലല്ലോ, പിന്ന് പോലെ ഒരു സാധനം. അവ ഇവിടെ കൊണ്ടുവന്ന് ബിജു കുത്തിയാൽ 8 ദിവസം കള്ളിക്കാട് കൺവെൻഷൻ നടന്നാലും ആ ഫിലമെൻ്റ് 400 പാട്ട്. സന്തോഷമില്ലല്ലോ. അതേ ഫിലമെൻ്റ് ഈ തലയ്ക്കകത്ത് വെച്ചാൽ ആ ഫിലമെൻ്റ് ഈ മോണിറ്റർ ഓൺ ചെയ്യുന്നത് പോലെ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് മനുഷ്യൻ്റെ സകല കാര്യങ്ങളും നിശ്ചയിച്ചു കൊടുക്കും. ഇനി അടുത്തത്, ചെറുപ്പക്കാർ കേൾക്കണം. ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഏഷ്യാനെറ്റിൻ്റെ ചെയർമാൻ രാജീവ് ചന്ദ്രശേഖർ. എല്ലാവരും കേൾക്കണം. അദ്ദേഹം കേന്ദ്രത്തിൻ്റെ IT മന്ത്രിയാണ്, രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം എവിടെ പോയി? ഡിസംബറിൽ ബ്രിട്ടനിൽ ഒരു കോൺഫറൻസിന് പോയി. ആ കോൺഫറൻസിൻ്റെ പേര് ChatGPT ഇൻ്റർനെറ്റ്. അന്ന് എലോൺ മസ്ക് എന്ന വ്യവസായി അവിടെ ഉണ്ട്. ഈ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ നിങ്ങൾ ചോദിക്കണം, ഏഷ്യാനെറ്റ് വാർത്ത ഇവിടുത്തെ BJPയിലെ സൗകര്യങ്ങൾ ചോദിച്ചാട്ട്, എല്ലാവരും നമ്മുടെ സ്നേഹിതർ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ അടുത്ത് എലോൺ മസ്ക് പറഞ്ഞതാ, ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ ഇന്ത്യ. ഇവിടെ കവർച്ചക്കാർ കാണും, ബാങ്ക് കൊള്ളക്കാർ കാണും, തീവ്രവാദികൾ കാണും. എവരുടെ തലയ്ക്കകത്ത് മൈക്രോ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്താൽ ഇവിടെ ഒരു കുഴപ്പവും വരത്തില്ല, തീവ്രവാദവും വരത്തില്ല, ബാങ്ക് റോബറിയും വരത്തില്ല. മലയാളം, നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം.
അതിൻ്റെ ഫ്രണ്ടിൽ കുറേ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. ഡാം സ്റ്റേഷൻ്റെ അതിർത്തിയിൽ കാപ്പാക്കാർ, പിടിച്ചു പറിക്കാർ, കണ്ട എത്ര പേരുണ്ട്? കുറ്റവാളികൾ പോലീസ് സ്റ്റേഷന് മുമ്പിൽ. ആ കണ്ടോടോ? അതുപോലെ ഈ പോലീസ് സ്റ്റേഷൻ ഫോട്ടോ ഒട്ടിക്കുന്നതിന് പകരം സംശയമുള്ളവൻ്റെ തലയിൽ ഈ മൈക്രോ ചിപ്പ് കൊടുത്താൽ ഇന്ത്യക്കകത്ത് തീവ്രവാദി ആക്രമണം ഉണ്ടാകത്തില്ല, ബാങ്ക് തട്ടിപ്പുണ്ടാകത്തില്ല. ഒന്നുമില്ലാതെ സകലരെയും ഒരു കമ്പ്യൂട്ടറിൽ കൊണ്ടുവരാം. പറഞ്ഞത് ആരോട്? എലോൺ മസ്കിനോട്. എലോൺ മസ്ക് ആരോട് പറഞ്ഞു? തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരോട് പറഞ്ഞെങ്കിൽ കള്ളിക്കാട്ട ദൈവമക്കൾ പറയണം, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ കരമുയർത്തുന്നവർക്കായി രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. കള്ളിക്കാട്ട ദൈവമക്കള് ഇത് ചെയ്യേണ്ടത്. ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. രാത്രി കഴിവാറായി, പകലടുത്തു. അടുത്തത്, യഹൂദൻ ഒരു കാരണവശാലും മൈക്രോ ചിപ്പ് വെക്കത്തില്ല. യഹൂദൻ മൈക്രോ ചിപ്പ് വെക്കാത്ത കാര്യം ഒരു വാക്യം കൂടെ വായിച്ച് ഇടവേളയിലേക്ക് പോകും. ലേവ്യ പുസ്തകം 13-ാം അധ്യായം 28-ാമത്തെ വാക്യം. ബൈബിൾ ഒന്നെടുത്ത് വായിച്ചിട്ട് മോളെ. ലേവ്യ പുസ്തകം. എന്നാൽ പുള്ളി തൊക്കിന്മേൽ പരക്കാതെ, കൈക്കകത്ത് ചിപ്പ്, പുള്ളി തൊക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും നിറം മങ്ങിയിരിക്കുകയും ചെയ്താൽ അത് തീ പൊള്ളലിന്റെ തിണർപ്പാകുന്നു. അടുത്തത്, പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. അത് തീ പൊള്ളലിന്റെ തിണർപ്പത്രേ. അർത്ഥം ദാണ്ടെ യഹൂദന്റെ കൈക്കകത്ത് വചനമുണ്ട്. വചനം മാറ്റും. മസ്തിഷ്കത്തിൽ വചനമുണ്ട്. അവിടെ രണ്ടിടത്തും ചിപ്പെടുത്ത് വെക്ക്. ചിപ്പ് അവൻ വെക്കത്തില്ല. മോശയുടെ ന്യായപ്രമാണം ലേവ്യ, പുള്ളി തൊക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ നിറമങ്ങ് മാറ്. അത് അതിനകത്ത് വെച്ചാൽ തീപ്പൊള്ളലിന്റെ തിമിർപ്പ. അവൻ അശുദ്ധന, പാളയത്തിൽ നിന്ന് കൊണ്ടുപോകും. അങ്ങനെയെങ്കിൽ എലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ വരുന്ന മൈക്രോ ചിപ്പ് യഹൂദൻ കൈകളിൽ വക്കത്തില്ല. അന്ന് എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ, കേട്ടോണേ, എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ കൈകളിൽ മേൽ ചിപ്പ് വെക്കാത്ത യഹൂദന്റെ കഴുത്ത് IS-ന്റെ തീവ്രവാദികൾ അറക്കുന്ന കാലം വരാറായി. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ കഴുത്തറത്ത് വീഴുന്ന രക്തസാക്ഷികളെ കണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു, പീഡാകാല രക്തസാക്ഷികൾ കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി യഹൂദൻ ഈ ചിപ്പ് വെക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രി പെന്തിക്കോസ്തിലെ സഹോദരങ്ങളെ, CSIയിലെ സഭാമക്കളെ, കത്തോലിക്കയിൽ നിന്ന് വന്ന കുഞ്ഞുങ്ങള്, ഈ ചിപ്പ് നമ്മുടെ കരങ്ങളിൽ വെക്കുവാൻ ദൈവം അനുവദിക്കുമോ? ഇടവേളയിലേക്ക് പോകാം. നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. നാനോ അല്ല, സിലിക്കോൺ അല്ല, മൈക്രോ അല്ല, DNA അല്ല. വായിക്കാൻ കുഞ്ഞെ FSC ലേഖനം 4-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. 2 മുദ്ര. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ആ കരമൊന്ന് ഉയർത്തിയാട്ടെ. കള്ളിക്കാടിരിക്കുന്ന എല്ലാവരും അന്നാളിൽ കൈമേലും നെറ്റിമേലും മുദ്ര കെട്ടുമാറും മൃഗത്തിന്റെ പേരിന്റെ സംഖ്യവും മുദ്രയുള്ളവനല്ലാതെ വാങ്ങുവാനും വിൽക്കാനും കഴിയാതിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി കള്ളിക്കാട് അപ്പച്ച അമ്മച്ചിയെ, നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. നാനോ അല്ല, സിലിക്കോൺ അല്ല, മൈക്രോ അല്ല, DNA അല്ല, എലോൺ മസ്കിന്റെ മൈക്രോ ചിപ്പ് അല്ല. പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്ര പ്രാപിച്ചവരെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. കള്ളിക്കാട് ദൈവമക്കളെല്ലാം വലതുകരമൊന്ന് ഉയർത്തിയാട്ട്, ഈ വചനമൊന്ന് പറഞ്ഞാട്ട്, ഇന്ന് രാത്രി കരമുയർത്തിയാട്ടെ. നമ്മുടെ പൗരത്വമോ കരമുയർത്തുന്നവർക്കായി സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. കള്ളിക്കാട്ട ദൈവമക്കളെ, സാത്താന്റെ ചിപ്പ് നമ്മുടെ കൈകളിൽ വരുന്നതിന് മുമ്പ് കർത്താവിന്റെ ഗംഭീരനാദം മധ്യാകാശത്തിൽ മുഴങ്ങ്. കരമുയർത്തുന്നവർക്കായി കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങാൻ കാലമായി. രാത്രി മറ്റൊരുത്തനിലും രക്ഷയില്ല. ഒരിക്കൽ കൂടി നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. രാത്രി
അടുത്ത വർഷം യോഗം നടക്കുമെന്ന് ഞങ്ങൾക്ക് ആർക്കും ഉറപ്പില്ല. കഴിഞ്ഞ 3 രാത്രി, 4ാമത് രാത്രി ജീവൻ്റെ വചനം ഇവിടെ പെയ്തിറങ്ങുന്നു. സഹോദരാ, അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇന്ന് രാത്രി വചനം കേട്ട് താങ്കളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരുടെ കൊലക്കളത്തിൽ ഒരു കുഞ്ഞാടിറക്കപ്പെട്ടെങ്കിൽ അവൻ്റെ ചങ്കില ചോരയാൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ആര് പ്രാർത്ഥിക്കും? ഇന്ന് രാത്രി നിന്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ചേർക്ക്. ആത്മാവ് സഭകളോട് പറയുന്നത്, ഈ രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിൻ്റെ നടുത്തൂണായി മാറ്റാൻ യേശു വരാറായി. ഇന്ന് രാത്രി ക്രൂശിൻ്റെ വചനം ബാക്കി മിണ്ടുന്നില്ല. നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാ, എന്നാൽ രക്ഷിക്കപ്പെട്ട നമുക്കോ ഈ രാത്രി ദൈവശക്തിയാ. പലരും പറയും, യോഗത്തെ ഇത്രയും പേര് വന്ന് ആരെങ്കിലും രക്ഷിക്കപ്പെടുമോ? നിങ്ങൾ വിചാരിക്കുക, 1000ങ്ങളെ തേടിയല്ല, 100 ആടുകളുള്ളപ്പോൾ 99 എണ്ണത്തിനെ വിട്ടിച്ച് കാണാതെ പോയ ഒരാടിനെ തേടി ഇറങ്ങി വന്ന നല്ല ഇടയ ശാലോം ഗോസ്പൽ മിനിസ്ട്രിയിൽ 1000ങ്ങളുടെ രക്ഷയിൽ ഒരു വ്യക്തിയുടെ രക്ഷയ്ക്ക് വേണ്ടിയ സുവിശേഷം പ്രസംഗം. നിങ്ങൾക്കറിയാമോ കാര്യം? നിങ്ങൾ വിചാരിക്കും സുവിശേഷ യോഗം എന്താ? കാസർഗോഡ് പെരിയ നിങ്ങളവിടെ പോയി കാണണം. കരിവേടകം, ബന്തെടുക്ക, നീലേശ്വര, ഉപ്പള, സ്വോത്രം. ന്യൂൻ്റെയുടെ കർത്താവിൻ്റെ ദാസൻ ഇവിടെ ഇരിപ്പുണ്ട്, അച്ചായ ഇവിടെ ഇരിക്കുന്നു, സ്വോത്രം. അവരുടെ പയ്യന്നൂരും മട്ടന്നൂരും എല്ലാം പോയി പ്രസംഗിച്ച ഞാനാ. നിങ്ങൾ മനസ്സിലാക്കണം. കാസർഗോഡ് പെരിയ, ശരത്ലാലിനും കൃപേശനെയും കൊന്ന സ്ഥലം നിങ്ങൾ ആരും കണ്ടിട്ടില്ല. ഇവിടെ എല്ലാം ഞാൻ പ്രസംഗിക്കുന്നത്. നാളെ രാത്രി തൊട്ട് പോകുന്ന കണ്ണൂർ മേലേച്ച പോയില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടെ യോഗം വെക്കാൻ ഒരു കുഞ്ഞുങ്ങളും അനുമതി കൊടുക്കത്തില്ല. അവിടെ പോയി കാണണം. 40 പോലീസ് വണ്ടി കിടക്കുക. കൊലപാതകം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായി. 40 പോലീസ് വണ്ടി അവിടെ കിടക്കുന്നത്. 7 മണിക്ക് മുമ്പ് പെരിയ അവിടെ 4-5 ചെറുപ്പക്കാർ, 5-8-10 ചെറുപ്പക്കാർ ഒരു യോഗത്തിന് വേണ്ടി നോക്കി. ഒരു കാരണവശാലും പോലീസ് കൊടുക്കത്തില്ല. അപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന പേര് ഞാൻ വെളിപ്പെടുത്തില്ല. റേഞ്ച് ഐ ജി അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞു, ഒരു യോഗം നടത്താൻ നിങ്ങൾ അനുമതി കൊടുക്കത്തില്ല. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, ആരാ പ്രസംഗിക്കുന്നത്? ഞാൻ പറഞ്ഞു, പാവപ്പെട്ട ഞാനാ പ്രസംഗിക്കുന്നത്, സാറിനോട് പറയാമെന്ന് പറഞ്ഞു. സാർ അവിടെ വിളിച്ച് SP പറഞ്ഞു. കാസർഗോഡ് SP ഡയറക്റ്റ് ഓർഡർ കൊടുത്തു 3 ദിവസം യോഗം നടത്താൻ. പെരിയാം. എവിടാ യോഗം എന്നറിയാവോ? കൂട്ടക്കല നടന്നതിന് തൊട്ടിപ്പുറത്ത് ദീപാ തിയേറ്ററും കള്ളിക്കാട് പോലെ അവിടെ ഒരു ചീനിവള കെട്ടി. പൈസയില്ല, കാസർഗോഡൊന്നും പൈസയൊന്നുമില്ല, ദൈവദാസന്മാർക്കറിയാം. അവിടെ ഒരു 49 ഗ്രാമപഞ്ചായത്താണ് കാസർഗോഡ്. മനസ്സിലാക്കണം, അവിടെ ഒരു ചർച്ചിൽ പലയിടത്തും വീട്ടിൽ ആരാധന 20 അല്ലേ 30 പേർ. അവിടെ ആ കുഞ്ഞുങ്ങൾ ഒരു കൊച്ചു സ്റ്റേജ് കിട്ടി. ഞാനുണ്ട്, 3 പാസ്റ്റർമാരുണ്ട്, പാട്ടുപാടാൻ ഒരു കൊച്ചു മോനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു കീബോർഡും പേഡും ഉണ്ട്. കട്ടിച്ച് ഞങ്ങൾ 5-6 പേര് സ്റ്റേജിൽ, ബാക്കിയെല്ലാം ചീനിവിളയിൽ. ആദ്യത്തെ ദിവസം 300 പേര് വന്ന് ഞാനായതുകൊണ്ട് 2ാം ദിവസം ഈ കാസർഗോഡ് ഇവിടെ നമ്മുടെ CSI കാട്ടാക്കട, മണ്ഡപത്തിൻ കടവ്, അതുപോലെ ഇവിടെ നിന്നൊക്കെ പോയ അനേക അധ്യാപകർ അവിടെ ഉണ്ട്. അവരെല്ലാം എൻ്റെ സുഹൃത്തുക്കൾ. ഈ പള്ളികളിലെല്ലാം ഞാൻ പ്രസംഗിച്ചുകൊണ്ട്. പരുത്തിപ്പള്ളിക്കാർ ഇവിടെ എല്ലാം CSIയിൽ അവർ ഞാനാണെന്നറിഞ്ഞ് 2ാം ദിവസം ഒരു 100 പേരോട് അധ്യാപകർ CSIക്കാർ വന്നു. 400 പേരായി. 3ാം ദിവസം ബ്രദറുകാരും എല്ലാം വന്ന്. പകുതി പേർക്ക് സീറ്റില്ല. 3ാമത്തെ രാത്രി ഞാൻ പ്രസംഗം കഴിഞ്ഞു. നിങ്ങൾ കേൾക്കണം, കർത്താവിൻ്റെ വരവാ. രാത്രി മംഗള എക്സ്പ്രസ് ഉണ്ട്. മംഗള എക്സ്പ്രസ്സിൽ ആ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞു, ഭാഷ ഞങ്ങളുടെ ഒരു കാർ പോലും ഇല്ല ഭാഷ കൊണ്ടുവിടാൻ. ഞാൻ പറഞ്ഞു, കാറൊന്നും വേണ്ട, പണ്ട് സൈക്കിളിൽ പോയതാ, ബൈക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ബൈക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രിയിൽ ആ കുഞ്ഞുങ്ങൾ പറഞ്ഞ് റെയിൽവേ, ഞാൻ പറഞ്ഞു പ്രസംഗിച്ചിട്ട് കഴിക്കാൻ വയ്യ, റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ചെന്ന് നമുക്കൊരു കട്ടൻ ചായ അടിക്കാം. ഞാൻ സ്റ്റേജിൻ്റെ പുറയിൽ 10 മണിക്ക് ഇറങ്ങിയ 11-15 മംഗളയാണ്. സ്റ്റേജിൻ്റെ പുറകെ ഇറങ്ങി ഒരു വെള്ളം കുടിച്ചപ്പോൾ ഈ സ്റ്റേജിൻ്റെ പുറകെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, എല്ലാ ചെറുപ്പക്കാരും കേൾക്കണം, എന്നെ പിടിച്ചു വലിക്കുക. അപ്പോൾ എന്നെ പിടിച്ച് വലിച്ചിട്ട് പറയാം, ഞാൻ മരിക്കാൻ പോവുകയാണ്. സ്വോത്രം. ഇന്ന് വരെ വർഷങ്ങൾ പ്രസംഗിച്ച് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, എന്താ മോനെ കാര്യം, എന്താ വിഷയം? അപ്പോൾ അവൻ എന്നോട് പറയാം, അവന് പാസ്റ്റൊന്നും അറിയത്തില്ല സാറേ, 2 ദിവസമായിട്ട് ഞാൻ ഈ പ്രസംഗം വീട്ടിൻ്റെ മുറ്റത്തിരുന്ന് കേൾക്കുക. ഇന്ന് എനിക്ക് അവിടെ ഇരിക്കാൻ വയ്യ. ഞാൻ വേദിയിലിരിക്കാനോ ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റിയല്ല. ഞാൻ ചോദിച്ചു, നീ ആരാ? അപ്പോൾ അവൻ പറയാ, പെരിയ കൊലക്കേസിൽ കൊലപാതകൾക്ക് വഴി കാണിച്ചു കൊടുത്തത് ഞാനിപ്പോൾ ജാമ്യത്തിൽ ഇരിക്കുക. സ്വോത്രം. വീട്ടിൽ നിന്നിറങ്ങി അവനെ കൊല്ലും. 2 ദിവസമായി അവൻ വീട്ടിൽ ഇരുന്ന് കേൾക്കുക. 3ാം ദിവസം അവൻ ഇരിക്കാൻ പറ്റുന്നില്ല. അവൻ സ്റ്റേജിൻ്റെ പുറകെ വന്നിരിക്കുക. ഇറങ്ങിയപ്പോൾ എന്നോട് പറയാം, ഞാൻ മരിക്കാൻ പോവാന്ന്. ഞാൻ പറഞ്ഞു, മോനെ നീ മരിക്കണ്ട. പെട്ടെന്ന് ദൈവദാസന്മാരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒരു ബൈബിൾ കൊണ്ടുവരാൻ പറഞ്ഞു. എൻ്റെ കയ്യിലെ ബൈബിളിൽ ഒരു ദൈവദാസൻ്റെ ബൈബിൾ കൊടുത്തു. ഞാൻ ആ മോനോട് പറഞ്ഞു, മോനെ നീ മരിക്കേണ്ട കാര്യമില്ല. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയുടെ കൊലക്കളത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. കർത്താവായ യേശു
ക്രിസ്തുവിൽ നീ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? അവൻ പറഞ്ഞു, ഈ വചനം കേട്ടു, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് പിടികിട്ടി, ലോകം തീരാറായി. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ 5 ദൈവദാസന്മാർ ഈ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഫോളോ ചെയ്യണം. ഞാൻ ഇനി പോരുന്ന കൺവെൻഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ആഴ്ച അവിടുത്തെ ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ 1000 കിട്ടിയില്ല. ഈ ഞായറാഴ്ച ഒരുവൻ ചർച്ചിനകത്ത് വന്നു, ഒരു കൈലിമുണ്ട് കൊടുത്ത് പായ്ക്കകത്ത് ഒരുവൻ ഇരിപ്പുണ്ട്. പെരിയ കൊലക്കേസിനകത്ത് വഴി കാട്ടിയവൻ യേശുവിനെ വിളിക്കുന്നു. ഇന്ന് രാത്രി ഇതാ ജീവന്റെ വചനം, ഇതാ ജീവിപ്പിക്കുന്ന വചനം, ഇതാ നിത്യജീവന്റെ വചനം. ഏത് പാപിയെയും നിത്യതയിലേക്ക് അടുപ്പിക്കുക ഇന്ന് രാത്രി ക്രൂശിന്റെ വചനത്തിന് കഴിയും. ഇന്ന് രാത്രി കള്ളിക്കാട് നീ ഒരു കൊലപാതകിയാണോ? നീ ആത്മഹത്യ ചെയ്തവനാണോ? നാളെ ജയിലിൽ നിന്ന് ശിക്ഷ ലഭിക്കുന്നവനാണ്. കുഞ്ഞ്, നിന്റെ ഏത് പ്രശ്നത്തിനും പരിഹാരം തരുവാ. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഒരു കുഞ്ഞാടിനെ ഉയർത്തുന്നു. അവനത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോടും ജയിച്ചവർ കുഞ്ഞാടിൻ്റെ വീണകൾ മീട്ടിക്കൊണ്ടിരുന്നു. ഇന്ന് രാത്രി മനുഷ്യൻ്റെ മേൽ ഒരു മൈക്രോ ചിപ്പ് വരാൻ കാലമായി. 3 വാക്യം അവസാനിപ്പിക്കാൻ പോകും വേഗത്തിൽ. അങ്ങനെയെങ്കിൽ 2 കാര്യങ്ങൾ. യഹൂദൻ്റെ എലോൺ മസ്ക് മസ്തിഷ്കത്തിൽ ന്യൂറോലിങ്ക് ചിപ്പ് ഇംപ്ലാന്റ് ചെയ്തു. താമസമിന മനുഷ്യൻ്റെ കൈമേലും നെറ്റിമേലും ഒരു മുദ്ര വരും. എന്നാൽ ധന്യനായ പൗലോസ് ലേഖ എഫെസ്യ ലേഖനം ധന്യൻ ചൊല്ലി എഴുതി. എന്താ എഴുതിയത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ എതിർക്രിസ്തുവിൻ്റെ മുദ്രയും ഇന്നത്തെ എലോൺ മസ്കിൻ്റെ മൈക്രോ ചിപ്പ് സംയോജിച്ച് മനുഷ്യൻ്റെ കൈമേലും നെറ്റിമേലും ഒരു മുദ്ര വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര പ്രാപിച്ചവരെ ചേർക്കുവാൻ കാഹളം മധ്യാകാശത്തിൽ മുഴങ്ങും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ഈ പ്രഭാഷണം, വേറെ ഇഷ്ടംപോലെ വിഷയമുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ചാനലുകൾ മുഴുവൻ വന്നതുകൊണ്ട് ഇന്ന് രാത്രി ഇനി ഈ മൈക്രോ ചിപ്പ് പൊട്ടിയാൽ 3 വാക്യം 10 മിനിറ്റ് ആരാധന. ഇന്ന് രാത്രി മൈക്രോ ചിപ്പ് പൊട്ടിയാൽ കണ്ടു. അമേരിക്കയിൽ ഇന്നൊരു മൈക്രോ ചിപ്പ് വന്നു. അതിൻ്റെ പേര് മൈക്രോ നീഡിൽ പാച്ച്. അതിൻ്റെ അർത്ഥം ഒരു പഞ്ചാബിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു റൈസ് ഗെയിൻ, ഒരരി, അതിൻ്റെ അത്രയുള്ളൊരു ഫിലമെൻറ്റ്, അതിനെ ചാർജ് ചെയ്യാൻ ഒരു കുഞ്ഞു ബാറ്ററി. ഒരിക്കൽ കൂടി സയൻസ് പറയാം. എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഈ വാച്ചുണ്ട്. ഈ വാച്ചിനകത്ത് 100 രൂപയുടെ ഒരു ബാറ്ററിയാണ് ഞാൻ ഇടുന്നത്. ഈ 100 രൂപയുടെ ബാറ്ററി കൃത്യസമയത്ത് തീരുമ്പോൾ മാറിയില്ലെങ്കിൽ ഈ ബാറ്ററി അതിനകത്ത് പൊട്ടിയാൽ ഒരു ആൽക്കലൈൻ ആസിഡ് ഇറങ്ങി വരും. പിന്നെ എൻ്റെ വാച്ച് ശരിയാക്കണമെങ്കിൽ പണവും കൊടുക്കണം, ചിലപ്പോൾ അത് നശിച്ചു പോകും. ഇനി ഈ സയൻസ് കൂടെ കേൾക്കണം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മനുഷ്യൻ്റെ കൈമേലും നെറ്റിമേലും മസ്തിഷ്കത്തിൽ ചിപ്പെങ്കിൽ എലോൺ മസ്ക് പറയുന്നു ബാറ്ററി വേണ്ട, പക്ഷെ കയ്യിലെ ചിപ്പ് വെച്ചാൽ ബാറ്ററി കൊടുത്താൽ കേട്ടോണേ. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ 6 മാസത്തിനകത്ത് ഈ ബാറ്ററി മാറിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്ത് കേട്ടോണേ, നിങ്ങളുടെ വീട്ടിനകത്ത് ടെലിവിഷൻ റിമോട്ട്, AC റിമോട്ട്, ചില ഫാനിന് റിമോട്ട്, ആ റിമോട്ടിനകത്ത് 2 കുഞ്ഞു ബാറ്ററി ഇടും. അത് 6 മാസം 8 മാസം കഴിയുമ്പോൾ നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ ആ ബാറ്ററിയിലെ ആസിഡ് പൊട്ടി അതിൻ്റെ ചുരുളുകൾ തുരുമ്പ് പിടിച്ചിരിക്കുന്ന നിങ്ങൾ കാണാം. അതുപോലെ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഈ മൈക്രോ നീഡിൽ പാച്ച് ചുറ്റുന്ന ബാൻഡേഡിനകത്ത ബാറ്ററി, അതിൻ്റെ ആൽക്കലൈൻ ആസിഡ് ശരീരത്തിൽ ഇറങ്ങും. വരാൻ പോകുന്നു രക്തപുണ്ണ്. ഡോക്ടർമാർക്കും MBBSകാരും എല്ലാം വന്നു കഴിഞ്ഞു. സെപ്റ്റോ വാജനിക് വോണ്ട്. വായിക്കാം മനുഷ്യൻ്റെ അവസ്ഥ. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 2-ാമത്തെ തിരുവചനം കൂടെ 11. കുഞ്ഞു വായിച്ചാട്ടെ ബൈബിൾ. ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവനും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക്, കമ്പ്യൂട്ടറിന്റെ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ മൃഗത്തിന്റെ പ്രതിമ നമസ്കരിക്കുന്നവർക്ക്, മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണമുണ്ടായി. അക്കാരമൊന്ന് ഉയർത്തിയാട്ടെ. ദുർവ്രണമുണ്ടായി. എങ്ങനെ പൊട്ടിയെന്നറിയാമോ? ഇതാ അതിൻ്റെ സയൻസ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ഇലാബറേറ്റ് ചെയ്യുന്നത്. ഈ കയ്യിലെ ബാറ്ററി പൊട്ടിയാൽ ശരീരത്തിനകത്ത് പരുക്കൾ വരും. അതുപോലെ ശരീരം പഴുക്കുന്ന അവസ്ഥ, ഇൻഫെക്ഷൻ. കേട്ടു, ഷുഗർ രോഗിയുടെ ശരീരത്തിൽ ചിലപ്പോൾ ഒരു മുറിവ് വന്നാൽ കാലിൻ്റെ തള്ളവരൽ മുറിക്കുന്നത് പോലെ ഈ ആൽക്കലൈൻ ആസിഡ് ശരീരത്തിൽ ഇറങ്ങിയാൽ അന്നത്തെ കണക്ക് മെഡിക്കൽ സയൻസ് 108 കാണത്തില്ല. വീട്ടിനകത്ത് മനുഷ്യൻ വേദനയോടെ കിടക്കും. അതിന് ദുർവ്രണത്തിൻ്റെ പ്രത്യേകത കേട്ടോണേ. കള്ളിക്കാടൊരപ്പച്ചൻ്റെ ശരീരത്തിൽ ഈ ചിപ്പ് പൊട്ടിയാൽ
ഒരു 15-20 വീടുകളിൽ ആ മണമെത്തും. അത്രയും മനുഷ്യൻ്റെ ചീഞ്ഞഴുകുന്ന മണം വരും. അതിന് ഇംഗ്ലീഷിൽ സെപ്റ്റോ വാജനിക് വൂണ്ട്, മറുപടിയില്ലാതെ ശരീരത്തിനകത്ത് രക്തം കിനിയുന്ന മുറിവ്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മൈക്രോചിപ്പ് വെക്കുന്നവൻ്റെ മേൽ വരുന്നു. അടുത്തത് ക്യാൻസറിനേക്കാളും വലിയ വേദന വരും. വെളിപ്പാട് 16-11. ഇതൊന്നും ആരും പറയത്തില്ല. അടുത്ത വാക്യം, അവരുടെ കഷ്ടത നിമിത്തം നാവ് കടിച്ചും കൊണ്ട് കഷ്ടങ്ങളും മതി. ഈ വേദന ഇറങ്ങിയാൽ ക്യാൻസർ രോഗിയെക്കാളും വേദന നാവ് മനുഷ്യൻ കടിച്ചു മുറിക്കുന്ന കാലം. മകനെ, മകളെ, വരാനിരിക്കുന്ന മൈക്രോചിപ്പിനെ എതിരേൽക്കണമോ, മൃഗത്തിൻ്റെ പ്രതിമയെ എതിരേൽക്കണോ, അതോ വാനമേഘങ്ങളിൽ വരുന്ന കാന്തനെ എതിരേൽക്കണോ? കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് ഇന്ന് രാത്രി കള്ളിക്കാടിനോട് ദൈവദാസനാകുന്ന ഞാൻ നെഞ്ചുകീറി പറയുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. കരമുയർത്തുന്നവർക്കായി ഇതാകുന്നു രക്ഷാ ദിവസം. ഇനി കാലം അധികമില്ല. നാം കണ്ടു കഴിഞ്ഞു എലോൺ മസ്കിൻ്റെ മൈക്രോചിപ്പ്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എന്താ? ശരീരത്തിനകത്ത് മൈക്രോചിപ്പ് ഇംപ്ലാന്റ് ചെയ്ത് ബാറ്ററി പൊട്ടിയാൽ വേദനയോട് മനുഷ്യൻ മരിക്കുന്ന കാലം. വേദന കൊണ്ട് നാവ് കടിച്ചു മുറിക്കും. അതുകൊണ്ട് ഫിലാദൽഫിയ സഭയ്ക്ക് ശക്തമായ വചനം കൊടുത്തപ്പോൾ എൻ്റെ നാഥൻ പത്മോസിൽ വെച്ച് യോഹന്നാനോട് പറഞ്ഞൊരു വാക്യമുണ്ട്. ദൈവദാസന്മാർ അത് വായിക്കണം. വീട്ടിൽ ചെന്ന് കുഞ്ഞ് വായിക്കുന്നില്ല. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ആലയത്തിൻ്റെ നടുത്തൂണായി മാറ്റാൻ നാഥൻ മധ്യാകാശത്തിൽ വരാറായി. മക്കളെ, ചങ്ക് തകർന്ന പ്രസംഗിത തീരെ വയ്യ. ഇതെങ്കിലും കേട്ടിട്ട് കള്ളിക്കാട് ഒരു വ്യക്തിയെങ്കിലും കരമുയർത്തണം. ബൈബിൾ നിവർത്തിയായി, പ്രവചനങ്ങൾ നിവർത്തിയായി, സയൻസ് നിവർത്തിയായി, ലോക സംഭവങ്ങൾ നിവർത്തിയായി. ഇതെല്ലാം കാന്തൻ്റെ വരവിനെ കാണിക്കുന്നു. ഇനി അമാന്തിച്ച് നിൽക്കാൻ കാലമില്ല. രക്ഷയുടെ വാതിലുകൾ അടയാറായി. കുഞ്ഞേ, ഈ രക്ഷയെ നീ നഷ്ടപ്പെടുത്തരുത്. അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ജോർജ് വിൽസൺ. 2 വാക്യം കൂടെ മോൾ വായിക്കുമ്പോൾ അവസാനിക്കും. അമേരിക്ക ജോർജ് വിൽസൺ എന്നൊരു ചെറുപ്പക്കാരൻ. അവൻ 2 പേരെ കൊന്നു. അവൻ അമേരിക്കയിലെ ഫെഡറൽ കോർട്ട് കൊടുത്ത ശിക്ഷാവിധി എന്താണെന്നറിയോ? അവനെ തൂക്കാനാ വിധിച്ചത്. അപ്പനും അമ്മയും ഫെഡറൽ കോർട്ടിൽ ചെന്ന് ജഡ്ജിയോട് പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ മോൻ 30 വയസ്സേ രക്തത്തളപ്പിൽ 2 പേരെ കൊന്നതാ സാറേ, ഒരു വിടുതൽ തരണം. ആ സമയത്ത് അമേരിക്കയിലെ ഫെഡറൽ കോർട്ട് പറഞ്ഞു നടക്കത്തില്ല. ആരോ പറഞ്ഞു, അമേരിക്കയുടെ പ്രസിഡന്റ് മര്യാദയുള്ള വ്യക്തി, ഒരു ദൈവവിശ്വാസി, ആൻഡ്രൂ ജാക്സൺ. നോട്ട് ചെയ്താട്ടെ, അദ്ദേഹത്തിന് ഒരു ദയാഹർജി കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം ഒരു പക്ഷേ ഒപ്പിട്ടാൽ നിങ്ങളുടെ മകൻ രക്ഷപ്പെടും. അപ്പനും അമ്മയും പോയി ആൻഡ്രൂ ജാക്സനെ കണ്ട്, സാറേ ഞങ്ങളുടെ മോൻ ഒരു പാവപ്പെട്ടവനായിരുന്നു, ഒരു രക്തത്തിളപ്പിൽ 2 പേരെ കൊന്നതാ, ഒരവസരം അവന് കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു, കൊടുക്കാം. 2 കാര്യം ചെയ്യണം. 1, ജയിലിലെ സൂപ്രണ്ട് എഴുതി തരണം ഇവൻ നല്ല നടപ്പ്. 2, അവൻ ഒരു അഫിഡവിറ്റ് തരണം, ഞാൻ നല്ല നടപ്പാ, ഇനി പുറത്തിറങ്ങിയാൽ കുഴപ്പം കാണിക്കത്തില്ല. 2 പേപ്പർ വൈറ്റ് ഹൗസിൽ നിന്ന് കിട്ടി. അപ്പനും അമ്മയും കൂടെ ഓടി ജയിലിനകത്തേക്ക്. സൂപ്രണ്ടിനോട് പറഞ്ഞു, സാറേ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അപ്പോൾ സാറ് ചോദിച്ചാൽ എന്താ? 2 കത്ത് തന്നിട്ടുണ്ട്, 1 സാറ് ഒപ്പിട്ട് തരണം. അദ്ദേഹം പറഞ്ഞു, നല്ല കാര്യം. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ മകൻ ആ സെല്ലിലുണ്ട്, അവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കണം, അവനും ഒപ്പിട്ട് തന്നാൽ ഈ 2 പേപ്പറുമായി അമേരിക്കയിൽ ചെല്ലുമ്പോൾ പ്രസിഡന്റ് ഒരു വിടുതൽ ഹർജി തരും, നിങ്ങളുടെ മകനെ ഇറക്കിക്കൊണ്ടുപോകും. അപ്പനും അമ്മയുടെ സെല്ലിനകത്തേക്ക് ഓടി. കേട്ടോ കള്ളിക്കാടുകാർ ഓടി അകത്ത് ചെന്നു. ആ മോൻ അവിടെ നിൽക്കുമ്പോൾ, മോനെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. ആൻഡ്രൂ ജാക്സണോട് ദൈവം സംസാരിച്ചു, നമുക്കൊരു വിടുതൽ ഹർജി കിട്ടിയിട്ടുണ്ട്, മോനൊന്ന് ഒപ്പിട്ട് തരണം. ജയിലിൻ്റെ വാതിൽപ്പാളിയിൽ മറഞ്ഞതെന്ന് ചെറുപ്പക്കാരൻ ഈ പേപ്പർ നീട്ടി മേടിച്ചു. അവർ വിചാരിച്ചു പേന കൊടുത്തപ്പോൾ ഒപ്പിടാനെന്ന്. പക്ഷേ ഇത് വായിച്ചതിന് ശേഷം അവൻ എന്തോ ഇത് പച്ചയ്ക്ക് വലിച്ചു കീറി കളഞ്ഞു. അപ്പനും അമ്മയും അവിടെ നിലവിളിച്ചു, അയ്യോ അവൻ ഈ രക്ഷയെ നഷ്ടപ്പെടുത്തി. ഇന്ന് രാത്രിയും എന്താ സംഭവിച്ചത്? ജയിൽ സൂപ്രണ്ട് ഓടി വന്നു, പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പേപ്പറാ, അവൻ ഇനി രക്ഷയില്ല, വധശിക്ഷയ്ക്ക് യോഗ്യ. അവരൊരിക്കൽ കൂടി കോടതി ചെന്ന് ജഡ്ജിയോട് പറഞ്ഞു, സാറേ അവൻ ആ പേപ്പർ വലിച്ചു കയറി. അന്നേരം ജഡ്ജി പറഞ്ഞു, നേരത്തെ ഞാൻ അവന് തന്നില്ല, നിങ്ങളുടെ കരച്ചിൽ കണ്ടത് കൊണ്ടാ പ്രസിഡന്റ് തന്നു. എന്നിട്ട് അവൻ രക്ഷയെ അവഗണിച്ചെങ്കിൽ അവൻ മരണയോഗ്യ. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കള്ളിക്കാടിനകത്തെ സത്യവചനം കേട്ടിട്ട് നിന്റെ മുന്നിൽ
മുൻപിൽ രക്ഷയുടെ ടിക്കറ്റ് നീട്ടിയിട്ട് ഇതുവരെയും ഇത് കൈപ്പറ്റാതെ പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന ചെറുപ്പക്കാരി, മാന്യ സഹോദരാ, ഇനി കാലം അധികമില്ല. അതിനു മുമ്പ് ഈ രക്ഷയുടെ ടിക്കറ്റ് കരസ്ഥമാക്കിയാൽ നിനക്ക് നിത്യതയിലേക്ക് കടക്കാം. അവസരങ്ങളെ നഷ്ടപ്പെടുത്തരുത്. നാളെ യോഗമുണ്ടെന്ന് ഇവിടെ ആർക്കും അറിയത്തില്ല. അടുത്ത ദിവസങ്ങളിൽ യോഗം നടക്കുമെന്നറിയത്തില്ല. അതിനു മുമ്പ് വൈറ്റ് ഹൗസിലെ പേപ്പർ അലക്ഷ്യമായി വലിച്ചു കയറിയവർ എന്ത് ചെയ്ത് തൂക്കുമരത്തിൽ വിധേയമായെങ്കിൽ ഇന്ന് രാത്രി മരണം പിടിക്കുന്നതിന് മുമ്പ് രക്ഷയുടെ ടോക്കൺ കരസ്ഥമാക്കുവാൻ ഒരു കൂട്ടത്തെ ഞങ്ങൾ ഇന്ന് രാത്രി ഇതിനകത്ത് തിരഞ്ഞെടുക്കുന്നു. ഇന്ന് ഇതുവരെ കേൾക്കാത്ത ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ യോഗ അവസാനം വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മനുഷ്യൻ്റെ ഹല്ലേലൂയ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ആ ചിപ്പ് വെക്കുന്നവൻ്റെ അവസ്ഥ കൂടെ മോളൊന്ന് വായിച്ചാട്ടെ. രാത്രി അവസാനിപ്പിക്കാൻ പോകുന്നു. വെളിപ്പാട് പുസ്തകം 14, 9, 10, 11 ബൈബിളുള്ളവരെല്ലാം. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്നു അത്യുച്ചത്തിൽ പറഞ്ഞത് മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ എലോൺ മസ്കിന്റെ മുദ്രയേൽക്കുന്നവർ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം ന്യായവിധി കുടിക്കേണ്ടി വരും. അടുത്തത് വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിന് മുൻപാകെ അഗ്നിഗന്ധങ്ങളിൽ തീ കത്തുന്ന അറയ്ക്കകത്ത് വായിച്ചാട്ടെ ദണ്ഡനം അനുഭവിക്കും. കരമുയർത്തിയാട്ടെ. സ്തോത്രം. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ തീ കത്തുന്ന ഗന്ധകത്തിനകത്ത് നിന്നെ വലിച്ചെറിയും. ഇന്ന് രാത്രി ചേർന്ന് പറ, ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ട, അവൻ്റെ കീഴ് പാതാളം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി ഒരു കാലം ഇവിടെ വരാറായി. അതിനു മുമ്പ് എൻ്റെ നാഥൻ വരും. ഇന്ന് രാത്രി ഇതുകൊണ്ട് അവസാനിക്കുന്നു, ബാക്കി മറ്റൊരിടത്ത്. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന ആ കാലത്തെ പറ്റി യേശു പറഞ്ഞു. യോഹന്നാൻ 9:4 എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടത്. 2024 ശാലേം ഗോസ്പൽ മിനിസ്ട്രീസ്. ഇവിടെ ഇരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ എൻ്റെ രക്തബന്ധങ്ങൾ. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ കള്ളിക്കാട് വരുമ്പോൾ എനിക്ക് നല്ല സന്തോഷം. ഇവിടെ ഇരിക്കുന്ന 80% ആൾക്കാരും എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നവരോ. സ്വോത്രം. നമ്മുടെ ഒറ്റ ആഗ്രഹം സജു ചാത്തന്നൂരല്ല, ലൂക്കോസ് പാസ്റ്ററല്ല, ബിജു പാസ്റ്ററല്ല, ഇവിടെ ഇരിക്കുന്ന റോയ് മോനല്ല, ഒരു വ്യക്തിയോടെങ്കിലും നിങ്ങളും യേശുവിനെ പറ്റി പറയണം. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി. അടുത്ത വാക്യം കേട്ടിട്ട് ഒന്ന് കരമുയർത്തണം. ഇതാ വെളിപ്പാടിനെ ആസ്പദമാക്കി യേശു പറഞ്ഞൊരു വാക്യം വായിച്ചാട്ടെ. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. കരമുയർത്തിയാട്ടെ. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി. എന്നാൽ ആ രാത്രി വെളിപ്പെടുന്നതിന് മുമ്പ് ഇന്ന് രാത്രി കള്ളിക്കാട്ട് ദൈവമക്കൾ പറയണം, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ നാമും പ്രിയന്റെ വരവിലെടുക്കപ്പെടും. ഇന്ന് രാത്രി തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്ന് ഞാൻ കണ്ടു. മൃഗത്തോടും പ്രതിമയോടും ശങ്കയോടും ജയിച്ചവർ കുഞ്ഞാടിൻ്റെ വീണകൾ. രാത്രി അവസാനിക്കാൻ പോവാ. രാത്രി ഇതുവരെയും നിത്യരക്ഷ കരസ്ഥമാക്കാതെ ദൈവവചനം അലക്ഷ്യമായി പോയാൽ നിൻ്റെ യാത്ര ടൈറ്റാനിക്ക് പോയതുപോലെ ആയിപ്പോ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവം നടന്നു. നിങ്ങൾക്കറിയാമോ? ടൈറ്റാനിക് കപ്പലിനെ തേടി 1912 ഏപ്രിൽ മാസം 14 സതാംപ്ടൺ തുറമുഖത്ത് 10 യാത്രയെ 14 തകർന്നു. 2277 3500 പേർ യാത്ര, 357 ഉയരം, 87 വീതി. അത് കഴിഞ്ഞ് 92 ഉയരം. ഇത്രയും മുട്ട സതാംപ്ടൺ തുറമുഖത്ത് പോയ കപ്പൽ തകർന്നു പോയി. അതല്ല എൻ്റെ പ്രസംഗം. ആ സതാംപ്ടൺ തുറമുഖത്ത് പോയ ഈ കപ്പൽ ടൈറ്റാനിക് തകർന്നു. അതിനെ തേടി 5 ധനവാന്മാർ, ദുബായ്ക്കാർ, അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ, കാനഡക്കാർ, അവർ പോയൊരു പേടകമുണ്ട്. ആ പേടകത്തിൻ്റെ പ്രത്യേകത എന്തെന്നറിയാമോ? അത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ചെന്നു 458 മീറ്റർ ഇരുമ്പിൻ്റെ ആഘാതത്തിൽ ആ പേടകം പൊട്ടി. ബൈബിളിനകത്തൊരു ഭാഗമുണ്ട്, ഒരുവൻ ധനവാനായി തീർന്നാലും
അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും അവൻ മരണത്തോട് കൂടെ ഒന്നും കൊണ്ടുപോകത്തില്ല. 5 ധനവാന്മാർ അറ്റ്ലാന്റിക്കിൻ്റെ അടിയിൽ പോയി. അതെൻ്റെ ഒരു കഥ. രണ്ടാമത്തെ കഥ കള്ളിക്കാടുകാർ കേൾക്കണം. ഒരമ്മ, 4 കുഞ്ഞുങ്ങൾ, 14 വയസ്സ്, 11 വയസ്സ്, 9 വയസ്സ്, 9 മാസം പ്രായമുള്ളൊരു കുഞ്ഞ് അപ്പനെ തേടി യാത്രയായി. ആമസോൺ കാടുകൾ, അറ്റ് കൊളംബിയ. രാത്രിയിൽ വിമാന സെസ്ന അത് തകർന്നു. എത്ര പേര് മരിച്ചു? അമ്മ മരിച്ചു. അത് കഴിഞ്ഞ് ആര് മരിച്ചു? പൈലറ്റ് മരിച്ചു. ആദിവാസി മൂപ്പൻ വന്ന് അദ്ദേഹം മരിച്ചു. 4 കുഞ്ഞുങ്ങൾ, ഡ്രസ്സുകളെല്ലാം കത്തിപ്പോയി. 4 ചെതറിക്കിടക്ക്. 14 വയസ്സുള്ള മകൾ, 11 വയസ്സുള്ള മകൾ, 9 വയസ്സുള്ള മകൾ, അവസാനത്തെ കുഞ്ഞ് 9 മാസം. ഈ 4 കുഞ്ഞുങ്ങൾ യാത്രയായി. പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും, 4 ദിവസം 40 ദിവസം ഒറ്റ ഉടുപ്പും ഒറ്റ മുണ്ടുമായി യാത്രയായി. അവരെവിടെ നടന്ന് കാട്ടിലെ കനികളും കാട്ടിനകത്ത് കിട്ടുന്ന ഈ അരുവിയിലെ വെള്ളം കുടിച്ചവർ യാത്രയായി. ചില ദിവസങ്ങൾ കഴിഞ്ഞ് 40-ാം ദിവസം വെച്ച് വനാന്തരത്തിൻ്റെ സൈഡിൽ പോകുമ്പോൾ പട്ടാളക്കാരുടെ ശബ്ദം അവർ കേട്ടു. പട്ടാളക്കാർ ഓടി വന്ന് ഈ കുഞ്ഞുങ്ങളെ പിടിച്ചു. അവർക്ക് കാര്യം പിടികിട്ടി. കുഞ്ഞുങ്ങൾ വിമാനം തകർന്നു. 108 ആംബുലൻസിനകത്ത് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ട് മിലിറ്ററി ആശുപത്രി. അവിടം വരെ മനോരമ കൊടുത്തു. ബാക്കി ഒരു മലയാള പത്രവും കൊടുത്തില്ല. 4 കുഞ്ഞുങ്ങളെ ട്രിപ്പിട്ടിട്ട് അവരുടെ ബെഡിനകത്ത് കിടത്തിയിരിക്കുക. 14 വയസ്സുള്ള മകൾ, 11 വയസ്സുള്ള മകൾ, 9 വയസ്സുള്ള മകൾ, 9 മാസം പ്രായമുള്ള കുഞ്ഞ്. അതിലൊരു BBC-യുടെ ലേഖിക 14 വയസ്സുകാരിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, യുവർ മദർ ഈസ് ഡൈഡ്, യുവർ പൈലറ്റ് ഈസ് ആൾസോ. അതിനുശേഷം കാട്ടിലെ മൂപ്പനും മരിച്ചുപോയി. 40 ദിവസം ആരാ നിങ്ങൾ ഈ കാട്ടിനകത്ത് വഴി നടത്തിയത്? അവർ ചോദിച്ച ഒരു ചോദ്യമാണ്. ഇൻ ദ ഈവനിങ് ഹെവി റെയിൻ ഇൻ ആമസോൺ ആൻഡ് ആൾസോ സൈമൾട്ടേനിയസ് കൊത്തി വലിക്കുന്ന പാമ്പ്, അതിൻ്റെ നടുവിൽ നിങ്ങളെ ആര് നടത്തി? ആ പെൺകുട്ടി ട്രിപ്പ് അകത്ത് കയറുമ്പോൾ BBC-യോട് പറഞ്ഞു, മാം ഐ ഡോണ്ട് നോ, ആൻ അൺസീൻ പവർ, ഒരദൃശ ശക്തി ഞങ്ങൾ 40 ദിവസം വഴി നടത്തിയെങ്കിൽ ഇന്ന് രാത്രി കള്ളിക്കാടിരിക്കുന്നവർ പറയണം, 5 ധനവാന്മാർ ടൈറ്റാനിക്കിനെ തേടിപ്പോയപ്പോൾ അവൻ്റെ അസ്ഥികൂടം പോലും കിട്ടിയില്ല, താഴെ പോയി. എന്നാൽ 4 കുഞ്ഞുങ്ങളെ കരം പിടിച്ച് നടത്തുവാൻ കാട്ടിനകത്തൊരു കരമിറങ്ങിയെങ്കിൽ കരമുയർത്തമ്മാമേ. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം, വയലിലെ ചെടിക്ക് പ്രകാശം കൊടുക്കുന്ന ദൈവം. പറ, അപ്പനും അമ്മയും ഇല്ലെങ്കിലും ഞങ്ങളെ വഴി നടത്തുവാ. ഓ, ഇന്ന് രാത്രിയോ ആ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വചനം ചലിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി അവസാനിപ്പിക്കാൻ പോവാ. ഞാൻ തുടങ്ങിയത് യോസഫില. എന്താ ഇന്ന് രാത്രി അതിൽ കൊണ്ട് നിർത്താം. യോസഫ് അവസാനമാരായി മിസ്രയീമിൻ്റെ ഉപപ്രധാനമന്ത്രിയായി. ചേട്ടന്മാർ വന്നത് അരിയും പലോഞ്ചണവും തേടിയ. കേൾക്കണം എല്ലാവരും കേൾക്കണം, ഇതൊരു ഉപമയാണ്. അങ്ങനെയെങ്കിൽ ചേട്ടന്മാർ വന്നു, യോസഫിന് പിടികിട്ടി, അരിയും ചാക്കുമൊക്കെ കൊടുത്തു. പക്ഷെ ഒരു കാര്യം ചെയ്ത് മക്കളെ, 72 പേർക്ക് വിസ കൊടുത്തു. ചേട്ടന്മാരും ചേട്ടത്തിമാർക്കും കുഞ്ഞുങ്ങൾക്കും. കണ്ണ് മങ്ങി അപ്പനും വിസ കൊടുത്തു. എന്താ സംഭവിച്ചത്? മിസ്രയീമിൻ്റെ രഥങ്ങൾ എവിടെ ഇറങ്ങി? ഇസ്രയേലിൻ്റെ ചെമ്മണ്ണ് പാതയിൽ ഇറങ്ങി. ഇതൊരു നിഴലെങ്കിൽ തള്ളിക്കളഞ്ഞ ജോസഫ് മിസ്രയീമിൻ്റെ ഉപപ്രധാനമന്ത്രിയായപ്പോൾ അപ്പനെയും രക്തബന്ധങ്ങളെയും കൊണ്ടുവരുവാൻ രഥമയച്ചെങ്കിൽ യഹൂദൻ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ കരമുയർത്തുന്നവർക്കായി അവൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. വേഗങ്ങളെ തേരാക്കി അവൻ വരാറായി. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. എല്ലാവരും ഒന്ന് കേട്ടാട്ടെ. 2 പ്രാവിന്, ഈ പ്രാവിൻ്റെ കാലുകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്ന പ്രാവിന്, മേധസ്സുള്ള പ്രാവിനെ പുരോഹിതൻ നോക്കും. മാറി മാറി ലേവ്യരുടെ യാഗം. പുരോഹിതൻ്റെ മാർപ്പതക്കത്തിനകത്ത് കത്തിയുണ്ട്. ചില നിമിഷങ്ങൾ കഴിഞ്ഞ് പുരോഹിതൻ നല്ല മേധസ്സുള്ള പ്രാവിനെ നോക്ക്. പടപടാതിൻ്റെ കഴുത്ത്, ഇവിടെ സഹോദരിമാർ കോഴിയുടെ കഴുത്തിറക്കുന്ന പോലെ അറത്തു മാറ്റും. അറക്കുമ്പോൾ രക്തം തെറിച്ചു വരും. കൂടിരിക്കുന്ന പ്രാവിൻ്റെ മുഖത്തടിക്കും. കൂടിരിക്കുന്ന പ്രാവിൻ്റെ മുഖം ചീറ്റുമ്പോൾ ആ രക്തം തളി അങ്ങനെ കിടക്കും. പുരോഹിതൻ എന്ത് ചെയ്യും? ഇതാ ലേവ്യ പുസ്തകത്തിലെ യാഗം. ആ പ്രാവിൻ്റെ തല പിഴിഞ്ഞ് യാഗപീഠത്തിൽ തളിക്കും. രക്തത്തളി ആചരിക്കും. കുറേ സമയം കഴിയും. തളി കഴിയുമ്പോൾ വെള്ളമെടുത്ത് കഴുകും. എന്നിട്ട് തൻ്റെ കത്തി മാർപ്പതക്കത്തിൽ പതിക്കാൻ നോക്കുമ്പോൾ പിറകിലൊരു പ്രാവിരിപ്പുണ്ട്. അതിൻ്റെ മുഖത്ത് ഇങ്ങനെ രക്തം തെറിച്ചിരിക്കുക. അതിന് അനങ്ങാൻ പറ്റത്തില്ല. മറ്റേ കെട്ട്
കാലേ കിടക്കുക, മറ്റേ പ്രാവിൻ്റെ തല ചിതറിയത് കൂടെ കിടക്കുക. പുരോഹിതൻ കണ്ണീർ മങ്ങിയിരിക്കുന്ന പ്രാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആ കാലിൻ്റെ കെട്ടിനകത്ത് ഒരു കത്തി വെച്ചറക്ക്. ജീവൻ കിട്ടിയ പ്രാവ് പിന്നെ മറ്റൊന്നും നോക്കത്തില്ല. പാറയുടെ പിളർപ്പിനകത്തും കടുന്തൂക്കിനകത്തും. അമ്മച്ചേ, അപ്പച്ച, കാലും ശരീരവും വയ്യാതെ ഇന്ന് രാത്രി കള്ളിക്കാട് അപ്പച്ചനും അമ്മച്ചയും വന്നിട്ടുണ്ടെങ്കിൽ ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും ഇന്ന് രാത്രി പറ, എൻ്റെ മുഖം കാണുന്ന ഒരു ദിനം വരാറാ. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. ഈ രാത്രി ഇതുവരെയും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ലെങ്കിൽ കാലം തീരാറായി. ആരെ ചേർക്കുവാൻ? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുതപിച്ച് സ്നാനമേറ്റ് പരിശുദ്ധാത്മശക്തിയിൽ ആരാധിച്ച് തിരുമേശയിൽ പങ്കാളിയായി സ്തോത്രം പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ യേശു വരാറായി. വിശുദ്ധ വെളിപ്പാട്, കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു, തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. കഴിഞ്ഞ 2 രാത്രി പ്രസംഗം കേട്ടിട്ട്, ഇതൊരു പെന്തിക്കോസിൻ്റെ പ്രസംഗമല്ല, ഡു നോട്ട് കൺസെപ്റ്റ് എ പെന്തക്കോസ്. ഇന്ന് രാത്രി ഞങ്ങൾ കാൽവറി കൂടിയുള്ള രക്ഷയാണ് പറയുന്നത്. ഇതുവരെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി മാടി വിളിക്കുക. ചില നിമിഷങ്ങൾ കഴിഞ്ഞ് 10 മണിക്കേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. ഇന്ന് രാത്രി കടന്നു വന്നാൽ കുഞ്ഞെ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? അതുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവൻ കാൽവറിയിൽ പരമയാഗമായെങ്കിൽ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുതപിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ മുങ്ങി സ്നാനമേറ്റ് തിരുമേശയിൽ പങ്കാളിയായി പ്രാർത്ഥന കഴിച്ച് പരിശുദ്ധാത്മ ശക്തിയിൽ നിലനിൽക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ യേശു വരാറായി. കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു, തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. കള്ളിക്കാട് കൃത്യസമയത്ത് നേരത്തെ ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തീ കലർന്ന് പളുങ്ക് പോലെ ഒന്നും, പളുങ്ക് കടൽ പോലെ മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോടും മുദ്രയോടും ജയിച്ചവർ കുഞ്ഞാടിൻ്റെ വീണകൾ മീട്ടിക്കൊണ്ട് ആ സുദിനം അടുക്കാറായി. യാത്ര ചെയ്യാം, ക്രൂശ് നോക്കി കഴുകാം അവൻ്റെ രക്തത്താൽ. കാൽവറിയിലെ മുറിവേറ്റ പാടുകളാൽ ഈ രാത്രി എന്നെ ഒന്ന് കഴുകണമെന്ന് ആരെഴുന്നേൽക്കും? ഒരു പഴയ ഗാനം പാടി എല്ലാ കരങ്ങളും അടിച്ച്, കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല, കള്ളിക്കാടല്ല എൻ്റെ ദേശം, എൻ്റെ കാന്തൻ വരാറ്. എല്ലാ കരങ്ങളും അടിച്ച് പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര പ്രാപിച്ചവരെ ചേർക്കുവാൻ യേശു വരാറ്.